കറക്റ്റ് ടൈം ആയിട്ടുണ്ട്. നമ്മുടെ 8 മണിക്ക് മിസ് വരും എന്ന് പറഞ്ഞു മിസ് വന്നിരിക്കുന്നു. യെസ്, മിസ്സിന്റെ കുട്ടികൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡിസ്കോഴ്സസ്, നമ്മുടെ റൈറ്റിംഗ് സെഷൻ അരച്ച് കലക്കി കുടിച്ചിട്ട് പോകാൻ പോവാണ്. ഓക്കെ, നമ്മൾ ചാപ്റ്റേഴ്സും കുറച്ച് നോക്കും. അതുപോലെ തന്നെ ഡിസ്കോഴ്സസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് ഇന്ന് പോവാനായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടാണ് പോവാനായിട്ട് പോകുന്നത്. ഓക്കെ, വോട്ടെവർ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും വേഗം തന്നെ ഉഷാറായിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ ലിങ്ക് വേഗം നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ 2-3 ചങ്സ് എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പൊ അവർക്ക് വേഗം തന്നെ ഒന്ന് അയച്ചു കൊടുക്കുക. പാവങ്ങളൊന്നും പഠിക്കാണ്ടിരിക്കുകയായിരിക്കടാ. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, വേഗം തന്നെ നിങ്ങൾ ആ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് താങ്ക് യു പറഞ്ഞിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് പേര് വിളിയോ? ഇന്ന് പേര് വിളി നൂലുകെട്ടിനുള്ള സമയമില്ല മക്കളെ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത്രയും പോർഷൻസ് ഒക്കെ പഠിക്കണ്ടേ. യെസ്, അപ്പോൾ ആ കാര്യം മാത്രം തലയിലേക്കൊക്കെ എടുത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർത്തിട്ട് പോകുള്ളൂ കേട്ടോ. ഓർമ്മയുണ്ടോ ഈ മുഖം? പിന്നെ മിസ് എന്നും ഓർക്കുന്നുണ്ട് കേട്ടോ. യെസ്, ഓൾവേസ് വെൽക്കം ബാക്ക് ഗൈസ്. ഓക്കെ, യെസ്. അപ്പോൾ മിസ്സിന്റെ കുട്ടികൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പടം. മിസ് എന്തോ മൊത്തം വെള്ളി വരുന്നുണ്ട് കേട്ടോ. യെസ്, എന്തായാലും പഠിപ്പിക്കുന്ന കാര്യത്തിൽ ആ വെള്ളി ഉണ്ടാവില്ല, അത് മിസ് ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നത് അതനുസരിച്ച് പഠിപ്പിക്കണം. ഓക്കെ, അപ്പം മിസ് അതിന് വേണ്ടി റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിസ്സിൻ്റെ കുട്ടികൾ റെഡി ആണെങ്കിൽ, നിങ്ങൾ ഫുൾ ഓൺ എനർജിയിലാണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാ ഷുട്ടുമണീസും നമ്മുടെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മിസ്സിന് നോക്കണം. ഓക്കെ, എല്ലാവരും ഒന്ന് ക്ലാസ് ലൈക്ക് ചെയ്ത് നോക്കട്ടെ. എല്ലാവരും ക്ലാസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചാറ്റ് ബോക്സിൽ ഒന്ന് ഫയർ ഇമോജീസ് ഒക്കെ ഇട്ടേ നോക്കട്ടെ. ഫയർ ഇമോജീസ് ഒക്കെ ഇട്ടേ. എല്ലാവരും ഷുട്ടുമണീസ് എല്ലാവരും റെഡിയാണോ? ഷുട്ടാപ്പീസ് ഒക്കെ റെഡിയാണ്. മിസ്സേ സുന്ദരി ആയല്ലോ. അത് എന്ത് വർത്താനത്, മിസ് മുന്നേ സുന്ദരിയല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ പഠനം കാര്യങ്ങൾ തമാശയൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായി മക്കളെ, നമുക്കിനി ടൈമില്ല. അപ്പോൾ ഫൈനൽ എക്സാമിനെങ്കിലും നിങ്ങൾ ഇപ്പം ഉള്ള ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, ഈ ഹറിബറിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇല്ലാണ്ടിരിക്കോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ SSLCൻ്റെ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്കിപ്പോൾ 999 ഇത് ഫീ കൊടുത്ത് ജോയിൻ ആവാം. ഇനി അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ വർഷം കഴിയാറായില്ലേ മിസ്, ഇനിയിപ്പോൾ ഇതും കൊടുത്ത് ഞങ്ങൾ എന്തിനാ ഈ ഫീയും കൊടുത്ത് ജോയിൻ ചെയ്യണേ? ശരിയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ക്രാഷ് കോഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ട് ക്രാഷ് കോഴ്സ് കിട്ടുന്നുണ്ട് പറയുമ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പറഞ്ഞുതരാം. റിവിഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ലേ? ഡൗട്ട്സ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തീർത്തരും. അതുപോലെ വർക്ക് ഷീറ്റ്സ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, ഇതൊക്കെ കിട്ടും. നല്ലതല്ലേ? അടിച്ചു പൊളിച്ച് പഠിക്കാൻ പറ്റൂലേ? അത് മാത്രമല്ല, ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ അടുത്ത വർഷം എന്തായാലും നമ്മൾ +1 പഠിക്കാൻ പോകാം. അടുത്ത വർഷം ഇതിനേലും വലിയ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തെ അഗ്നി ബാച്ചിലോട്ട്, അല്ലെങ്കിൽ +1 നിങ്ങൾ ഏത് സ്ട്രീമാണ് എടുക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ബാച്ചസ് ഉണ്ട്. ആ ബാച്ചിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ ജോയിൻ ആക്കി വെക്കുവാണെങ്കിൽ അടുത്ത വർഷത്തെ ഒരു വർഷത്തേക്ക് മുഴുവനായിട്ടുള്ള ഫീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഫീ കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളും കിട്ടും. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും വർക്ക് ഷീറ്റ്സും എക്സാംസും കിട്ടും. അതോടൊപ്പം തന്നെ ഇതും ഫ്രീ ആയിട്ട് കിട്ടും. രണ്ടും സെറ്റായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത വർഷത്തേക്ക് എൻ്റെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ബുക്ക് സെറ്റ് കിട്ടുന്നതാണ് മക്കളെ. ഇത് അടുത്ത വർഷത്തേക്ക് നമ്മുടെ +1ൻ്റെ ബുക്ക് സെറ്റാണ് കേട്ടോ. അതൊക്കെ +1ൻ്റെ ഇപ്പോൾ ഹിന്ദിയൊക്കെ നമ്മുടെ ഷമീം സാർ ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോയുള്ളൂ അല്ലേ? ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള സമ്മറി ഹിന്ദിയിലും മലയാളത്തിലൊക്കെ ഉണ്ട്. ഹിന്ദി ബുക്കിൻ്റെ കാര്യം കേട്ടോ മിസ് പറഞ്ഞേ. വേർഡ്സ്, മീനിങ്സ്, ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ്, അതിനുള്ള ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് ആൻസേഴ്സ്, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, ഗ്രാമർ, ലാംഗ്വേജ് എലമെൻറ്റ്സ്, പിന്നെ SCRTൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് സിംപ്ലിഫൈഡ് സമ്മറി ഒക്കെ ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ബുക്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ടൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പറൊക്കെ എടുത്ത് കുത്തി വിളിക്കാം. ഓക്കെ, നമ്മളൊപ്പം പഠിച്ചിട്ട് കേരള ടോപ്പേഴ്സൊക്കെ ആയിട്ടുള്ള മക്കളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുപോലെ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൽ തികയാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകാമെന്നറിയോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ചെറുതായിട്ട് ചാപ്റ്റേഴ്സും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇന്ന് പോംസ് എടുക്കുന്നില്ല കേട്ടോ. പോംസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഡിസ്കോഴ്സിലോട്ട് കിടക്കാം. ഓക്കെ, യെസ്, റെഡിയാണോ? അപ്പോൾ വാർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഗ്രാമർ നമ്മൾ നാളെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഗ്രാമർ നാളെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ.
ഇനി പഠിച്ചാൽ A+ കിട്ടുമോ? അത് നിങ്ങളുടെ കയ്യിലുള്ള കോണ്ടന്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇനി പഠിച്ചാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മുമ്പ് പഠിച്ച ഓർമ്മയുള്ള ആളാണെങ്കിൽ ശരിയാണ്, നിങ്ങൾ ഇനിയും കുറച്ചും കൂടെ പഠിച്ചാൽ മതി, A+ കിട്ടും. മുമ്പ് പഠിച്ചത് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല, ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ A+ കിട്ടില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. യെസ്, നോക്കിക്കേ, നമ്മൾ ഈ ചാപ്റ്റർ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ്, ഗ്രാമർ നമ്മൾ നാളെ പഠിക്കും കേട്ടോ, 5 മണിക്ക്, രാവിലെ 5 മണിക്ക് എണീറ്റ് ഇവിടെ കാണണം മിസ്സിൻ്റെ കുട്ടികളെ ഇവിടെ. ഓക്കെ, ഗ്രാമർ നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ അടിപൊളിയായിട്ട് മിസ്സ് സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ടായിരിക്കും. മിസ്സിൻ്റെ വാക്കാണ് കേട്ടോ, വിശ്വസിക്കാം, പരിശുദ്ധമാണ്, ഏതോ ഒരു പരസ്യത്തിൽ. ഓക്കെ, വാർ എന്താണ്? നമ്മുടെ ലൂയി പിരൻഡെല്ലോ എഴുതിയിട്ടുള്ള വാറിനെ നമ്മൾ സമ്മറി ആക്കിയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പം സമ്മറിയാണ് നോക്കുക. സ്പിൽമാൻ എന്നൊക്കെ പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. സ്പിൽമാനോ? ട്രെയിൻ ജേർണി. സ്പിൽമാൻ ഏതാ ചാപ്റ്റർ? വേറെ ചാപ്റ്റർ അല്ലേ? യെസ്, റെഡി കേട്ടോ. അപ്പം നിങ്ങൾ റെഡി ആണെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യാം, നമ്മൾ നാളെ എക്സാം തൂക്കും. അതാണ് ആരാ പറഞ്ഞേ? എസ് വോൾഫ്. ഓക്കെ, ആരാണെങ്കിലും അതാണ്, ആ സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത്. വല്ലതും പഠിച്ചിട്ട് കൂടി ഉണ്ടാവണേ. ഓക്കെ, വല്ല അറിയും കൂടെ വേണം കേട്ടോ. അത് ഉണ്ടാവുന്ന മിസ്സിനെ അറിയാം, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. യെസ്, അപ്പൊ എല്ലാവരും ഫയർ ഇമോജിസ് ഇടാ. ഫുൾ ഓൺ സെറ്റ് ആയിട്ടിരിക്കുക, ഫുൾ ഓൺ പവറിലിരിക്കുക, ഫുൾ ഓൺ എനർജിയിലിരിക്കുക. നമ്മൾ ഇതാ തുടങ്ങുവാണ് മക്കളെ, തുടങ്ങുവാണ്. നമ്മുടെ വാർ എന്നുള്ള ചാപ്റ്ററിന്റെ സമ്മറിയാണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ട്രെയിൻ ജേർണി തുടങ്ങുകയാണ്. അപ്പൊ ആ സീൻ എന്തായിരുന്നു? ട്രെയിനിലുള്ള സീനല്ലേ, ട്രെയിൻ ജേർണി. നമ്മുടെ ട്രെയിൻ വരികയാണ്. പാസഞ്ചേഴ്സ് ട്രാവൽ ഇൻ എ സെക്കൻഡ് ക്ലാസ് ട്രെയിൻ കമ്പാർട്ട്മെന്റ്. ഒരു സെക്കൻഡ് ക്ലാസ് ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ പാസഞ്ചേഴ്സ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എ വുമൺ ഇൻ മോർണിംഗ് ആൻഡ് ഹർ തിൻ ഹസ്ബൻഡ് ഗെറ്റ്സ് ഇൻ. ഓക്കെ, ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട്, അങ്ങനെ കരഞ്ഞ് മോർണിംഗ് എന്ന് വെച്ചാൽ വിലപിക്കുക അല്ലേ, അതിനൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കരയുന്ന ആ കരച്ചിലുണ്ടല്ലോ, അങ്ങനെ കരഞ്ഞുകൊണ്ട്. അതുപോലെ അവരുടെ തിന്നായിട്ടുള്ള വളരെ തടി കുറഞ്ഞിട്ടുള്ള അവരുടെ ഹസ്ബൻഡും കൂടെ ആ ട്രെയിനിലോട്ട് കയറുകയാണ്. ദ വുമൺ ഇസ് വെരി സാഡ് ആൻഡ് ഹൈഡ്സ് ഹെർ ഫേസ്. വുമൺ ഭയങ്കര സാഡാണ്, അവളുടെ ഫേസ് ഒക്കെ ഹൈഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് കയറുന്നത്. ദ ഹസ്ബൻഡ് പൊളൈറ്റ്ലി താങ്ക്സ് എവരിവൺ. അപ്പൊ ഹസ്ബൻഡ് എന്താണ്, ആ വൈഫിനെ ഇങ്ങനെ പിടിച്ച് സങ്കടത്തിലാണ്, വൈഫിനെ നോക്കുന്നുണ്ട്, സങ്കടത്തിലാണ്, എല്ലാവരും നോക്കുന്നു, താങ്ക് യു അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടാണ് നമ്മുടെ ഹസ്ബൻഡ് വരുന്നത്. ഭയങ്കര പൊളൈറ്റ് ആയിട്ട് എല്ലാവരും ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഹസ്ബൻഡ് വരുന്നത് കേട്ടോ. ദ കപ്പിൾ സോറോ. ഇനി ഈ കപ്പിളിന് എങ്ങനെയാണ് സങ്കടം വന്നത്, ഇവർക്ക് എന്താണ് ഇവരുടെ സങ്കടത്തിന്റെ കാരണം എന്നുള്ളതാണ് അടുത്തത്. ദ ഹസ്ബൻഡ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ദർ ഓൺലി സൺ ഈസ് ഗോയിങ് ടു ദ വാർ ഫ്രണ്ട്. ഒച്ചോ, സങ്കടം അല്ലേ? എന്താണ് ഹസ്ബൻഡ് പറയാണ്, ഞങ്ങളുടെ ഒരേ ഒരു മകൻ അല്ലെ, ഞങ്ങളുടെ ഓൺലി സൺ ഈസ് ഗോയിങ് ടു ദ വാർ ഫ്രണ്ട്. യുദ്ധഭൂമിയിലേക്ക് ഞങ്ങളുടെ ഒരേ ഒരു മകൻ ദാ ഞങ്ങൾ പോകുകയാണ് എന്ന് ഹസ്ബൻഡ് പറയാണ്. They moved from Salmona to Rome just to be near him. ഓക്കെ, അപ്പോൾ അവൻ എവിടെയാണ്? റോമിലോട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് അവനെ കാണാൻ വേണ്ടി മാത്രം, അവൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ സൽമോണയിൽ നിന്നും റോമിലോട്ട് എത്തിയിട്ടുള്ളത് എന്ന് ആര് പറയാണ്? ഹസ്ബൻഡ് പറയും. വോട്ട് ഇൻ ആക്ടിങ്. എന്താ ചെയ്യുക മക്കളെ, ഞാൻ ഇത്രയും ടാലൻറ്റഡ്, സ്കിൽഫുൾ, ബ്യൂട്ടിഫുൾ, അങ്ങനെയൊക്കെ ആയിപ്പോയി. യെസ്, തിരിച്ചു വരാം. They were promised he wouldn't be sent soon, but now he must go. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഇവനെ പെട്ടെന്ന് തന്നെ അയക്കേണ്ടി വരില്ല, കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണ്, ഇപ്പം അവൻ എന്തായാലും പോകണം എന്നുള്ള അവസ്ഥയാണ് ഉള്ളത്. ഓക്കെ, അവൻ പോകണം. യെസ്, the woman is suffering deeply and angrily moves around in grief. Okay, woman എന്താണ്, ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്, വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. and angrily moves around in grief. സങ്കടത്തിൽ എന്താണ്, എന്നെ വീട് എന്നൊക്കെ കാണിച്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. ഓക്കെ, ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഇനി മറ്റ് പാസഞ്ചേഴ്സിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ യുദ്ധ കാലഘട്ടമാണ്, സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമാണ്. അപ്പൊ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലായിടത്തും എന്താണ്, ഈ പറയുന്ന വാർ ഫ്രണ്ടിലേക്ക് പോകുന്ന മക്കൾ, അവരെ കണ്ട് സങ്കടപ്പെടുന്ന അമ്മമാർ. ഓക്കെ, ഇങ്ങനെ പറയുന്നല്ലോ, വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. പട്ടാളക്കാരൊക്കെ ഉള്ള വീട്ടുകാരാണെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക്. ശരിക്കും ഹാറ്റ്സ് ഓഫ്. ശരിക്കും എന്താ പറയുക, വലിയൊരു സംഭവമാണ്. അവർക്ക് അറിഞ്ഞു വെച്ചിട്ടല്ലേ അവർ പോകുന്നത്. അത്രയും നമുക്കൊക്കെ വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് തമാശയാക്കേണ്ട കാര്യമല്ല. സ്റ്റിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് കൊണ്ടുള്ള അക്രാന്തം കൊണ്ടാണ് മിസ് ഇങ്ങനത്തെ ഓരോ കൊപ്രായങ്ങൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പോർഷനിലോട്ട് കിടക്കാം. മറ്റ് പാസഞ്ചേഴ്സ് അവരുടെ പെയിൻ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞത്?
നാഗവല്ലിയോ. Another man says his son was sent on the very first day of war and is already wounded twice. Okay, ഒരു വേറെ ആള് പറയാണ് അയാളുടെ മകൻ ഓൾറെഡി എന്താണ് ഫസ്റ്റ് ഡേ തന്നെ വാറിന് അവനെ വിളിച്ചോണ്ട് പോയി, എന്നിട്ട് ഇപ്പോൾ ആ 2 തവണ അവന് wounded ആയിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയാണ്. Someone else says he has 2 sons and 3 nephews at the front. വേറൊരാൾ പറയാണ് 2 മക്കളും അവരുടെ 2 മകന്മാർ എന്ന് പറയില്ല അല്ലേ, 2 മക്കൾ. ഓക്കെ, 2 ആൺമക്കളും അതുപോലെ തന്നെ 3 നെഫ്യൂസും 3 അനന്തരവന്മാരും അദ്ദേഹത്തിൻ്റെ യുദ്ധഭൂമിയിലാണ് ഉള്ളത്. They all say parental love is equal for all children. അപ്പോൾ അവർ പറയണെന്താ, പാരൻ്റൽ ലവ് എന്ന് പറയുന്നത് ഒരു മകനുള്ള ആൾക്ക് കൂടുതൽ സങ്കടം, 2 മക്കളുള്ളവർക്ക് കുറച്ച് സങ്കടം, 3 മക്കളുള്ളവർക്ക് കുറച്ചും കൂടെ സങ്കടം, അങ്ങനെയല്ല അല്ലേ. പാരൻ്റൽ ലവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആണ്. ഇപ്പം നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ പറയും എൻ്റെ ഈ 2 കണ്ണ് പോലെയാണ് നിങ്ങൾ 2 പേരും എന്നൊക്കെ കുറേ ഡൗട്ട്സ് പറയും അല്ലേ. എസ്പിൽമാൻ അതെങ്ങനെയാണ്, നിങ്ങൾ ചാപ്റ്റർ മാറി വന്നിരിക്കണു കേട്ടോ. അഭിഷേകേ ചാപ്റ്റർ മാറിപ്പോയിരിക്കണു കുട്ടിയെ. ഏതാ ചാപ്റ്റർ? സ്പിൽമാൻ ഏതാ ചാപ്റ്റർ? സ്പിൽമാൻ ഏതാ ചാപ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചാറ്റ് ബോക്സിലുള്ള ബാക്കിയുള്ള വിദ്വാൻമാരൊക്കെ വേഗം പറഞ്ഞു കൊടുക്കുക. ഏതാണ് ഈ ചാപ്റ്റർ? സ്പിൽമാൻ്റെ ചാപ്റ്റർ ഒന്ന് പറഞ്ഞേ. ഇതെന്തപ്പ കഥ, നിങ്ങൾക്കറിയില്ലേ? സ്പിൽമാൻ്റെ ചാപ്റ്റർ ഏതാ? വേഗം പറ. യെസ്, സാറോ പറയുന്നൊക്കെ കേൾക്ക്. സാറോ കറക്റ്റായിട്ട് പറഞ്ഞു. അഥർവ് അതന്നെ. ഇതേതാ നമ്പരിക്കുട്ടി? അതന്നെ, ഇൻഡാറ്റിക്കാണ് കേട്ടോ മോനെ, തെറ്റിപ്പോയിരിക്കണു അഭിഷേക്. അതല്ല കേട്ടോ, നമ്മൾ പഠിക്കുന്നത് വാറാണ്, ആറ്റിക്കല്ല കേട്ടോ, ഗുണ്ടകളല്ല. അപ്പോൾ എന്താ പറഞ്ഞത്? പാരൻ്റൽ ലവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആണ് എന്ന് പറയാണ്. ഓക്കെ, യെസ്. ഇനി ഡിബേറ്റ് ഓൺ പാരൻ്റൽ ലവ്. അപ്പോൾ അവിടെ ഒരു ടോക്കായില്ലേ പാരൻ്റൽ ലവ് എന്നുള്ള കാര്യത്തിൽ. അസീം, യെസ്, പാരൻ്റൽ ലവിനെ പറ്റി അവർ ടോക്ക് ആവാണ്, ഡിബേറ്റ് ആവാണ്. ദ ഹസ്ബൻഡ് സേസ്, അപ്പോൾ ഹസ്ബൻഡ് പറയാണ് ഹാവിങ് 1 son ഈസ് ഹാർഡർ. ഒരു മകനുള്ളത് എത്ര സങ്കടകരമായ കാര്യമാണെന്നറിയോ. ഇഫ് യു ലൂസ് ഹിം യു ലൂസ് എവറിത്തിങ്. നിങ്ങൾക്ക് അവനെ നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഒരു മകൻ മരിച്ചു, ഒരേ ഒരു മകനായിരുന്നു അല്ലേ. അത് അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ. അവർക്ക് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ഓക്കെ, യെസ്. അപ്പം അനദർ മാൻ, മറ്റൊരു മനുഷ്യൻ ഡിസഗ്രി ചെയ്തുകൊണ്ട് പറയുവാണ് ലവ് ഈസ് നോട്ട് ഡിവൈഡഡ് എമംഗ് ചിൽഡ്രൻ. ഈ ലവ് എന്ന് പറയുന്ന കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഡിവൈഡഡ് ആയി പോകുന്നില്ല. ഒരാൾക്ക് നീ പിടിച്ചോ കുറച്ച് സ്നേഹം, നീ പിടിച്ചോ കുറേ സ്നേഹം, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും ഒരുപോലെ തന്നെ സ്നേഹം എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഒരുപോലെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഏതില്ലത്തെയാ? മേമന ഇല്ലത്തെ വാമനൻ നമ്പൂതിരി. ഓക്കെ, യെസ്. അപ്പോൾ മറ്റൊരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞല്ലേ, യു ലവ് ഈച്ച് ചൈൽഡ് ഫുള്ളി. നിങ്ങൾ ഓരോ കുട്ടികളെയും എന്താണ്, ഓരോ കുട്ടികളെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് അല്ലേ. മുനീറേ കണ്ണിച്ചിമ്മ മനസ്സിലായോ? ഒരേപോലെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ഫുള്ളിയാണ് സ്നേഹിക്കുക. ഓക്കെ, പുള്ളിയല്ല ഫുള്ളി സ്നേഹിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു സ്റ്റൗട്ട് മാൻ ഉണ്ട് അവിടെ അല്ലേ. ദ സ്റ്റൗട്ട് മാൻ സ്പീക്ക് സ്ട്രോങ്ലി. വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ സ്റ്റൗട്ട് മാൻ സംസാരിച്ചു വരുവാണ്. എന്താണ് പറയുന്നത് അദ്ദേഹം? A stout red-faced man interrupts with the strong words. സ്ട്രോങ് വേർഡ്സും കൊണ്ട് ഒരു സ്റ്റൗട്ട് മാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സും കൊണ്ട് വരാണ്. ഒരു റെഡ് ഫേസ് ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് സ്ട്രോങ് വേർഡ്സ് സംസാരിക്കാം. He says children don't belong to parents. ഈ കുട്ടികൾ എന്ന് പറയുന്നത് പാരൻസിൻ്റെ അല്ല എന്ന് ആര് പറയുന്നു? നമ്മുടെ സ്റ്റൗട്ട് മാൻ പറയാണ്. നമ്മുടെ അല്ല, പാരൻസിൻ്റെ അല്ല കുട്ടികൾ എന്നാണ് പറയുന്നത്. ഓക്കെ, പാരൻസ് ബിലോങ് ടു ചിൽഡ്രൻ. പാരൻസ് കുട്ടികളുടേതാണ്, അതൊക്കെയാണ്. ഓക്കെ, നമ്മൾ പാരൻ്റ് ആണെങ്കിൽ നമ്മൾ ആ കുട്ടീനെ നോക്കണം, അതൊക്കെ. പക്ഷേ കുട്ടികൾ നമ്മുടെ മാത്രം സ്വത്ത് അങ്ങനെ പറഞ്ഞിട്ടിരിക്കരുത് എന്നാണ് നമ്മുടെ സ്റ്റൗട്ട് മാൻ പറയുന്നത്. ഓക്കെ, യെസ്. പാരൻസ് ഡോണ്ട് തിങ്ക് ഓഫ് ദ കൺട്രി വെൻ ഗിവിങ് ബർത്ത്, ദ തിങ്ക് ഓഫ് ലവ്. ഓക്കെ, പാരൻസ് ഒരിക്കലും കുട്ടികളെ ജനിപ്പിക്കുമ്പോൾ അവർ കൺട്രീനെ പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല, രാജ്യത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. ദ തിങ്ക് ഓഫ് ലവ്, അവർ സ്നേഹത്തിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുക. വെൻ ചിൽഡ്രൻ ഗ്രോ അപ്പ്, കുട്ടികൾ വലുതാകുമ്പോൾ ദ ഫീൽ മോർ ലവ് ഫോർ ദ കൺട്രി, അവർക്ക് കൺട്രിയോട് സ്നേഹം വരും എന്നാണ് പറയുന്നത്. ഓക്കെ, കൺട്രിയോട് അതിൽ അർത്ഥം മാറാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടടാ, പേടിക്കണ്ട കേട്ടോ. ഓക്കെ, ഹി സേസ് എ ഫാദർ വുഡ് ഗ്ലാഡ്ലി ടേക്ക് ഹിസ് സൺസ് പ്ലേസ് അറ്റ് ദ ഫ്രണ്ട്. അപ്പോൾ ഫാദർ പറയണം, ഒരു ഫാദർ എന്ന് പറഞ്ഞു അദ്ദേഹം പറയുന്നത്, ഒരു ഫാദർ എപ്പോഴും എന്താണ് സന്തോഷത്തോടു കൂടെ ഒരു മകന് പകരം യുദ്ധഭൂമിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. കാരണം അവർക്ക് എന്താണ് സ്നേഹം, അവർക്ക് എന്താണ് വലുത്? അവർക്ക് ഈ ഒരു മകൻ ആണ് വലുത് അല്ലേ. അല്ലാതെ ഒരിക്കലും വേറെ അവർക്ക് കൺട്രീൻ്റെ അടുത്തുള്ള സ്നേഹം അതൊന്നല്ല ഉള്ളത്. ഓക്കെ, യെസ്.
അപ്പോൾ ഹിസ് ഹീറോയിക് സൺ, അദ്ദേഹത്തിൻ്റെ ഹീറോയിക് സണ്ണിനെ പറ്റിയുള്ള സംസാരമാണ്. പിന്നെ ഹി പ്രൗഡ്ലി സേസ് ഹിസ് സൺ ഡൈഡ് ഹാപ്പിലി, അദ്ദേഹം പ്രൗഡായിട്ട് പറയാണ്, വളരെ പ്രൗഡായിട്ട് പറയാണ് എന്താണ്, എൻ്റെ മകൻ വളരെ ഹാപ്പി ആയിട്ടാണ് മരിച്ചത്. സെർവിങ് ഹിസ് കൺട്രി, നമ്മുടെ രാജ്യത്തിനെ സെർവ് ചെയ്തുകൊണ്ടാണ് അവൻ മരിച്ചത് എന്ന് പറയുവാണ്. ഓക്കെ, ഹിസ് സൺ സെൻഡ് എ ഫൈനൽ മെസ്സേജ് സേയിങ് ഹി ഡൈഡ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അവസാനം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതായത് അവൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മേക്ക് സീൻ ഇവിടെ വെച്ച് വേണ്ട. ഓക്കെ, ഹി ക്ലെയിംസ് that is why he does not wear morning clothes. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയണം, ഞാൻ അതുകൊണ്ടാണ് മോർണിംഗ് ഡ്രസ്സ് ഒന്നും ധരിക്കാത്തത്. മോർണിംഗ് ഡ്രസ്സ് എന്ന് വെച്ചാൽ രാവിലെ ഇടുന്ന വസ്ത്രം എന്നല്ല, എന്നല്ലേ വിലപിക്കുമ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇടും, സങ്കടം, നമ്മുടെ മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ മരണം സംഭവിച്ച വീട്ടുകാർ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്താണ്, എൻ്റെ മകന് അത് ഇഷ്ടമല്ല, എൻ്റെ മകൻ കൺട്രിക്ക് വേണ്ടി മരിച്ചാണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മരിച്ചത് എന്ന് പറയണം. ദ വുമൻസ് റിയലൈസേഷൻ, നിങ്ങൾ അപ്രീസിയേഷൻ നോട്ട് ചോദിക്കുന്നുണ്ട്, അപ്രീസിയേഷൻ നോട്ടായിട്ട് മിസ് അയച്ചു തരുന്നുണ്ടാവും കേട്ടോ, അപ്രീസിയേഷൻ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. അപ്പോൾ അത് പേടിക്കണ്ട. നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ചാപ്റ്റർ കുറച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കോസ് എടുത്തു തരും. ഓക്കെ, യെസ്. എന്നിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസിൽ ഡൗട്ട് ഉണ്ട്, കുറച്ചും കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ പോർഷൻസ് അവസാനം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ മിസ്സിന് പേഴ്സണലി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മിസ് നാളെ രാവിലെ വരുമ്പോൾ അതും കൂടെ പറഞ്ഞുതരും. ഓക്കെ കേട്ടോ, ഇതിലേക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് കിട്ടും കേട്ടോ, എല്ലാത്തിനും ക്യാരക്ടർ സ്കെച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അതിൽ നോട്ട്സ് കിട്ടും. ഓക്കെ, റീലിൽ നോക്കിയാൽ മതി. ഇപ്പം പോകാൻ നിൽക്കേണ്ട ആരും ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. റെഡി? അപ്പോൾ മിസ്സിന് ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ് ഇങ്ങനെ ഇടയിൽ പറയുമ്പോൾ നമ്മൾ അത് നോക്കി റീൽസൊക്കെ നോക്കി സമയം പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവസാനം നോക്കിയാൽ മതി. അപ്പോൾ ഈ വുമൺ ഇതൊക്കെ കേട്ട് കിളി പോയില്ലേ, ഞാൻ ഇത്ര നേരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ വാർ ഫ്രണ്ടിൽ പോയി എന്ന് പറഞ്ഞിട്ടാ, ഇയാളുടെ മകൻ മരിച്ചിട്ട് ഇയാൾ ഇത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ വുമൺ കിളി പോയി. ദ വുമൺ ലിസൺസ് ക്വയറ്റ്ലി, ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു വുമൺ. ഷീ റിയലൈസസ് അതർ പാരൻസ് സീം സ്ട്രോങ്ങർ ആൻഡ് ബ്രേവർ ദാൻ ഷീ ഈസ്. ഓക്കെ, അവർക്ക് തോന്നുകയാണ് മറ്റ് പാരൻസ് ഒക്കെ എന്നെക്കാളും സ്ട്രോങ്ങർ ആണ്, ബ്രേവർ ആണ് എന്ന് തോന്നുന്നത്. ഷീ ഫീൽസ് ഷീ ഹാസ് ബീൻ റോങ് ടു തിങ്ക് ഓൺലി ഷീ സഫേഴ്സ്, അവർ മാത്രമേ സഹിക്കുന്നുള്ളൂ, അവർക്ക് മാത്രമേ സങ്കടമുള്ളൂ എന്ന് ചിന്തിച്ചത് തെറ്റായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഓക്കെ, യെസ്. ദ സഡൻ ബ്രേക്കിംഗ് പോയിന്റ്, ഇനി സഡൻ ആയിട്ടൊരു ബ്രേക്കിംഗ് പോയിന്റ്. ഷീ സഡൻലി ആസ്ക്സ് ദ സ്റ്റൗട്ട് മാൻ. അപ്പോൾ സ്റ്റൗട്ട് മാൻ്റെ അടുത്ത് അവസാനമായിട്ട് അവർ പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ്, ഈസ് യുവർ സൺ റിയലി ഡെഡ്? നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ? Everyone is shocked. എല്ലാവരും ഷോക്കായിപ്പോയി. The stout man looks at her and realizes the truth deeply. സ്റ്റൗട്ട് മാൻ എന്താണ്, അവരെ നോക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് റിയലൈസ് ആവുന്നത്, ഓക്കെ, എൻ്റെ മകൻ മരിച്ചുപോയി എന്നുള്ള കാര്യം ഡീപ്പായിട്ട് ആ ട്രൂത്ത് അദ്ദേഹത്തിനെ എന്താണ് റിയലൈസ് ചെയ്യാണ്. ഹി ബിഗിൻസ് ടു ക്രൈ അൺകൺട്രോളബിളി അൺഎബിൾ ടു പ്രിറ്റൻഡ് എനിമോർ. ഇനി അഭിനയിക്കാൻ വയ്യ, ഇനി നടിക്കാൻ വയ്യ എന്ന വണ്ണം അദ്ദേഹം എന്താണ് അൺകൺട്രോളബിളി, നിയന്ത്രിതമായിട്ട്, നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ അത്രത്തോളം അയാൾ പൊട്ടി കരയുവാണ്. ഓക്കെ, ഫുഡ് കഴിക്കാൻ ടൈമായി. നിങ്ങളിതൊക്കെ ആരോടെ പറയണമെന്നറിയോ? എന്നോട്. ഞാൻ കഴിച്ചിട്ടില്ല. ഇൻസ്റ്റഗ്രാമില്ല. കുഴപ്പമില്ല. മിസ് എന്തായാലും ഇതിന് നോട്ട്സ് അയക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം, മിസ് നോട്ട്സ് ഈ അപ്രിസിയേഷനും കൂടെ അയക്കാം കേട്ടോ. പേടിക്കണ്ട. ഇല്ലെങ്കിൽ നാളത്തെ മോർണിംഗ് ബൂസ്റ്റർ കഴിയുമ്പോഴത്തേനും മിസ് അതിൻ്റെ നോട്ട്സ് അയക്കും കേട്ടോ. എൻഡിങ്, അവസാനം എന്താ ഉണ്ടാവുന്നത്? എവ്രി വൺ ഫൈനലി അണ്ടർസ്റ്റാൻഡ്സ്, എല്ലാവരും അവസാനം മനസ്സിലാക്കാണ്. ഓൾ പാരൻസ് സഫർ ഗ്രേറ്റ്ലി, എല്ലാ പാരൻസും വളരെയധികം സഫർ ചെയ്യുന്നുണ്ട്. ഗ്രീഫ് കാൺ ബി ഹിഡൻ വിത്ത് ബിഗ് വേർഡ്സ് ഓർ ബ്രേവറി. ഓക്കെ, ഗ്രീഫ് എന്ന് പറയുന്നത്, സങ്കടം എന്ന് പറയുന്നത് ഒരിക്കലും ഹിഡൻ, ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. വലിയ വേർഡ്സും ബ്രേവറി ഒക്കെ പറഞ്ഞുകൊണ്ട് ഒളിപ്പിച്ച് വെക്കാനായിട്ട് സാധിക്കില്ല. ദ പെയിൻ ഓഫ് ലൂസിങ് എ ചൈൽഡ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് ഹാർട്ട് ബ്രേക്കിംഗ്. പെയിൻ, അതായത് ഒരു കുട്ടിയെ നഷ്ടപ്പെടുക എന്നുള്ള പെയിൻ യൂണിവേഴ്സലാണ്, ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. ഓക്കെ, അത് എല്ലായിടത്തും എന്താണ് ഒരുപോലെ തന്നെയാണ് പാരൻസിന് ആ ഒരു സങ്കടം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ക്ലിയർ ആണോ? മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണോ? ചാപ്റ്റർ ക്ലിയർ ആണെങ്കിൽ വേഗം തന്നെ മിസ്സിന് ആവശ്യമുള്ള ആ ഒരു ഇന്ന് തന്നെ ഇടാട്ടോ. യെസ്, ആ ഒരു റെഡ് ഹാർട്ട്സ് വേഗട്ടെ. റെഡ് ഹാർട്ട്സ് ശിവാനിക്കുട്ടി പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല, ഉറപ്പായിട്ടും മിസ് അയക്കുന്നതായിരിക്കും കേട്ടോ. മിസ്സേ വിശക്കുന്നു. ഞാനിപ്പോൾ എന്താണ്, ഇവിടെ ബുക്ക് സെറ്റ് മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത വർഷം നിങ്ങൾക്ക് തിന്നാനുള്ളതാ. മന്തി ഓർഡർ ചെയ്യാനോ? അത് ക്ലാസ് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യാം.
മിസ്സിന് ഇനി +1 കൂടെ ഉണ്ട്. യെസ്, മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൗട്ട് മാൻ്റെ ക്യാരക്ടർ സ്കെച്ചിലോട്ട് ഒന്ന് പോകാം. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. ഗ്രീഫ് എന്ന് വെച്ചാൽ സങ്കടം മോനെ, സങ്കടം കേട്ടോ, വിഷാദം അല്ലെങ്കിൽ സങ്കടം. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഡൗട്ട്സ് ആണോ ചോദിക്കുന്നത്? ഡൗട്ട്സ് ഉണ്ടോ? ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓൺലി ഫോർ ഹരിജ മിസ്. അതൊക്കെ സ്നേഹം കേട്ടോ. ചെയ്യട്ടെ, സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എക്സാം? ഒച്ചോടാ, വേണ്ട കേട്ടോ. താങ്ക് യു. മോർണിംഗ് ബൂസ്റ്റർ എത്ര മണിക്കാണ്? 5 മണിക്ക് കേട്ടോ. മിസ്സിന് അച്ചോടാ, മിസ്സിന് ആ ഒരു ഇൻസ്റ്റാഗ്രാം ID മെസ്സേജ് ചെയ്താൽ മതി, മിസ് കാണും കേട്ടോ. റെഡി? അപ്പോൾ ഇതാ നമ്മൾ ക്യാരക്ടർ സ്കെച്ചിലോട്ട് കടക്കാൻ പോവാണേ. ക്യാരക്ടർ സ്കെച്ച് മിസ് ഇതിൽ കുഞ്ഞതായിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതും കൂടെ മിസ് പറഞ്ഞുതരാം കേട്ടോ. റെഡി? നോക്കിക്കേ, ശ്രദ്ധിച്ചിരുന്നേ, നോക്കിക്കേ. സ്റ്റൗട്ട് മാൻ ഒരു സ്ട്രോങ് ലുക്കിംഗ് ആയിട്ടുള്ള, റെഡ് ഫേസ് ഉള്ള, ബ്രൈറ്റ് ആയിട്ടുള്ള, ബൾജിങ് ആയിട്ടുള്ള ഐസ് ഉള്ള ഒരാളാണ്. ശരിയല്ലേ? എന്താ പറഞ്ഞേ? സ്ട്രോങ് ലുക്കിംഗ് ആയിട്ടുള്ള, റെഡ് ഫേസ് ഉള്ള, ബ്രൈറ്റ് ആൻഡ് ബൾജിങ് ഐസ് ഉള്ള ആളാണ്. കറക്റ്റ് അല്ലേ? ഫിസിക്കൽ അപ്പിയറൻസ് ആയില്ലേ? ഇനി പറയാണ് ആൾ സംസാരിക്കുമ്പോൾ പ്രത്യേകത പറയണ്ടേ? ഹി സ്പീക്സ് ലൗഡ്ലി, ഉറക്കെയാണ് സംസാരിക്കുക. മിസ് സംസാരിക്കുന്ന പോലെ ഉറക്കെയാണ് സംസാരിക്കുക. ആൻഡ് കോൺഫിഡൻ്റ്ലി, അല്ലേ? മിസ് സംസാരിക്കുന്ന പോലെ കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുക. കിട്ടിയല്ലോ? ഇനി ഹി സേസ് ദാറ്റ് പാരൻസ് ഷുഡ് ബി പ്രൗഡ് ഇഫ് ദർ ചിൽഡ്രൻ ഡൈ ഫോർ ദ കൺട്രി. അദ്ദേഹം പറയുകയാണേ, എന്താ പറഞ്ഞത്? പാരൻസ് പ്രൗഡ് ആയിരിക്കണം, അവരുടെ ചിൽഡ്രൻ കൺട്രിക്ക് വേണ്ടി മരിച്ചാൽ പ്രൗഡ് ആയിരിക്കണം എന്നുള്ള ഒപ്പീനിയൻ ആണ് പറയുന്നത്. ഓക്കെ, ഹി ട്രൈസ് ടു ആക്ട് ബ്രേവ് ആൻഡ് കാം. അദ്ദേഹം ബ്രേവ് ആയിട്ടും കാമായിട്ടും ആക്ട് ചെയ്യുന്നു. ഓക്കെ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര കാമാണ്, ഞാൻ ഭയങ്കര ബ്രേവ് ആണ് എന്ന് ആക്ട് ചെയ്യുന്നു ആരാ? സ്റ്റൗട്ട് മാൻ. ഓക്കെ, മിറർ പോം മക്കളെ, നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിറർ പോമിൻ്റെ സമ്മറി കാര്യങ്ങളൊക്കെ മിസ് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ. അതൊന്ന് ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ട്, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടേ, ലൈവ് കഴിഞ്ഞിട്ട് എൻ്റെ ശുണ്ടാപ്പികളൊക്കെ അവിടെ പോയിട്ട് ആ ക്ലാസ്സും കൂടെ കാണണം കേട്ടോ. അതുപോലെ തന്നെ പോമിൻ്റെ അപ്രീസിയേഷൻ ചോദിക്കുന്ന മക്കളാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് പോംസ് എടുത്തിട്ടുള്ള ദിവസമല്ലേ, കംപ്ലീറ്റ് പോംസ് എടുത്തിട്ടുള്ള ആ ഒരു ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട്സും എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഡൗട്ട് ഒക്കെ മാറിയല്ലോ അല്ലേ? സുന്ദരൻ, സുമുഖൻ, സുശീലനാണ് സ്റ്റൗട്ട് മാൻ. ആയിക്കോട്ടെ. മിസ്സിൻ്റെ പേരൊന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു കൊടുത്തേ. യെസ്, ഇനി നോക്കിക്കേ. ആൻഡ് ഹി ടെൽസ് അതേഴ്സ് നോട്ട് ടു ക്രൈ. മറ്റുള്ളവർ പറയാണ് കരയരുത് എന്ന് പറയുന്നുണ്ട് അല്ലേ? ബട്ട് ഡീപ്പ് ഇൻസൈഡ്, പക്ഷെ ഉള്ളിൽ ഹിസ് ഫുൾ ഓഫ് സാഡ്നെസ്. അദ്ദേഹത്തിന് നല്ല സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട്. ഇൻ ദ എൻഡ്, അവസാനം ഹി ബ്രേക്സ് ഡൗൺ ആൻഡ് ക്രൈസ് അൺകൺട്രോളബിളി. അവസാനം എന്താണ്? കരയുന്നു. ആള് അൺകൺട്രോളബിളി അദ്ദേഹം കരയുന്നു, ബ്രേക്ക് ഡൗൺ ആകുന്നു. ദിസ് ഷോസ് ദാറ്റ്, ഇത് കാണിക്കുന്നത് ഹി ട്രൂലി ലവ്ഡ് ഹിസ് സൺ ആൻഡ് വാസ് ഹൈഡിങ് ഹിസ് പെയിൻ. അദ്ദേഹത്തിന്റെ മകനെ ശരിക്കും സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ പെയിൻ അദ്ദേഹം ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ്. ഓക്കെ, ഹരിജ മിസ്. ഓക്കെ, മിസ്സിൻ്റെ പേര് ഹരിജ എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഹരി മിസ് എന്ന് വിളിക്കാം, ഷുണ്ടാപ്പി മിസ്സോ. അത് നമ്മൾ ഭയങ്കര സ്നേഹമുള്ള കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതാണ്. ഓക്കെ, യെസ്. ഇനി എന്താ പറയുന്നത്? ഹി ഈസ് എ ഫാദർ ഹു സഫേഴ്സ് ക്വയറ്റ്ലി ബട്ട് കനോട്ട് ഹൈഡ് ഹിസ് റിയൽ ഫീലിങ്സ്. ഓക്കെ, അദ്ദേഹം ഒരു ഫാദറാണ്. അദ്ദേഹം ക്വയറ്റ് ആയിട്ട്, വളരെയധികം സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്ന ഒരു ഫാദറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിയൽ ഫീലിങ്സ് അദ്ദേഹത്തിന് ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അവസാനം. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമുക്ക് എഴുതാനുള്ളത് കേട്ടോ. യെസ്, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നാൽ നോക്കിക്കേ. തീം ഓഫ് ഗ്രീഫ് ഇൻ ദ സ്റ്റോറി വാർ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഗ്രീഫിനെ പറ്റിയിട്ട്, ഗ്രീഫ് എന്നുള്ള തീമിൽ ഒരു പാരഗ്രാഫ് എഴുതാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും എന്നുള്ള കാര്യമാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. എന്താണ് ലീലാമണി? അല്ലേ ലീലാമണി, നിങ്ങളത് വിട്ടില്ലേ? നമ്മൾ ലീലാമണി നാളെ രാവിലെ 5 മണിക്ക് വീണ്ടും കാണണം കേട്ടോ. യെസ്, ഇനി ശ്രദ്ധിച്ച് നോക്കിക്കേ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതേണ്ടത്? പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് എഴുതണോ, അല്ലെങ്കിൽ 2 പാരഗ്രാഫ് ഇട്ട് എഴുതണോ? വേണ്ട, ഒറ്റ പാരഗ്രാഫ് കേട്ടോ. ആ വിഷയത്തിനെ പറ്റി മാത്രം മതി. ഓക്കെ, നോക്കിയേ. ദ സ്റ്റോറി വാർ ഷോസ് ഹൗ പാരൻസ് ഫീൽ വെൻ ദർ ചിൽഡ്രൻ ഗോ ടു ഫസ്റ്റ് ഫൈറ്റ് ഇൻ എ വാർ. ഓക്കെ, വാറിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ കുട്ടികൾ പോകുമ്പോൾ പാരൻസ് എന്താണ് ഫീൽ ചെയ്യുക എന്നുള്ള കാര്യമാണ് കാണിച്ചിരുന്നത്. എവറി പാരൻറ്റ് ഇൻ ദ ട്രെയിൻ ക്യാരീസ് പെയിൻ ആൻഡ് ഫിയർ ഇൻ ദർ ഹാർട്ട്സ്. ഓക്കെ, അവരുടെ ഹൃദയത്തിൽ ഓരോ പാരൻറ്റും, ആ ട്രെയിനിലുള്ള ഓരോ പാരൻറ്റിൻ്റെ ഉള്ളിലും പെയിൻ ഉണ്ട്, പേടിയുമുണ്ട്. ദേ ട്രൈ ടു ബി ബ്രേവ് ആൻഡ് പ്രിറ്റൻഡ് ടു ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. അവർ ബ്രേവായിട്ട്
ട്രൈ ചെയ്യുന്നുണ്ട് പ്രിറ്റൻഡ് ചെയ്യാനും ഈ ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഈ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻസൈഡ് ദേ ആർ സഫറിങ്, പക്ഷെ അവരുടെ ഉള്ളിൽ അവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The stout man tries to talk strongly about his son's death. ആ സ്റ്റൗട്ട് മാൻ എന്താണ് അദ്ദേഹത്തിന്റെ മകന്റെ മരണത്തെ പറ്റി വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് ഫൈനലി ഹി ബ്രേക്സ് ഡൗൺ, അവസാനം അദ്ദേഹം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഷോയിങ് ദാറ്റ് ഗ്രീഫ് കൻ നോട്ട് ബി ഹിഡൻ, അല്ലെ സങ്കടം ഹൈഡ് ചെയ്യാൻ പറ്റൂല എന്ന് കാണിച്ചിരുന്നതാണ്. ദ സ്റ്റോറി ടെൽസ് us that losing a child is the deepest pain. കുട്ടിയെ നഷ്ടപ്പെടുക, മകനെ നഷ്ടപ്പെടുക, മകളെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഡീപ്പസ്റ്റ് പെയിൻ ആണ്. ആൻഡ് എവറി പാരന്റ് ഫീൽസ് ഇൻ ദർ ഓൺ വേ, അവരവരുടെ രീതിയിൽ ഓരോ പാരന്റും ഇത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹാഫ് പേജ് എഴുതിയാൽ മതി കുട്ടാ, കറക്റ്റ് ആട്ടോ, ഹാഫ് പേജ് എഴുതിയാൽ മതി. ഓക്കെ, പക്ഷെ ആ വിഷയത്തിനെ പറ്റി തന്നെ എഴുതണം കേട്ടോ. അതാണ് നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് എനിക്ക് 2 വാക്ക് സംസാരിക്കാനുള്ളത് അതായിരുന്നു. ശ്രദ്ധിച്ചോ ക്ലാസ് മനസ്സിലായില്ലേ? പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണ്ടേന്ന് ആ പാരഗ്രാഫ് മാത്രം മതി കേട്ടോ, അതിന് 2-3 പാരഗ്രാഫായിട്ടൊന്നും എഴുതണ്ട. റെഡി? അടുത്തത് സ്റ്റൗട്ട് മാൻ ലെറ്റർ എഴുതാണ് കേട്ടോ. അപ്പോൾ മരിച്ച മകനെ പറ്റിയിട്ടൊക്കെ ഒരു ലെറ്റർ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതാന്നുള്ളത്. ഇവിടെ അഡ്രസ്സ് വേണം, ABC സ്ട്രീറ്റ്, എന്നിട്ട് ആ സ്ഥലത്തിൻ്റെ പേരും കൂടി എഴുതാം, പിന്നെ ഇവിടെ ഡേറ്റ് എഴുതാം. ഓക്കെ, ഒരു കുഞ്ഞു ലെറ്റർ ആട്ടോ ഇത്. നിങ്ങൾ ഇങ്ങനെയല്ല എഴുതേണ്ടി വരും, ഇത് കുറച്ചും കൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ കുറച്ചും കൂടെ എഴുതേണ്ടി വരും കേട്ടോ. മൈ ഡിയർ ഫ്രണ്ട്, ഐ ആം റൈറ്റിംഗ് ടു യു വിത്ത് എ ഹെവി ഹാർട്ട്. ഓക്കെ, ഞാനൊരു ഹെവി ഹാർട്ടോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ലെറ്റർ എഴുതുന്നത്. ഹെവി ഹാർട്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഭയങ്കര സങ്കടത്തോടു കൂടെയാണ്, ഒരു ബുദ്ധിമുട്ടല്ലേ, സങ്കടത്തോടു കൂടെയാണ് ഞാനിത് എഴുതുന്നത്. മൈ സൺ ഹാസ് ഡൈഡ് ഇൻ ദ വാർ, എൻ്റെ മകൻ വാറിൽ മരിച്ചുപോയി. ഐ ട്രൈ ടു ബി സ്ട്രോങ് ആൻഡ് പ്രൗഡ് ബിക്കോസ് ഹി ഡൈഡ് ബ്രേവ്ലി ഫോർ ദ കൺട്രി. ഞാൻ കുറേ സ്ട്രോങ് ആയിട്ടിരിക്കാനും പ്രൗഡ് ആയിട്ടിരിക്കാനും നോക്കി, കാരണം എൻ്റെ മകൻ എന്താണ്, ബ്രേവ് ആയിട്ടാണ് ഈ കൺട്രിക്ക് വേണ്ടി മരിച്ചത്. ഐ ടെൽ അതേഴ്സ് ദാറ്റ് ഐ എം താങ്ക്ഫുൾ ഫോർ ഹിസ് കറേജ്, അവൻ്റെ കറേജിന് വേണ്ടിയിട്ട് ഞാൻ താങ്ക്ഫുൾ ആണെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയാറുണ്ട്. ബട്ട് ഇൻസൈഡ്, പക്ഷെ ഉള്ളിൽ ഐ ഫീൽ ഗ്രേറ്റ് പെയിൻ, എനിക്ക് വളരെയധികം വേദനയുണ്ട്. ഐ മിസ് ഹിം എവറി മൊമെൻറ്റ്, എല്ലാ മൊമെൻറ്റും ഞാൻ അവനെ മിസ് ചെയ്യുന്നു. വെൻ ഐ സ്പീക്ക് ഓഫ് ഹിം മൈ വോയിസ് ഷേക്സ്, ഞാൻ അവനെ പറ്റി പറയുമ്പോൾ എൻ്റെ വോയിസ് ഷേക്ക് ആവുന്നുണ്ട്. ഐ പ്രിറ്റൻഡ് ടു സ്മൈൽ, ഞാൻ ചിരിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നുണ്ട്, പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് സം ടൈംസ് ഐ ക്യാൻ നോട്ട് ഹോൾഡ് ബാക്ക് മൈ ടിയേഴ്സ്, പക്ഷേ ചില സമയത്ത് എന്താണ്, എനിക്ക് എൻ്റെ കരച്ചിൽ നിർത്താനായിട്ട് സാധിക്കുന്നില്ല. വാർ ടേക്സ് അവേ അവർ ചിൽഡ്രൻ, നമ്മുടെ കുട്ടികളെ വാർ എടുത്തുകൊണ്ട് പോവാണ്, നമ്മുടെ യുദ്ധം നമ്മുടെ കുട്ടികളെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ആക്സെപ്റ്റ്, ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ഹാർഡാണ്. ഐ ഹോപ്പ് ഗോഡ് ഗിവ്സ് മീ സ്ട്രെങ്ത് ടു ലിവ് വിത്ത് ദിസ് ലോസ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്, ദൈവം എനിക്ക് ഈ ഒരു ലോസ് എന്താണ് സഹിക്കാനുള്ള ശക്തി തരട്ടെ, അത് വെച്ച് ജീവിക്കാനുള്ള ശക്തി തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, എൻ്റെ സ്മൈല് കൊള്ളാമെന്ന് പറഞ്ഞു. ഓക്കെ, ശരി. യുവർ ലവിങ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൻ്റെ പേര് എഴുതുന്നു, നമ്മുടെ ആളുടെ പേര് എഴുതുന്നു കേട്ടോ. സ്റ്റൗട്ട് മാൻ, മനസ്സിലായോ? സാർ ഇവിടെ, സാറ് +1 ക്ലാസ് എടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? താങ്ക് യു ജിതീഷ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് മിസ് അങ്ങോട്ട് പോവും, സാർ ഇങ്ങോട്ട് വരും. കുശാൽക്ക് മുന്തിരിങ്ങ. റെഡി? അടുത്തത് സ്പീച്ച്, ഒരു സ്പീച്ച് എഴുതാനും വന്നിട്ടുണ്ട്, പെയിൻ ഓഫ് വാർ എന്നുള്ള കാര്യത്തിൽ കേട്ടോ, സ്പീച്ച്. അപ്പോൾ ഇത് അർജുൻ സാർ ആയിരിക്കും സ്പീച്ചൊക്കെ എടുക്കുന്നുണ്ടാവുക. നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. എ ഫീനിക്സ് റൈസസ് എന്നുള്ള ചാപ്റ്ററാണ്. ട്വിങ്കിൾ ഗന്നെ എഴുതിയതാണ്. ഇതിലെ ക്യാരക്ടറിൻ്റെ പേര് വേഗം തന്നെ പറഞ്ഞേ, വേഗം ആവട്ടെ. വേഗം പറ. മിസ്സസ് സാർ എവിടെ അതല്ലേ പറഞ്ഞത്? ഗായത്രി കുട്ടി, ഇതിലുള്ള ഒരു യെസ്, അൽഗാടോക്ക്. ഓക്കെ, ആൽഗാടോക്കോ, ശ്രീകാന്ത് ബൊല്ലയോ? അടി തരട്ടെ, എനിക്ക് ഇവിടെ നിന്ന് അടിക്കാനൊന്നും പറ്റില്ലല്ലേ. അർജുൻ ഞാൻ പേര് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീകാന്ത് ബൊല്ലേൻ്റെ ചാപ്റ്ററാ ഇത്? ബബ്ലുവിൻ്റെ ചാപ്റ്റർ അല്ലേടാ? എക്സാം ആണ് കേട്ടോ നാളെ. നോക്കാം. ബബ്ലുവിൻ്റെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബബ്ലുവിൻ്റെ ഏർലി ലൈഫ് നമുക്ക് നോക്കാം. ബബ്ലു കേവത്ത് വാസ് നോട്ട് എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ്, അല്ലേ? ബബ്ലു കേവത്ത് ഒരു നല്ലൊരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഓക്കെ, നമ്മളെപ്പോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഹി റിമെമ്പേർഡ് മേക്കിംഗ് എൻ എഗ് ഇൻക്യുബേറ്റർ അണ്ടർ ഹിസ് സയൻസ് ടീച്ചർ മിസ്സിസ് ശർമാസ് ഗൈഡൻസ്. ഓക്കെ, മിസ്സിസ് ശർമ്മ അദ്ദേഹത്തിൻ്റെ സയൻസ് ടീച്ചറാണ്. അപ്പോൾ അവരുടെ അണ്ടറിലൊരു എഗ് ഇൻക്യുബേറ്റർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓർക്കുന്നുണ്ട് അദ്ദേഹം.
When his father died, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ his mother struggled to take care of the family. അപ്പം അച്ഛൻ മരിച്ചപ്പോൾ അവരുടെ ഫാമിലി നോക്കാൻ വേണ്ടിയിട്ട് മദർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇല്ല, ഓക്കെ. ടു ഹെൽപ്പ് ഹർ, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബബ്ലു എന്ത് ചെയ്തു? സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആയെന്ന് വെച്ചാൽ ആ സ്കൂളിൽ നിന്നും മാറി. ഓക്കെ, പഠിക്കുന്നില്ല, പഠനം നിർത്തി. ആൻഡ് സ്റ്റാർട്ടഡ് വർക്കിംഗ്, അവൻ ജോലി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി വർക്കും മാരേജും കേട്ടോ. ഹി ബിഗേൻ ആസ് എ ഹെൽപ്പർ ഇൻ എ വർക്ക്ഷോപ്പ്. ആദ്യം തന്നെ ഒരു വർക്ക്ഷോപ്പിൽ ഹെൽപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. ബ്രിങ്ങിങ് ടീ ഫോർ ദ ഓണർ, ഓണർക്ക് ടീ ഒക്കെ കൊണ്ടുകൊടുക്കുന്ന, ചായ ഒക്കെ കൊണ്ടുകൊടുക്കുന്ന ഒരു ആൾ. ഓക്കെ, അങ്ങനെയായിരുന്നു. സ്ലോലി, പതുക്കെ ഹി ലേൺഡ് വെൽഡിങ് ആൻഡ് വർക്ക്ഡ് ഹാർഡ്. പതുക്കെ അവൻ വെൽഡിംഗ് ഒക്കെ പഠിച്ചു. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു. ലേറ്റർ, പിന്നീട് ഹി ഈവൻ ടുക്ക് ഓവർ ദ വർക്ക്ഷോപ്പ് ആൻഡ് റാൻ ഇറ്റ്. ഓക്കെ, പിന്നെ അവൻ ആ വർക്ക്ഷോപ്പ് തന്നെ അവൻ ഏറ്റെടുത്തിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് റൺ എന്ന് വെച്ചാൽ അത് ഓടിക്കാൻ, മീൻസ് അത് നടത്തുക. യെസ്, അത് നടത്താനായിട്ട് തുടങ്ങി. വർക്ക്ഷോപ്പ് നടത്തുന്നത് ഇപ്പോൾ അവനാണ്. അങ്ങനെ ബബ്ലുവിന് ഒരു അറേഞ്ച്ഡ് മാരേജ് ഒക്കെ സംഭവിക്കുന്നു. ആരാണ്? ഗൗരി. ഓക്കെ, ആഫ്റ്റർ മീറ്റിംഗ് ഹെർ ഓൺലി വൺസ്, ഒരു തവണ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്കും എന്താണ് അവരെ അറേഞ്ച്ഡ് മാരേജ് ഫിക്സ് ആക്കി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഡിസ്കവറി അബൌട്ട് സാനിറ്ററി നാപ്കിൻസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് മാറാൻ പോവാണ്. സാനിറ്ററി നാപ്കിൻസിനെ പറ്റിയിട്ട് നമ്മുടെ സ്വന്തം ബബ്ലു മനസ്സിലാക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ്? വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ബബ്ലു സോ ഗൗരി ക്യാരിങ് എ റാഗ്. ഓക്കെ, കുറച്ച് പഴന്തുണികളും കൊണ്ട് നമ്മുടെ ഗൗരി പോകുന്നത് ബബ്ലു കാണാണ്. ഹി കെയിം ടു നോ ദാറ്റ് വിമൻ യൂസ്ഡ് ഓൾ റാഗ്സ് ഡ്യൂറിങ് menstruation because sanitary pads were too costly. അപ്പോൾ അവന് മനസ്സിലാവാണ്, വിമൻ എന്താണ് ഈ ഓൾഡ് റാഗ്സ് ആണ് മെൻസ്ട്രേഷൻ ടൈമിൽ യൂസ് ചെയ്യുന്നത് സാനിറ്ററി പാഡ്സിന് പകരം. കാരണം എന്താണ്? സാനിറ്ററി പാഡ്സ് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. ഓക്കെ, യെസ്, എന്തോ മനസ്സിലായോ? റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ നമ്മൾ നാളെ പഠിക്കുന്നേ. ഓക്കെ, യെസ്, നോക്കിക്കേ. സാനിറ്ററി പാഡ്സ് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് റാഗ്സ് ആണ് അവർ മെൻസ്ട്രേഷന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. ഹി വാണ്ടഡ് ടു ഹെൽപ്പ് ഹിസ് വൈഫ് ആൻഡ് സിസ്റ്റർ ലിവ് മോർ ഹൈജീനിക്കലി. അപ്പോൾ ഹി വാണ്ടഡ് ടു ഹെൽപ്പ് ഹിസ് വൈഫ് ആൻഡ് സിസ്റ്റർ. വൈഫും ഉണ്ട്, സിസ്റ്ററും ഉണ്ട് അല്ലേ? ഗൗരിയും ഉണ്ട്, സിസ്റ്ററും ഉണ്ട്. രണ്ടുപേരെയും എന്താണ് ഹൈജീനിക്കലി, ഇത് ഹൈജീൻ അല്ലല്ലോ, ഹൈജീനിക് ആയിരിക്കില്ല ഒട്ടും റാഗ്സ് പഴംതുണികളൊക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? അങ്ങനെ അവരെ ഹൈജീനിക്കലി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രേസൽ വേർബ്സ് പഠിക്കാൻ എന്തെങ്കിലും ട്രിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ്സ്, ഓരോ വർക്ക്ഷീറ്റ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ചിലതിൽ നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റോറിയൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ചില വർക്ക്ഷീറ്റ്സിൽ നമുക്ക് ഓർമ്മ നിൽക്കും. ഓക്കെ, ഇതിൻ്റെ മീനിങ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റോറി, ആ സ്റ്റോറിയിൽ തന്നെ ഈ ഫ്രേസൽ വേർബ്സ് വെച്ച് പഠിക്കാം കേട്ടോ. യെസ്, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, ഭാഗ്യം അല്ലേ. യെസ്, നോക്കിയേ, ഇനി ഫസ്റ്റ് അറ്റംപ്റ്റ് കേട്ടോ. ഓൺ ഹിസ് വേ ഹോം, അങ്ങനെ അദ്ദേഹം എന്താണ് തിരിച്ചു വരുമ്പോൾ ബബ്ലു എന്താണ് ബോട്ട് എ പാക്കറ്റ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആസ് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ ഗൗരി. അങ്ങനെ ഗൗരിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കുകയാണ്. ഹി വാസ് ഷോക്ക്ഡ് അറ്റ് ദ ഹൈ പ്രൈസ്. അപ്പോൾ ഈ ഹൈ പ്രൈസ് കണ്ട് അദ്ദേഹം ആകെ കിളി പോയി. എന്താണ് പറയുന്നത്? 40 rupees ഫോർ ജസ്റ്റ് 10 grams ഓഫ് കോട്ടൺ റാപ്ഡ് ഇൻ എ ഗൂസ്. ഓക്കെ, ഒരു ഗൂസിൽ, ഗൂസ് എന്ന് വെച്ചാൽ ആ തുണി അല്ലേ, അങ്ങനെ കുറേ ഇഴകളുള്ള തുണി, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഈ കോട്ടൺ പഞ്ഞി തിരികെ വെച്ചതിന്, റാപ്പ് ചെയ്ത് വെച്ചതിന് 40 rupees. ഓക്കെ, ഹൈ പ്രൈസ്. അത് കണ്ടപ്പോൾ അവൻ്റെ കിളി പോയി. ഗൗരി വാസ് അൺഹാപ്പി. ഗൗരിക്ക് സന്തോഷമാവുന്ന വിചാരിച്ചേ, പക്ഷേ ഗൗരിക്ക് സന്തോഷമാവല്ല ചെയ്ത, അവൾ അൺഹാപ്പി ആയിരുന്നു. കാരണം എന്താണ് പറഞ്ഞത്? ഇഫ് ദേ ബോട്ട് പാഡ്സ് എവറി മന്ത്, എല്ലാ മാസവും അവർ ഇങ്ങനെ പാഡ് വാങ്ങിക്കഴിഞ്ഞാൽ ദേ വുഡൻറ്റ് ഈവൻ ഹാവ് മണി ഫോർ മിൽക്ക്. അവർക്ക് പാല് വാങ്ങാനുള്ള പൈസ പോലും വീട്ടിലേക്ക് എത്തില്ല. അപ്പോൾ കുറച്ച് പോവർട്ടി, അത്രത്തോളം ഹൈ പ്രൈസുമാണ്. ഇപ്പോൾ സാധാരണ ഒരു കുടുംബമാണ്. അപ്പോൾ അവിടെ എന്നും എല്ലാ മാസവും ഈ സാനിറ്ററി നാപ്കിൻസ് 40 രൂപ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് വാങ്ങിക്കാൻ, മിൽക്ക് വാങ്ങാനുള്ള ആ ഒരു പൈസ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. മിസ് ഹിന്ദി നോട്ട് അയച്ചു തന്നു, നിങ്ങൾക്ക് കിട്ടിയില്ലേ ഹിന്ദി നോട്ട്? ഷമീം സാർ അയച്ചിട്ടുണ്ടാവില്ലേ? അയച്ചിട്ടില്ലെങ്കിൽ മിസ് ഇത് അയക്കുന്ന കൂട്ടത്തിൽ അയക്കാം കേട്ടോ. എന്താണ് കിരൺ വ്ലോഗ്സ് നിനക്ക് ഇത്ര ചിരി വരുന്നേ? എന്തൊക്കെ അറിയണം? എക്സാം തോറ്റു പോട്ടോ എങ്ങനെയാണെങ്കിൽ കേട്ടോ. Yes, this made Bablu determined to make low-cost sanitary pads himself. Okay, അപ്പോൾ അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ബബ്ലു തീരുമാനിക്കുകയാണ്, ഞാൻ ലോ കോസ്റ്റ് സാനിറ്ററി പാഡ്സ് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഓക്കെ, യെസ്.
ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ് അല്ലേ. എന്താ പറയുന്നത്? ബബ്ലു സ്റ്റാർട്ടഡ് വിത്ത് സിസേഴ്സ്, ത്രെഡ്, കോട്ടൺ ആൻഡ് ക്ലോത്ത് ടു മേക്ക് പാഡ്സ്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ സാനിറ്ററി പാഡ്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള മക്കളെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളും ഒന്ന് എന്ത് ചെയ്യുക, ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്തേ നോക്കട്ടെ. നിങ്ങളിവിടെ തന്നെ ഇല്ലേ? Yes, his first attempts failed because he didn't know what material brands used. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിൽ ആയിപ്പോയി. കാരണം എന്താണ്? അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സ്റ്റിൽ എന്നിട്ടും ഹി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോട്ടൺ ആൻഡ് മെറ്റീരിയൽസ്. എന്നിട്ടും അദ്ദേഹം എന്താണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോട്ടനും അതുപോലെ മെറ്റീരിയൽസും ഒക്കെ യൂസ് ചെയ്തു. He knew women were forced to use dirty rags which caused diseases. അദ്ദേഹത്തിന് അറിയായിരുന്നു വിമൻ എന്താണ് ഈ ഡേർട്ടി റാഗ്സ് യൂസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരായിരുന്നു, അതിൽ നിന്നാണ് അവർക്ക് കുറേ അസുഖങ്ങൾ വരുന്നത് എന്നുള്ളത്. He worried about poor girls who couldn't even buy slippers ലെറ്റ് അലോൺ പാഡ്സ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ എന്താ, കുട്ടികൾ പാവം ഗേൾസ് അല്ലേ, അവർക്ക് എന്താണ് സ്ലിപ്പേഴ്സ് വാങ്ങാൻ വരെ പൈസ ഇല്ല, അപ്പോഴാണ് പാഡ്സ് വാങ്ങുക. അത് തീരെയും നടക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ ചാലഞ്ചസും ഒപ്പോസിഷൻ. ഹിസ് മദർ ആൻഡ് വില്ലേജസ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ഹിസ് വർക്ക്. ഓക്കെ, മദറും വില്ലേജസും എന്താണ് അവൻ്റെ വർക്കിന് സ്ട്രോങ് ആയിട്ട് തന്നെ ഒപ്പോസ് ചെയ്തു. They felt it was shameful for a man to be interested in women's menstrual issues. അപ്പോൾ അവർ വിശ്വസിച്ച് എന്താണ്, ഒരു ആണ് ഒരു പെണ്ണിൻ്റെ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഈ മെൻസ്ട്രൽ ഇഷ്യൂസിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഷെയിംഫുൾ. അത് ഭയങ്കര നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണെന്നാണ് ഈ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അല്ലേ. അങ്ങനെ യെസ് അവർ വിചാരിച്ചിരുന്നത്. ഓക്കെ, വില്ലേജേഴ്സും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത മദറൊക്കെ വിചാരിച്ചിരുന്നത്. ഓക്കെ, നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു ക്വാളിറ്റിയും കൂടി കിട്ടേണ്ടതാണ്. കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അല്ലേ. ചിലപ്പോൾ നമുക്ക് ചാറ്റ് ബോക്സ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നും. ഓക്കെ, യെസ്. ദ ഫാമിലി ഫേസ്ഡ് ഗോസിപ്പ്, വിസ്പേഴ്സ് ആൻഡ് റൂഡ് കോമൻറ്റ്സ്. ഓക്കെ, ഫാമിലിക്ക് കുറേ ഇതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. ഗോസിപ്സ് കേൾക്കുന്നതിനെ പറ്റിയിട്ട്, പിന്നെ വിസ്പേഴ്സ് എല്ലാവരും കുറ്റം പറയാം, അതുപോലെ തന്നെ അക്സമോൾ. ഓക്കെ, താങ്ക് യു. ആൻഡ് റൂഡ് കോമൻറ്റ്സ് ഒക്കെ കേൾക്കേണ്ടി വരികയാണ് ഫാമിലി. ഹിസ് മദർ ബെഗ്ഡ് ഹിം ടു സ്റ്റോപ്പ് ബട്ട് ബബ്ലു ഡിഡ്ന്റ് ഗിവ് അപ്പ്. അപ്പോൾ അമ്മ എന്താണ് ബെഗ് ചെയ്തു, മോനെ ഇത് എങ്ങനെയും ഒന്ന് നിർത്തി നീ എന്ന് പറഞ്ഞു. എന്നാലും ബബ്ലു അത് കേൾക്കാനായിട്ട് നിന്നില്ല. ഓക്കെ, പിന്നെ പേഴ്സണൽ സാക്രിഫൈസ്. അങ്ങനെ ബബ്ലു എന്താണ് അവന് തന്നെ കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. എന്തൊക്കെ സാക്രിഫൈസ് ആണ്? ടു അവോയ്ഡ് ഇൻവോൾവിങ് വിമൻ ബബ്ലു ബിഗിൻ ടെസ്റ്റിംഗ് പാഡ്സ് ഓൺ ഹിംസെൽഫ്. ഓക്കെ, അപ്പോൾ വിമൻ്റെ അടുത്തേക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് നല്ലത് അവൻ തന്നെ പാഡ് ടെസ്റ്റ് ചെയ്യുന്നതാണെന്ന് ബബ്ലു വിശ്വസിക്കുകയാണ്. വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഹെൽപ്പ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പോടുകൂടി ഹി യൂസ്ഡ് ആനിമൽ ബ്ലഡ് ആൻഡ് റബ്ബർ ട്യൂബ്സ് ഫോർ എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ റബ്ബർ ട്യൂബ് വെച്ചിട്ട് എന്താണ് റബ്ബർ ട്യൂബും അതുപോലെ തന്നെ ആനിമൽ ബ്ലഡൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പോടുകൂടി ഇത് എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുവാണ് കേട്ടോ. വെൻ പാരൽസ് ഡോട്ടർ സോ ഹിം റൂമേഴ്സ് സ്പ്രെഡ് ക്വിക്ലി. അപ്പോൾ നെയ്ബറാണ് പാരുലിൻ്റെ മകള് ഇത് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ റൂമേഴ്സ് എന്താണ് എല്ലായിടത്തും പരന്നു. എല്ലായിടത്തും എന്താണ് ഇവനെ പറ്റിയിട്ട് റൂമേഴ്സ് പരക്കാൻ തുടങ്ങി. പീപ്പിൾ കോൾഡ് ഹിം മാഡ്. ആളുകൾ അവനെ മാഡ് എന്ന് വിളിച്ചു, ഭ്രാന്തൻ എന്ന് വിളിച്ചു. ഹിസ് വൈഫ് ലെഫ്റ്റ് ഹിം. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി. സേയിങ് ഷീ വുഡ് ഓൺലി റിട്ടേൺ ഇഫ് ഹി സ്റ്റോപ്ഡ്. അപ്പം നീ നിർത്തുകയാണെങ്കിൽ മാത്രം, ഹസ്ബൻഡ് ഈ പരിപാടി നിർത്തുകയാണെങ്കിൽ മാത്രം, ഈ എക്സ്പെരിമെൻറ്റ് നിർത്തുകയാണെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് വൈഫ് എന്ത് ചെയ്തു, വൈഫിൻ്റെ വീട്ടിൽ പോയി. ഓക്കെ, ഹിസ് മദർ ടു ലെഫ്റ്റ് ഹിം. അതുമാത്രമല്ല മദറും കൂടെ പോയി വൈഫിൻ്റെ കൂടെ. ഓക്കെ, മകനെ എനിക്കിത് നിർത്താൻ മാത്രമാണ് ഞങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞു. ബബ്ലു ലോസ്റ്റ് ഹിസ് വൈഫ്, ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് മണി ബട്ട് സ്റ്റിൽ ഡിഡ്ന്റ് സ്റ്റോപ്പ് ഹിസ് മിഷൻ. അപ്പോൾ ബബ്ലുവിന് ഇതൊക്കെ നഷ്ടപ്പെട്ടു, വൈഫിനെയും ഫാമിലീനെ, മദറിനെ, മണി ഇതൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും ആ മിഷൻ നിർത്തിയില്ല. അതാണ് ബബ്ലു. കണ്ടോ? ഇനി ആ സ്ട്രഗിൾ ആൻഡ് പേർപ്പസ്. Bablu was just a simple welder whose life got ruined in the eyes of society. സൊസൈറ്റിയുടെ കണ്ണുകളിൽ അവൻ ജസ്റ്റ് ഒരു വെൽഡറാണ്, അവൻ്റെ ലൈഫ് ഇപ്പോൾ സ്പോയിലായിപ്പോയി എന്നാണ്. Yet he continued because he wanted to give his wife, sister and all poor women a healthy and affordable gift, sanitary pads. എന്നിട്ടും അവൻ കണ്ടിന്യൂ ചെയ്ത് എന്തിനാണ്? അവൻ്റെ വൈഫിനും സിസ്റ്റർക്കും മറ്റ് എല്ലാ പാവപ്പെട്ട വിമനും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചു. അതാണ് സാനിറ്ററി പാഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്.
അപ്പോൾ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു അവൻ ചാലഞ്ചസ് എന്തൊക്കെയാണ് അവൻ ഫേസ് ചെയ്തത്? പോവർട്ടി ആഫ്റ്റർ ഫാദേഴ്സ് ഡെത്ത്, പിന്നെ എക്സ്പെൻസീവ് സാനിറ്ററി പാഡ്സ്, അൺഅഫോർഡബിൾ ഫോർ പുവർ ഫാമിലീസ്, ഫെയിലിയർ ഇൻ മേക്കിംഗ് പ്രോപ്പർ പാഡ്സ് അറ്റ് ഫസ്റ്റ്, സോഷ്യൽ ഒപ്പോസിഷൻ, ഷെയിം ആൻഡ് ഗോസിപ്പ്, വൈഫ് ആൻഡ് മദർ ലീവിങ് ഹിം, ലോസ് ഓഫ് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് മണി. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ അനുഭവിച്ച ചാലഞ്ചസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ബബ്ലുവിനെ പറ്റിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും 2 വാക്ക് അല്ലേ? 2 വാക്ക് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് പോലും കിട്ടില്ല, 1 മാർക്ക് പോലും കിട്ടില്ല, 1.5 മാർക്ക്, ചില 1/2 മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാരക്ടർ സ്കെച്ചിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, നോക്കിക്കേ, ഹാർഡ് വർക്കിംഗ് ആണ് ബബ്ലു. സംശയമുണ്ടോ? ഹാർഡ് വർക്കിംഗ് ആണ്, പഠിച്ചു വയ്ക്കാം കേട്ടോ. ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെയോ റെസ്പോൺസിബിൾ ആണ്. ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഒരു ബസ് ബോയ് ആയിട്ട്, ടീ ഒക്കെ കൊടുക്കുന്ന ഒരു ബോയ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താണ്, വെൽഡറായി, പിന്നീട് വർക്ക്ഷോപ്പ് തന്നെ അവൻ്റെ ആയി അല്ലേ? അവൻ അടിപൊളിയാണ്. ഓക്കെ, റെസ്പോൺസിബിൾ ആണ് എന്ന് വെച്ചാൽ എന്താ? ലെഫ്റ്റ് സ്റ്റഡീസ് ആഫ്റ്റർ ഫാദേഴ്സ് ഡെത്ത് ടു സപ്പോർട്ട് ഹിസ് മദർ ആൻഡ് സിസ്റ്റർ. മദറിനെയും സിസ്റ്ററിനെയും നോക്കാൻ വേണ്ടിയിട്ട് ഫാദറിൻ്റെ ഡെത്തിന് ശേഷം എന്ത് ചെയ്തു? ഇൻ്റർവ്യൂ പാർട്ട്, ഇൻ്റർവ്യൂവും കൂടെ നിങ്ങൾ വായിക്കണം. മുരുകാനന്ദം ഇൻ്റർവ്യൂ നോക്കണം കേട്ടോ. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് മക്കളെ, അതും കൂടെ ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. യെസ്, അപ്പോൾ ഡെത്തിന് ശേഷം എന്താണ്? സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആണ് അല്ലേ? അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വീട് നോക്കണം എന്നുള്ളത്. പിന്നെ കെയറിങ് ഹസ്ബൻഡ് ആണ് അല്ലെങ്കിൽ കെയറിങ് ബ്രദർ ആണെന്ന് ഉറപ്പായിട്ട് പറയാം. ഒരു ഗ്രീൻ ഫോറസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഗൗരിക്കും സിസ്റ്റർ ഷാലുവിനും എന്താണ്? ഹെൽത്തി ലൈഫ് കിട്ടണം എന്നാണ് ആഗ്രഹിച്ചത്. പിന്നെ ഒബ്സർവൻ്റ് ആണ്. നോട്ടീസ്ഡ് വിമൻ യൂസിങ് റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി പാഡ്സ്. സാനിറ്ററി പാഡ്സിന് പകരം റാഗ്സ് ആണ് വിമൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. പിന്നെയോ ഇന്നോവേറ്റീവ് ആണ്, ഇൻവെൻറ്റീവ് ആണ് എന്ന് വെച്ചാൽ എന്താ? കണ്ടുപിടിക്കുക, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒരു കഴിവുണ്ട്. ട്രൈ ടു മേക്ക് ലോ കോസ്റ്റ് സാനിറ്ററി പാഡ്സ് വിത്ത് സിമ്പിൾ മെറ്റീരിയൽസ് വെച്ചിട്ട് സാനിറ്ററി പാഡ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കി. ലോ കോസ്റ്റ് സാനിറ്ററി പാഡ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കി. അടുത്തത് ഡിറ്റർമൈൻഡ് ആണ് എന്ന് വെച്ചാൽ എന്താ? നിശ്ചയിച്ചുറപ്പിച്ചൊരു കാര്യം അല്ലേ? ദൃഢനിശ്ചയം ഉള്ള ഒരാളാണ്. കണ്ടിന്യൂഡ് എക്സ്പെരിമെൻറ്റ്സ് ഡിസ്പൈറ്റ് ഫെയിലിയേഴ്സ് ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം. അപ്പോൾ അദ്ദേഹത്തിന് കുറേ ഫെയിലിയേഴ്സ് ഉണ്ടായി, എന്നിട്ടും ആ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. സോഷ്യൽ ക്രിറ്റിസിസം ഉണ്ടായി, എന്നിട്ടും അത് നടത്തി. കറേജിയസ് ആണ്, അല്ലെ? ധൈര്യമുള്ള ആളാണ്. ഫോട്ട് അഗെയിൻസ്റ്റ് ഷെയിം, റൂമേഴ്സ് ആൻഡ് വില്ലേജസ് ടോൺസ്. ഓക്കെ, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ കാര്യമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ? സാനിറ്ററി പാഡ്സ് നമ്മുടെ അവിടെ ഇങ്ങനെയൊന്നല്ല, നമുക്കത് പോയിട്ട് വാങ്ങാനും ബുദ്ധിമുട്ടില്ല, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം, നമുക്കത് കാണുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, നമുക്കത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം, ഒക്കെ നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയി, നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി, കുറച്ചുകൂടി എഡ്യൂക്കേഷൻ വന്നപ്പോൾ തന്നെ നമുക്ക് മാറ്റമുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താണ്, അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഏരിയാസ്, കുറേ വില്ലേജ് ഏരിയാസിൽ എന്താണ് ഈ നാപ്കിൻസ് എന്ന് പറയുന്നത്, സാനിറ്ററി നാപ്കിൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പീരിയഡ്സ് ആവാന്ന് പറയുന്നത് ഒക്കെ ഭയങ്കര ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പുറത്ത് പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഷെയിം, ഈ സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഷെയിമും അതുപോലെ തന്നെ റൂമേഴ്സ് അല്ലേ? നാട്ടുകാർ ഒരെണ്ണം കിട്ടിയാൽ മതി അല്ലേ? നമ്മളെപ്പറ്റി എന്തൊക്കെ ന്യൂസ് ഉണ്ടാക്കുക. നമ്മൾ ചെറുതായിട്ട് ചില സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, നമ്മളറിയാത്ത സ്റ്റോറീസ് നമ്മളെ പറ്റിയിട്ട് ഒരു പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെയുള്ള റൂമേഴ്സ്, വില്ലേജേഴ്സിൻ്റെ കളിയാക്കലുകൾ, കുത്തിപ്പറയൽ, ഇതൊക്കെ എന്താണ്? അതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ആർക്ക് പറ്റി? ബബ്ലുവിന് പറ്റി. സാക്രിഫൈസിങ് ആണ്. സാക്രിഫൈസിങ് എന്ന് വെച്ചാൽ എന്താ? അദ്ദേഹത്തിൻ്റെ വൈഫിനെയും മദറിനെയും ഫ്രണ്ട്സിനെയും മണിയൊക്കെ അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ലേ? സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യലി കോൺഷ്യസ് ആണ്. സോഷ്യലി കോൺഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? തോട്ട് അബൌട്ട് പുവർ വിമൻ ആൻഡ് ഗേൾസ് ഹു കുഡൻറ്റ് അഫോർഡ് പാഡ്സ്. ഓക്കെ, പാഡൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പുവർ വിമനെയും ഗേൾസിനെ പറ്റിയിട്ടൊക്കെ. ഒറ്റ സെക്കൻഡ് കേട്ടോ മക്കളെ, ഒറ്റ സെക്കൻഡേ. ഓക്കെ, പ്ലീസ് വാച്ച് കോമൻറ്റ് ഓൾ. എന്നിട്ട് മിസ്സൊന്നും വായിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നമുക്ക് ക്ലാസ് എടുക്കണ്ടേ?
ഇത് കഴിഞ്ഞിട്ട് ഇനി മിസ് കോമൻറ്റ് നോക്കുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറയുക, സോഷ്യലി കോൺഷ്യസ് ആണ് അല്ലേ. പുവർ വിമൻ, അതുപോലെ തന്നെ ഗേൾസ് ഒക്കെ പാവം, അവർക്കൊന്നും പാഡ്സ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആർക്കറിയാം? നമ്മുടെ ബബ്ലുവിനറിയാം. ഈ സെൽഫ്ലെസ് ആണല്ലേ അദ്ദേഹം. എന്താണ്, പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ടാണോ ചെയ്തത്? അല്ല, സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് അല്ലേ, ചെയ്തത്. ഓക്കെ, യെസ്. ഇനി ബിലവഡ് ബോൾസ് എന്നുള്ള നമ്മുടെ സ്വന്തം ആ ഒരു ചാപ്റ്ററിലോട്ട് നമ്മൾ പോവാണ്. ബിലവഡ് ബോൾസിൽ ആരാണ് ക്യാരക്ടർ? ഒന്ന് പറഞ്ഞ്, 2 ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ. അതിൽ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പേരെന്താണ്? വേഗം തന്നെ പറഞ്ഞ്. യെസ്, മിസ്സിന് വേണ്ടി താങ്ക് യു സോ മച്ച്. കുറേ ചോക്ലേറ്റ്സ് കിട്ടി. മിസ് ഒന്ന് വെള്ളം കുടിക്കട്ടെ ചോക്ലേറ്റ് കഴിച്ചിട്ട്. പോയിന്റ്സ് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. എന്തിനുള്ള പോയിന്റ്സ് ആടാ? അയ്യോ, ഇവിടെ കൊടുത്തിട്ടുള്ള മിസ് ഇത് ചാപ്റ്റർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. തെരേസ എപ്പോഴും പേര് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലിട് കേട്ടോ. രമ്യ കുട്ടി. യെസ്, ഒന്ന് വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഓൺലി ഫോർ ഹെഡ് ജാമിസ്. താങ്ക് യു സോ മച്ച്. ASMR നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? യെസ്. അസീം. ഓക്കെ, നമുക്ക് ബിലവഡ് ബോൾസ് വേഗം നോക്കാം കേട്ടോ. ഈ ചാപ്റ്ററൊക്കെ മിസ് നമ്മൾ എടുത്തിട്ടുണ്ട്, 1 ഷോട്ടൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ ചാപ്റ്റർ നോക്കിയാൽ മതി കേട്ടോ. 1 ഷോട്ട് ലൈവിലൊക്കെ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, സ്റ്റുഡൻറ്റ് ആൻഡ് തെരേസ. വെരി ഗുഡ്, തുടങ്ങാം. ശ്രദ്ധിച്ചോ കേട്ടോ, ഞാനും വാട്ടർ കുടിച്ചില്ലേ. അപ്പോൾ സെയിം പിഞ്ചേ. ഓക്കെ, തുടങ്ങാം കേട്ടോ. നോക്കിക്കോ, ശ്രദ്ധിച്ചിരുന്നോ. വേഗം എടുക്കും, ഇനി സ്പീഡിലെടുക്കാം കേട്ടോ മിസ്. The narrator and Teresa. നോക്കിക്കേ, the narrator, Mr. Student, lived in Moscow. എവിടെയാണ് താമസിക്കുന്നത്? മോസ്കോയിലാണ് താമസിക്കുന്നത്. ആരൊക്കെയാണ്? സ്റ്റുഡൻറ്റ്. ഓക്കെ, നെയ്ബറിൻ്റെ പേരാണ് ഒരു പോളിഷ് വുമൺ ആയിട്ടുള്ള തെരേസ. ഓക്കെ, ഷീ വാസ് ടോൾ ആൻഡ് സ്ട്രോങ്. ഓക്കെ, അപ്പോൾ അവരെ പറ്റി പഠിക്കുന്നത് എന്താണ്? ടോൾ ആണ്, സ്ട്രോങ് ആണ് അവർ. ഷീ ഹാഡ് ബ്ലാക്ക് ഐബ്രോസ്, ഡാർക്ക് ബ്രൗൺ ഹെയർ ആൻഡ് എ റഫ് ഫേസ്. ഓക്കെ, ഇങ്ങനെയായിരുന്നു അവർ. വോയിസ് എന്തായിരുന്നു? ഡീപ്പും ലൗഡായിരുന്നു. ഒരു ഷാർപ്പായിട്ടുള്ള വോയിസ് ആണ് അവർക്കുള്ളത്. ദെൻ സംടൈംസ് ഷീ വാസ് ഡ്രങ്ക്. ചില സമയത്ത് എന്താ ആൾ നല്ല അങ്ങനെയായിരുന്നു. ഓക്കെ, മദ്യപിച്ചിട്ടുണ്ടാവും. ദ നെറേറ്റർ വാസ് അഫ്രൈഡ് ഓഫ് ഹെർ. നെറേറ്ററിന് എന്താണ്? തെരേസയെ കുറച്ച് പേടിയാണ്. He avoided her and kept his door closed. എപ്പോഴും എന്താണ്? അവോയ്ഡ് ചെയ്യും. നമ്മൾ തെരേസയെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. He did not like her because of her appearance and behavior. അപ്പോൾ അവരുടെ അപ്പിയറൻസ് ബിഹേവിയറും കാരണം കൊണ്ട്, ബിഹേവിയർ എന്ന് പറയാൻ പറ്റില്ല, അപ്പിയറൻസ് കാരണം കൊണ്ട് എന്താണ്? നമ്മുടെ സ്റ്റുഡൻറ്റിന് ഇവരെ പേടിയായിരുന്നു, ഇവരെ ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, അവോയ്ഡ് ചെയ്യുമായിരുന്നു. ഇനി തെരേസൻ്റെ ഫസ്റ്റത്തെ റിക്വസ്റ്റ് കേട്ടോ. വൺ ഡേ തെരേസ കെയിം ടു ഹിസ് റൂം. ഓക്കെ, ഒരു ദിവസം തെരേസ റൂമിലോട്ട് വരുന്നു. ഷീ സ്പോക്ക് സോഫ്റ്റ്ലി ആൻഡ് പൊളൈറ്റ്ലി. ഭയങ്കര സോഫ്റ്റായിട്ട് പൊളൈറ്റായിട്ട് സംസാരിക്കുകയാണ്. ഷീ ആസ്ക്ഡ് ഹിം ടു റൈറ്റ് എ ലെറ്റർ ഫോർ ഹെർ. ഓക്കെ, ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. ഷീ വാണ്ടഡ് ടു സെൻഡ് ഇറ്റ് ടു ബോലെസ്ലാവ് കഷ്പുട്ട്. ഓക്കെ, ബോലെസ്ലാവ് കഷ്പുട്ടിന് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഷീ കോൾഡ് ഹിം ഹെർ ബിലവഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ലവർ. ഓക്കെ, അവളുടെ ആരാണ്? ബിലവഡ് ആണ്, യങ് മാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആര്? നമ്മുടെ ബോലെസ്ലാവ് കഷ്പുട്ട്. ഓക്കെ, ഫെയ്ത്ത്ഫുൾ ലവർ ആണെന്ന് പറയുന്നു. ഷീ സെഡ് he had been her young man for 6 years. 6 വർഷമായിട്ട് അവൻ എൻ്റെ ചെറുപ്പക്കാരനാണ് അല്ലേ. ഞാൻ മഞ്ജുൻ്റെ പെണ്ണ അല്ലേ, അതുപോലെ പറയുന്നുണ്ട്. എന്താണ്? 6 വർഷമായിട്ട് അവൻ എൻ്റെ യങ് മാൻ ആണെന്ന് പറയുന്നുണ്ട്. ആര്? നമ്മുടെ തെരേസ. ഓക്കെ, ദ നെറേറ്റർ ഫെൽറ്റ് സർപ്രൈസ്ഡ്. നമ്മുടെ സ്റ്റുഡൻറ്റ് എന്താ? സർപ്രൈസ്ഡ് ആയി ആൻഡ് ഓൾമോസ്റ്റ് ലാഫ്ഡ് ബിക്കോസ് ഷീ ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് എ സൊറോയിങ് ലിറ്റിൽ ഡവ് അല്ലേ. ഒരു ലിറ്റിൽ ഡവ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ ഒരു കുഞ്ഞു പ്രാവ് അല്ലേ, കുഞ്ഞു പ്രാവാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഈ വിഷമിക്കുന്ന, നിനക്ക് വേണ്ടി സങ്കടപ്പെടുന്ന ഈ കുഞ്ഞു പ്രാവിൻ്റെ കാര്യം നീ എന്താണ് മറന്നു പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ തെരേസ അവളെ തന്നെ പറ്റി തന്നെ അങ്ങനെ കുഞ്ഞു പ്രാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് എന്താണ്? ഇവളുടെ അപ്പിയറൻസ് വെച്ചിട്ട് കളിയാക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. ബട്ട് ഹി റോട്ട് ദ ലെറ്റർ ഫോർ ഹെർ. പക്ഷേ ആ ലെറ്റർ അവൾക്ക് വേണ്ടിയിട്ട് അവൻ എഴുതി കൊടുക്കുന്നു. ഇനി സെക്കൻഡ് ലെറ്റർ വീണ്ടും എന്താണ്? തെരേസ വീണ്ടും വരുന്നു. തെരേസ ആവശ്യപ്പെടാണ് വീണ്ടും വേറെ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നു. This time she said it was from
ബോളസ്. ഇത് എന്താണ്, ബോളസിന്റെ കയ്യിൽ നിന്നാണ് ഈ ലെറ്റർ വരുന്നത് എന്ന് പറയുന്നു. The narrator became suspicious. അപ്പോൾ നെറേറ്റർ നിന്നാണ് സസ്പീഷ്യസ്. കഴിഞ്ഞ പ്രാവശ്യം ബോളസിന് അങ്ങോട്ട് എഴുതുന്ന ലെറ്റർ, ഇപ്പോൾ എന്താണ് ബോളസ് തിരിച്ചെഴുതുന്ന ലെറ്റർ. He guessed that there was no Boles at all. അപ്പോൾ അദ്ദേഹം ഗസ് ചെയ്തു എന്താ, ബോളസ് എന്ന് പറഞ്ഞ ആളൊന്നുമില്ല. He got angry, ദേഷ്യം വന്നു, and accused her of lying. ഓക്കെ, നുണ പറയുന്നതിന് അവളെ കുറ്റപ്പെടുത്തി. തെരേസ became upset and left. തെരേസയ്ക്ക് ആകെ സങ്കടമായി. തെരേസ എന്ത് ചെയ്തു, നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒറ്റ വാതിലടയി. ഓക്കെ, ആ ഡോറ് നല്ല അടച്ചു. ഓക്കെ, ദ ട്രൂത്ത്, ഇനി സത്യം എന്താണ്. Later, the narrator went to her room. അപ്പോൾ അവന് പാവം തോന്നി, അയ്യോ ഇങ്ങനെ പോയല്ലോ, വെറുതെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് തിരിച്ച് നമ്മുടെ തെരേസൻ്റെ വീട്ടിലേക്ക് അവൻ പോവാണ്, റൂമിലേക്ക് പോവാണ്. തെരേസ told him the truth. തെരേസ സത്യം പറയുന്നു അവൻ്റെ അടുത്ത്. തെരേസ was no Boles. ഓക്കെ, തെരേസ അല്ല ബോളസ് എന്ന്. there was no അല്ലേ, there was no Boles. തെരേസ was no Boles എന്ന്. ഓഫ്, എത്ര മണി വരെ ക്ലാസ് ഉണ്ട്, എത്ര മണി വരെ വേണം നിങ്ങൾക്ക്? സ്റ്റുഡൻസ് മട്ടായി ചേച്ചിന്നല്ലേ. ഓക്കെ, ഷീ ഹാഡ് ക്രിയേറ്റഡ് ആൻ ഇമാജിനറി ലവർ അല്ലെ, ഒരു ഇമാജിനറി ലവറിനെ ക്രിയേറ്റ് ചെയ്താണ്. ഷീ റോട്ട് ലെറ്റേഴ്സ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് അതേഴ്സ് ടു റീഡ് ദം അലൗഡ് അല്ലെ, അവന് വേണ്ടിയിട്ട് ലെറ്റേഴ്സ് എഴുതും, എന്നിട്ട് ആ ലെറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കും. വെൻ ഷീ ലിസൺഡ്, അപ്പോൾ അത് കേൾക്കുമ്പോൾ ഷീ ഇമാജിൻഡ് ഹി വാസ് റിയൽ. അത് ഇമാജിൻ ചെയ്യുന്നതാണ്, ശരിക്കും അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള കാര്യം ഇമാജിൻ ചെയ്യും. ഓക്കെ, 10 മണി വരെ അല്ലേ, 10 മണി വരെ ക്ലാസ് അല്ലേ, വേഗം. ഇത് സർവമായ സ്റ്റോറി അല്ലേ എന്ന് ആണോ? ഐ മെയ്ഡ് ഹർ, അപ്പോൾ തെരേസ ഡെലൂലു ആയിരിക്കും അല്ലേ. നന്നായിട്ടുണ്ട് മോനെ, കൊള്ളാം മോനെ, കൊള്ളാം. ഇറ്റ് മെയ്ഡ് ഹെർ ഫീൽ ലവ്ഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ അവൾക്ക് അവൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് തെരേസയ്ക്ക് തോന്നും. ഇറ്റ് മെയ്ഡ് ഹെർ ലൈഫ് ഈസിയർ, അവളുടെ ലൈഫ് അത് കുറച്ചും കൂടി ഈസിയർ ആക്കി മാറ്റുന്നു. ഷീ വാസ് വെരി ലോൺലി ആൻഡ് ഹാഡ് നോ വൺ ടു കെയർ ഫോർ ഹെർ. അവൾ ഭയങ്കര ലോൺലി ആയിരുന്നു, അവൾ ആരും ശ്രദ്ധിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നരേറ്ററിൻ്റെ ചേഞ്ച് ആണ് നീ കാണിക്കുന്നത്. ദ നരേറ്റർ ഫെൽറ്റ് അഷെയിംഡ്, നരേറ്റർക്ക് നാണക്കേടായി, മോശം 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 അല്ലേ. ഹി അണ്ടർസ്റ്റുഡ് ഹെർ പെയിൻ, അവളുടെ പെയിൻ അവന് മനസ്സിലായി. ഫ്രം ദെൻ ഓൺ, പിന്നീട് ഹി റോട്ട് ലെറ്റേഴ്സ് ട്വൈസ് എ വീക്ക് അല്ലെ, ഒരു വീക്കിൽ ട്വൈസ് അവൻ ലെറ്റർ എഴുതി കൊടുത്തു. ഹി റോട്ട് ബോത്ത് ദ ലെറ്റേഴ്സ് ആൻഡ് റിപ്ലൈസ്, ലെറ്റേഴ്സ് എഴുതും മറുപടി എഴുതും, ലെറ്റേഴ്സ് എഴുതും മറുപടി എഴുതും. തെരേസ ലിസൺഡ് ആൻഡ് ക്രൈഡ് ഹാപ്പിലി, തെരേസ അതൊക്കെ കേട്ട് സങ്കടത്തോടെ അല്ല, ആ ഒരു ആനന്ദാശ്രു അല്ലെ, ഓവർവെൽംഡ് ആയിട്ട് അവൾ കരഞ്ഞിട്ടുണ്ട്. ഇൻ റിട്ടേൺ ഷീ മെൻഡഡ് ഹിസ് ക്ലോത്ത്സ്, അതിന് പകരമായിട്ട് അവൻ്റെ ക്ലോത്ത്സിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മെൻഡ് ചെയ്ത് കൊടുക്കും, സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കും. ആഫ്റ്റർ 3 months, 3 മാസങ്ങൾക്ക് ശേഷം തെരേസ വാസ് സെൻഡ് ടു പ്രിസൺ, തെരേസനെ എന്താണ് ജയിലിലേക്ക് വിടുകയുണ്ടായി. അപ്പോൾ അവളുടെ ഒരു അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കും, എന്താണ് കാരണം എന്നൊന്നും പറയുന്നില്ല നമ്മുടെ അടുത്ത്. നരേറ്റർ തിങ്സ് ഷീ മസ്റ്റ് ബി ഡെഡ് നൗ, നരേറ്റർ പറയണത് ഇപ്പോൾ അവൾ മരിച്ചിട്ടുണ്ടാകും എന്ന് പറയാണ്. ഓക്കെ, അപ്പം മെസ്സേജ് എന്താണ്, ലോൺലി പീപ്പിൾ ലോങ് ഫോർ ലവ്. ഒറ്റയ്ക്കുള്ള മനുഷ്യരല്ലേ, തനിച്ചാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, ഒറ്റയാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർക്ക് ലോങ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടി അവർ കൊതിക്കുന്നുണ്ടാവും. ഈവൻ സ്ട്രോങ് ലുക്കിംഗ് പീപ്പിൾ ക്യാൻ ബി വെരി സാഡ് ഇൻസൈഡ്. നമ്മൾ കാണുന്ന ആളുകളുടെ അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല, അവരിങ്ങനെയാണ്, ഇവരിതാ മുടി, അവൻ മുടിയൊക്കെ നീട്ടി വളർത്തി കഞ്ചാവ് തന്നെ അല്ലേ, തെറ്റല്ലേ, ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റൂല. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഈ സ്ത്രീയുടെ അപ്പിയറൻസ് വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു യുണീക്ക് ക്യാരക്ടർ ഉണ്ട്. വി ഷുഡ് നോട്ട് ജഡ്ജ് അതേഴ്സ് ബൈ അപ്പിയറൻസ്, നമ്മൾ അപ്പിയറൻസ് വെച്ച് ഒരാളെയും ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, ഓ താങ്ക്സ് ഹൃദയം, താങ്ക് യു. ഓക്കെ, കൈൻഡ്നസ് ക്യാൻ മേക്ക് സംവൺസ് ലൈഫ് ബെറ്റർ. ഓക്കെ, കൈൻഡ്നസ് മറ്റൊരാളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ സഹായിക്കും. ഹ്യൂമൻസ് ഓൾവേസ് സെർച്ച് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ, ഹ്യൂമൻസ് എപ്പോഴും ലവിനും അഫെക്ഷനും വേണ്ടിയിട്ടാണ് അന്വേഷിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ, ചാപ്റ്റർ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നമ്മൾ നോട്ട്സ് അയക്കാം കേട്ടോ, അപ്പോൾ അത് വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, നോട്ട്സ് മിസ് അയക്കുന്ന വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം. റെഡി? നോക്കിക്കേ, അടുത്ത ചാപ്റ്ററിലോട്ട് നമ്മൾ വേഗം പോവാണ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്ററാണ്. ഇതിലെന്താണ് പറയുന്നത്, നമ്മുടെ ശ്രീകാന്ത് പൊല്ല അല്ലെ, ശ്രീകാന്ത് പൊല്ലേനെ പറ്റിയിട്ടാണ്. ശ്രീകാന്ത് എന്താണ്, ഒരു ഐസൈറ്റ് ഇല്ലാണ്ടാണ് ജനിച്ചത്, കാഴ്ചയില്ലാണ്ടാണ് ജനിച്ചത്. ആളുകളൊക്കെ വിചാരിച്ചു അവൻ്റെ ബേർഡനാണ്, അവനെ കൊന്നേക്കുന്നൊക്കെ പറഞ്ഞതാണ് അല്ലേ, ഹി ഷുഡ് നോട്ട് ലിവ് എന്നൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നു. പക്ഷെ അവൻ്റെ പാരൻസ് എന്താണ്, അവനെ വല്ലാതെ അങ്ങോട്ട് സ്നേഹിച്ചു. ദേ വർ പുവർ ഫാമേഴ്സ്, അവൻ്റെ പാരൻസ് എന്താണ്, പുവർ ഫാമേഴ്സ് ആയിരുന്നു. ആകെ 20,000 ആണ് ഒരു വർഷം അവർ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നത്. സ്റ്റിൽ എവർ എന്താണ്, ഭയങ്കര റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ് ആയിട്ടാണ് അവന് ഫീൽ ചെയ്തത്. കാരണം എന്താണ്, അവർക്ക് ഈ സൺ ഉണ്ടല്ലോ, അപ്പോൾ ഈ സണ്ണിന് വലിയ കാര്യമാണ്. ഓക്കെ, യെസ്, ബാഗി പാൻ്റ് ഇട്ടാ അല്ലേ, യെസ്.
ഇനി ഹിസ് പാരൻസ് ബിലീവ്ഡ് ലവ് ഈസ് ഗ്രേറ്റർ ദാൻ മണി എന്ന് അവൻ്റെ പാരൻസ് വിശ്വസിച്ചു. പിന്നെ എന്താണ് ഏർലി സ്ട്രഗിൾസ് എന്തൊക്കെയാണ്? അവൻ കുറേ ദൂരം നടന്നിട്ടാണ് സ്കൂളിൽ പോകാറുള്ളത്. ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും അവനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ലാസ്റ്റ് ബെഞ്ചിലാണ് 2 years ഇരുന്നത്. അവൻ ഒറ്റയ്ക്കായിട്ടും സാഡായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു. അവന് ഫെൽ പുവർ ബിക്കോസ് എന്താണ് നോട്ട് മണി, മണിയുടെ പൈസയുടെ കാര്യത്തിനല്ല, ലോൺലിനെസ് കാരണമുണ്ട് അവന് പാവമായിട്ട് തോന്നും. എന്താണ് ഫെൽ പുവർ, ഭയങ്കര ബാഡായിട്ട് ഫീൽ ചെയ്തിരുന്നു. ലോൺലിനെസ് ആയിരുന്നു അത് അവൻ്റെ ബിഗ്ഗസ്റ്റ് പെയിൻ. ഇനി സ്പെഷ്യൽ സ്കൂളിലേക്ക് പോവാണ്. അവൻ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ് അവിടെ പോവാണ്. അവിടെ അവൻ നന്നായിട്ട് പഠിച്ചു. ഹി ഗോട്ട് ടോപ്പ് റാങ്ക്സ് കിട്ടി. അതുപോലെ തന്നെ ഇന്ത്യനെ ചെസ്സിലും ക്രിക്കറ്റിലും അവൻ റെപ്രസെൻറ്റ് ചെയ്തു. APJ അബ്ദുൽ കലാമിൻ്റെ കൂടെ പ്രൊജക്ട്സിൽ അവൻ വർക്ക് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് അവൻ എന്താണ് കോൺഫിഡൻ്റ് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും ഫീൽ ചെയ്യുന്നു. ഇനി ആഫ്റ്റർ 10th grade 10th class കഴിഞ്ഞിട്ട് എന്താണ് 90% കൂടുതൽ മാർക്ക് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന് സയൻസ് പഠിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ സ്കൂൾ എന്താണ് അവൻ ബ്ലൈൻഡ് ആയതുകൊണ്ട് അവനെ റെഫ്യൂസ് ചെയ്യാണ്. പക്ഷെ അവൻ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഹി വെൻറ്റ് ടു കോർട്ടിൽ പോകുന്നു. അങ്ങനെ അവൻ ലീഗൽ ബാറ്റിലൂടെ അവൻ അവിടെ എന്താണ് ആഫ്റ്റർ 6 months ഹി വൺ പെർമിഷൻ. 6 മാസത്തിന് ശേഷം അവന് പെർമിഷൻ കിട്ടാണ് സയൻസ് പഠിച്ചോളാൻ. അങ്ങനെ അവൻ 98% മാർക്ക് കരസ്ഥമാക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെക്കോർഡഡ് ഓഡിയോ ലെസൺസ്. റെക്കോർഡഡ് ക്ലാസ്സസ് കേട്ടിട്ടാണ്. ഹി പ്രൂവ് ദാറ്റ് ഡിസബിലിറ്റി കനോട്ട് സ്റ്റോപ്പ് ഡിറ്റർമിനേഷനെ ഈ ഡിസബിലിറ്റിക്ക് ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ തെളിയിച്ചു. പിന്നെ അവന് IIT പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്താണ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവൻ അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അവൻ എന്താണ് US യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അവൻ ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ് മസാച്യുസെറ്റ്സ് Institute of Technology MIT, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ബെർക്ലി, മെല്ലൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇവിടേക്കൊക്കെ അവരെ സെലക്ട് ആവാണ്. അങ്ങനെ MIT അതിൽ നിന്ന് അദ്ദേഹം ചൂസ് ചെയ്യുന്നു. ഹി ബിക്കെയിം ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ്. ഫസ്റ്റത്തെ ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയിട്ട് MITയിൽ അദ്ദേഹം മാറുന്നു. വെൻ വൺ ഡോർ ക്ലോസ്ഡ് ഹി ഓപ്പൺഡ് മെനി അതേഴ്സ്. അല്ലെ, ഒരു ഡോർ ക്ലോസ് ആയപ്പോൾ അവൻ വേറെ കുറേ ഡോർസ് തുറന്നു. ഇനി റിട്ടേണിംഗ് ടു ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്യുന്നു കേട്ടോ. ബൊലാൻഡ് ഇൻഡസ്ട്രീസ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. ബൊലാൻഡ് ഇൻഡസ്ട്രീസ് തുടങ്ങുന്നു. ദ കമ്പനി സപ്പോർട്ട്സ് ഡിസേബിൾഡ് പീപ്പിൾ. അല്ലെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല അവർക്ക് ജോലിയും ഡിഗ്നിറ്റിയും കൊടുക്കുന്നു. 3000-ലധികം സ്റ്റുഡൻസിന് അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് 150-ലധികം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഈ കമ്പനിയിൽ $1 million അത്രത്തോളം എന്താണ് ഏർണിങ്സ് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആളുകളെ ഇക്കണോമിയിൽ, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഇനി 3 important ലെസൺസ് എന്തൊക്കെ നമ്മൾ പഠിക്കുന്നത്? ഷോ കമ്പാഷൻ, നമ്മൾ കമ്പാഷൻ കാണിക്കണം. അതായത് മറ്റുള്ളവരെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. റിമൂവ് ലോൺലിനെസ്, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് എന്താണ് പോവർട്ടിനേക്കാളും മോശമാണ്. ഡു ഗുഡ് തിങ്സ്, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നാണ് ശ്രീകാന്തിൻ്റെ ഈ ഒരു ലെസണിൽ നമ്മൾ ഒരിക്കലും നെവർ ഗിവ് അപ്പ് എന്നുള്ള ഒരു മെസ്സേജാണ് കിട്ടുന്നത്. നെവർ ഗിവ്. ഓക്കെ, ക്ലിയർ അല്ലേ? ചാപ്റ്റേഴ്സ് ഇത്രയേ ഉള്ളത്. മിസ്സിൻ്റെ പോർഷൻസ് ആണ്. ഇനി നമ്മുടെ അർജുൻ സർ വന്നിട്ട് ചാപ്റ്റേഴ്സ് എടുക്കും കേട്ടോ. ഇനി നമുക്ക് ഡിസ്കോഴ്സസ് നോക്കാം. വേഗം തന്നെ റെഡി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ മടുത്തോ? നിങ്ങൾക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തേ, ഒന്ന് എഴുന്നേറ്റ് വേണമെങ്കിൽ ഒന്ന് ചാടിക്കോ, കൈയൊക്കെ ഒന്ന് നിവർത്തിക്കോ, സ്ട്രെച്ച് ചെയ്തോ. എന്നിട്ട് വേഗം തന്നെ മിസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞോളൂ. അപ്പോഴേക്കും മിസ്സേ പോലെ മിസ്സ് പോകുന്നില്ല. മിസ്സിന് ഡിസ്കോഴ്സസ് ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴത്തേനും ഒരാൾ ചോക്ലേറ്റൊക്കെ അയച്ചു. വേഗം തന്നെ കുറച്ച് ചത്തുവോ? അങ്ങനെ പറയല്ലേ. നമുക്ക് ഇനി കുറച്ചും കൂടെ കേട്ടോ. നമ്മളിതാ നോക്കിക്കേ, നമുക്ക് എക്സാമൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങിക്കേണ്ടതല്ലേ. അപ്പോൾ കുറച്ച് നേരം കൂടെ നിങ്ങൾ ഇരിക്കാം കേട്ടോ. നറേഷൻ ഉണ്ട്, സ്പീച്ച് ഉണ്ട്, പ്രൊഫൈലുണ്ട്, ക്യാരക്ടർ സ്കെച്ച്, അപ്രീസിയേഷൻ, ബ്ലോഗ്, തോട്ട്സ്. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ ഗബ്രിയൽ ഗാർസിയ മാർക്വേസിൻ്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈലിന് പകരമായിട്ട് ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ഏർലി ലൈഫ് കൊടുത്തിട്ടുണ്ട്. ബോൺ ഓൺ March 6, 1927 എവിടെയാണെന്ന് കൊടുത്തു. സ്റ്റഡീഡ്, എന്താണ് പഠിച്ചതെന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ബയോഗ്രഫിക്കൽ സ്കെച്ചിൽ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര മാർക്കാന്ന് നോക്കി? 1, 2, 3, 4, 5, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ഗബ്രിയൽ ഗാർസിയ മാർക്വേസിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും തന്നോ കേട്ടോ. അൺഹെൽത്തി ആണെങ്കിൽ ചോക്ലേറ്റ് കുറച്ചൊക്കെ കഴിക്കണോ, നമുക്ക് നല്ലതാണ്, നമുക്ക് സന്തോഷം കിട്ടും. യെസ്, നോക്കിക്കേ,
റൈറ്റ്സ് ആൻഡ് അതിന് 1 മാർക്ക് കേട്ടോ. ടൈറ്റിൽ എഴുതിയ കഴിഞ്ഞാൽ 1 മാർക്ക്. പിന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും, അതായത് ഇദ്ദേഹം ആരാണ്, പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണെന്നുള്ള കാര്യം നമുക്ക് പറയുന്നു. അദ്ദേഹം ജനിച്ച കാര്യമാണ് നിങ്ങൾ ആദ്യം പറയുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട്, അങ്ങനത്തെ കൺക്ലൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഒരു മരിച്ച കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ പൊട്ടത്തെറ്റാണ്, മാർക്ക് കിട്ടില്ല കേട്ടോ. ഇനി ഓർഗനൈസേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്, അല്ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നല്ല കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ 1 മാർക്ക് കിട്ടും. അപ്രീസിയേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ മിസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വന്നില്ലെങ്കിൽ മിസ്സിനെ പൊങ്കാലിടും നിങ്ങൾ. എന്നാലും മിസ്സ് പറയാം മിററാണ് മിസ്സിൻ്റെ മനസ്സിൽ തോന്നുന്നത് കേട്ടോ. മിററും നമ്മുടെ സ്വാൻസും ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അത് രണ്ടും വരാനാണ് ചാൻസ്. മിസ്സിൻ്റെ അകക്കണ്ണിൽ കാണുന്നത് അതാണ് കേട്ടോ. യെസ്, ഇനി അത് വന്നില്ല എന്നിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ വരരുത്. ഓക്കെ, ഓർഗനൈസേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്, യൂസസ് അപ്രോപ്രിയേറ്റ് ഡിസ്ക്രിപ്റ്റീവ് വൊക്കാബുലറി. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള വൊക്കാബുലറി എന്ന് വെച്ചാൽ നോക്കിക്കുക, ഇവിടെ കണ്ടോ ബോൺ ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ അതിന് 1 മാർക്കാണ്. യൂസസ് പ്രോപ്പർ ലിങ്കേഴ്സ് ഫോർ കണക്റ്റിംഗ് ദ ഐഡിയാസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ലിങ്കേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആൻഡ് വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. യെസ്, അതുപോലെ തന്നെ യൂസസ് പ്രിസൈസ് ആൻഡ് കൺസൈസ് ലാംഗ്വേജ്, ഭയങ്കര പ്രിസൈസ് ആയിട്ട് വലിച്ചു കാര്യങ്ങൾ നിർത്തി എഴുതല്ല, കുറച്ച് കൺസൈസ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുക. അതിനും 1 മാർക്ക്. അങ്ങനെ 6 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ അല്ലേ. റിവ്യൂ നിങ്ങൾ അർജുൻ സാറിൻ്റെ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ബയോഗ്രഫിക്കൽ സ്കെച്ച് നേരത്തെ പറഞ്ഞ പോലെ എഴുതാം കേട്ടോ. Narration. Okay, narrate the incident in which the stout man speaks about his son and how the truth is revealed at the end. Okay, stout man സംസാരിക്കുന്നു, അവസാനം ട്രൂത്ത് പുറത്തു വരുന്നതായിട്ടുള്ള നരേഷൻ. നരേഷൻ എന്ന് വെച്ചാൽ വിവരിച്ച് എഴുതുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കീ പോയിന്റ്സ് എഴുതണം, അത് കീ ഇവൻറ്റ്സ് എഴുതാം. ഓക്കെ, നരേഷനിൽ വേറെ ഒന്നും പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. കീ ഇവൻറ്റ്സ്. പിന്നെ നമ്മുടെ ഒപ്പീനിയൻസ് വേണ്ട കേട്ടോ, നോ ഒപ്പീനിയൻ. പിന്നെ ഇവൻറ്റ്സ് കറക്റ്റായിട്ട് കൊടുക്കുക, ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ എന്താണ് സീക്വൻസ് കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെന്താണ് ഇൻവോൾവ്, ഇൻക്ലൂഡ് കൊട്ടേഷൻസ്, അതിലുള്ള കൊട്ടേഷൻസും ഇതൊക്കെ തന്നെ എടുക്കാം. കീവേഡ്സ്, നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ള കീവേഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാം. പ്രോപ്പർ ബിഗിനിങ് വേണം, മിഡിൽ വേണം, എൻഡ് വേണം. ആൻഡ് എൻഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നരേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നരേറ്റീവ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നരേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. നോക്കിയപ്പോൾ എന്താ പറയുക, ഇൻ ദ ട്രെയിൻ എ സ്റ്റൗട്ട് മാൻ സ്പീക്സ് പ്രൗഡ്ലി അബൌട്ട് ഹിസ് സൺ ഹു വെന്റ് ടു ദ വാറിൽ പോയിട്ടുള്ള മകനെ പറ്റിയിട്ട് ഭയങ്കര പ്രൗഡായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹി സേസ് ദാറ്റ് ഹിസ് സൺ ഡൈഡ് ഹാപ്പിലി ഫോർ ഹിസ് കൺട്രി ആൻഡ് ദാറ്റ് പാരൻസ് ഷുഡ് നോട്ട് ക്രൈ. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ആളുടെ മകൻ ഭയങ്കര ഹാപ്പി ആയിട്ട് മരിച്ചുപോയി കൺട്രിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ പാരൻസ് കരയരുതെന്നാണ് പറയുന്നത്. ഹി loves and says everyone should be proud of such death. ഓക്കെ, അദ്ദേഹം പറയുവാണ് എല്ലാവരും എന്താണ് പ്രൗഡായിട്ട് ഈ ഒരു മരണങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്താണ് പ്രൗഡായിട്ടിരിക്കണം എന്ന് പറയുന്നു. ദ പാസഞ്ചേഴ്സ് അഡ്മയർ ഹിസ് കറേജ് ആൻഡ് എഗ്രി വിത്ത് ഹിം. ഓക്കെ, പാസഞ്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ കറേജിനെ അഡ്മയർ ചെയ്യാണ്, അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് പറയുന്നു. ദ ഓൾഡ് മാൻ ലിസൺസ് കെയർഫുള്ളി ആൻഡ് ഫീൽസ് ഇൻസ്പയർഡ് ബൈ ഹിസ് വേർഡ്സ്. ഓക്കെ, ഓൾഡ് മാൻ എന്താ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അങ്ങനെ ഇൻസ്പയർഡ് ആവുന്നു. സഡൻലി ഷീ ആസ്ക്, ഓൾഡ് വുമൺ കേട്ടോ, അങ്ങനെ അവർ പെട്ടെന്ന് ചോദിക്കുകയാണ് ഇഫ് ഹിസ് സൺ ഈസ് റിയലി ഡെഡ്, അദ്ദേഹത്തിൻ്റെ മകൻ ശരിക്കും മരിച്ചു പോയോ എന്ന് ചോദിക്കുന്നു. അറ്റ് ദാറ്റ് ടൈം, ആ ഒരു മൊമെൻറ്റിൽ ദ സ്റ്റൗട്ട് മാൻ റിയലൈസസ് ദ ട്രൂത്ത്. സ്റ്റൗട്ട് മാൻ ആ സത്യം മനസ്സിലാക്കുന്നു. ഹി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഹിസ് സൺ ഈസ് ഗോൺ ഫോർ എവർ. അദ്ദേഹത്തിൻ്റെ മകൻ എന്നേക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്നു, അന്ന് നിന്നും പോയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ഹി ബ്രേക്സ് ഡൗൺ ആൻഡ് സ്റ്റാർട്ട്സ് ക്രൈങ് ലൗഡ്ലി. ഓക്കെ, അദ്ദേഹം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, അങ്ങനെ എന്താണ് കരയാൻ തുടങ്ങുന്നു ഉറക്കെ. ഷോയിങ് ദാറ്റ് ഹിസ് പെയിൻ വാസ് ഹിഡൻ ബിഹൈൻഡ് ഹിസ് ബ്രേവ് വേർഡ്സ്. ബ്രേവ് വേർഡ്സിന് പുറകിലായിട്ട് ഒരു സങ്കടം ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത നോക്കി, ഹോഷ്കോം ആ ഒരു പീസ് ഓഫ് സ്ട്രിങ് എടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയി പോകുന്നു. അതിനെ പറ്റിയൊരു നരേഷനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓൺ എ മാർക്കറ്റ് ഡേ അറ്റ് ഗോഡർവിൽ ഹോഷ്കോം നോട്ടീസ്ഡ് എ സ്മോൾ പീസ് ഓഫ് സ്ട്രിങ് ലൈങ് ഓൺ ദ റോഡ്. ബിലീവിങ് ദാറ്റ് നത്തിങ് യൂസ്ഫുൾ ഷുഡ് ബി വേസ്റ്റഡ് ഹി പിക്ഡ് അപ്പ്. ഓക്കെ, ഒന്നും വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്താ മിസ്, ഇതിൻ്റെ ഡയറി വരുമോ? വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ചാൻസ് ഉണ്ട്.
ആൻമരിയ കുട്ടി താങ്ക് യുടാ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നുള്ളത് ആ ഒരു കാര്യം ഇവൻറ്റ് അനുസരിച്ചിട്ടോ ഓരോന്നിൻ്റെയും ആ ഒരു എന്താണ് ഓർഡർ അനുസരിച്ച് എഴുതാം. ഓക്കെ, യെസ്. പിന്നെ സ്പീച്ചാണുള്ളത്. സ്പീച്ചിൻ്റെ എങ്ങനെയാണ് പോയിന്റ്സ് എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് തന്നെ സ്പീച്ചിൻ്റെ ഫോമാറ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സ്പീച്ചിൻ്റെ ഫോമാറ്റ് എന്താണ്? ആദ്യം തന്നെ നമ്മുടെ സ്കൂളിലുള്ളതാണെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും അല്ലേ. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, പിന്നെയോ ടുഡേ I would like to talk about the topic. എന്നിട്ട് ആ ടോപ്പിക്ക് നമ്മൾ എഴുതുന്നു. എന്നിട്ട് ചെയ്യേണ്ട കാര്യം ഇത്ര എഴുതി. ഇത് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റത്തെ കാര്യം കേട്ടോ. അപ്പോൾ സല്യൂട്ടേഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് നമ്മൾ താഴെയായിട്ട് ടുഡേ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് നമ്മൾ എഴുതി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്ത പാരഗ്രാഫ് നമ്മൾ തുടങ്ങുകയാണ്. എന്താ തുടങ്ങുക? എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്? നമ്മൾ ആ ടോപ്പിക്ക് എന്താണെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ചെയ്തിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻവയറമെൻറ്റൽ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ എൻവയറമെൻറ്റ് ഇപ്പോൾ ഭയങ്കര പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടി വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, യെസ്, സ്കൈവിങ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ പ്രശ്നത്തിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പാരഗ്രാഫിൽ എഴുതുന്നു. ലാസ്റ്റത്തെ പാരഗ്രാഫിൽ എന്താണ്? ആ പ്രശ്നത്തിന് ഹെഡിങ് വേണ്ട, സ്പീച്ചിന് ഹെഡിങ് വേണ്ട കേട്ടോ. താങ്ക് യു മോനെ. ഓക്കെ, സ്പീച്ചിന് ഹെഡിങ് വേണ്ടട കൂട്ടാ. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. ലാസ്റ്റ് എന്താണ്? സോ ലെറ്റസ്, ഇവിടെ വിഷയങ്ങളൊക്കെ എഴുതുന്നു. എന്നിട്ടോ സോ ലെറ്റസ് join together and work on എന്താണ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം. ഓക്കെ, എന്തിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ വർക്ക് ഓൺ എന്താണ് ഈ ഒരു ഇഷ്യൂസ്, എൻവയറമെൻറ്റൽ ഇഷ്യൂസിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു സാധനം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് കുത്തിക്കയറ്റണം കേട്ടോ. അപ്പോൾ വിഷയം നന്നായിട്ട് എഴുതണം, കോണ്ടന്റ് നന്നായിട്ട് വേണം. അപ്പോൾ ഒരു ടോപ്പിക്ക് നോക്കി, വാർ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഫാമിലീസ്. ഓക്കെ, ഫാമിലീസിൻ്റെ മേലുള്ള ഇമ്പാക്റ്റ് വാർ എന്നുള്ള ചാപ്റ്ററിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു കുഞ്ഞാക്കിയിട്ടാണ് മിസ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയല്ല നിങ്ങൾ എന്ത് ചെയ്യണം? അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ചായ കുടിച്ചിട്ടില്ല. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, വാർ ബ്രിങ്സ് പെയിൻ ആൻഡ് സോറോ ടു എവറി ഫാമിലി. ഓക്കെ, യെസ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ടുഡേ ഐ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം എടുത്ത് എഴുതണം കേട്ടോ. നിങ്ങളത് ആഡ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ടേക്സ് അവേ യങ് ലൈവ്സ് ആൻഡ് ഫിൽസ് parents' hearts with fear and grief. Soldiers go to war to protect their country, but their families suffer silently at home. അല്ലെ, സോൾജേഴ്സ് എന്താ ചെയ്യുന്നത്? കൺട്രീനെ സംരക്ഷിക്കാനാണ് പോകുന്നത്, പക്ഷെ അവരുടെ ഫാമിലീസ് ഒക്കെ എന്താണ് വീട്ടിൽ സഫർ ചെയ്യുന്നുണ്ടാവും. ദോ വാർ ഈസ് ഫോട്ട് ഇൻ ദ നെയിം ഓഫ് ഡ്യൂട്ടി ആൻഡ് ബ്രേവറി, ഇറ്റ് ലീവ്സ് ബിഹൈൻഡ് ടിയേഴ്സ് ആൻഡ് ലോസ്. അല്ലെ, വാർ എന്ന് പറയുന്ന ഡ്യൂട്ടിയുടെ പേരിലും ബ്രേവറിയുടെ പേരിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അവസാനം അതിൽ നിന്ന് കിട്ടുന്ന എന്താണ്? ലോസും അതുപോലെ തന്നെ ടിയേഴ്സുമാണ്. വി മസ്റ്റ് റെസ്പെക്ട് ദ sacrifice of soldiers and always hope for peace because peace alone can protect humanity. ഓക്കെ, നമ്മൾ എപ്പോഴും എന്താണ് ഈ പറയുന്ന സോൾജേഴ്സിൻ്റെ സാക്രിഫൈസിനെ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പീസിന് വേണ്ടിയിട്ടാണ് ഹോപ്പ് ചെയ്യേണ്ടത് അല്ലേ. വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ച്? ഹോഷ്കോമിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓക്കെ, യെസ്. പിന്നെ പറയാം കേട്ടോ. പിന്നെ എന്താണ്? പീസിന് മാത്രമാണ് നമ്മൾ ഹ്യൂമാനിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അടുത്തൊരു ടോപ്പിക്കാണ് വാർ, ഗ്ലോറി ഓർ ഗ്രീഫ്. ഇതേ കാര്യം തന്നെ ഡിബേറ്റ് ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതേ സാധനം തന്നെ ഡിബേറ്റ് ആയിട്ടും വരും. ഓക്കെ, ഗ്ലോറി ആണോ ഗ്രീഫ് ആണോ എന്നുള്ളത്. അതും എന്താണ്? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് വാർ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ ഹ്യൂമൻ ലൈഫ്. നിങ്ങളിത് പഠിച്ചു വെച്ചോളൂ, വാറിനെ പറ്റിയിട്ടുള്ളത് കേട്ടോ. ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്, അപ്പോൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. Okay, war is often spoken of as heroic and glorious, but in reality it brings deep pain and suffering. Okay, heroic ആണ് glorious ആണെന്നൊക്കെ സാധാരണ പറയുന്നുണ്ടെങ്കിൽ ഒരു deep painഉം സഫറിങ്ങുമാണ് കൊണ്ടുവരുന്നത്. യങ് സോൾജേഴ്സ് ലീവ് ദയർ ഹോംസ് വിത്ത് ഡ്രീംസ് ആൻഡ് കറേജ്. യങ് സോൾജേഴ്സ് എന്താണ്? അവരെ ഡ്രീംസും കറേജും വെച്ചിട്ടാണ് വീട് വിടുന്നുണ്ടാവുക, പക്ഷേ കുറേ ആളുകളും തിരിച്ചു വരുന്നില്ല. ബിഹൈൻഡ് എവറി സോൾജർ ദർ ഇസ് എ മദർ വെയിറ്റിംഗ്, എ ഫാദർ പ്രേയിങ് ആൻഡ് എ ഫാമിലി ലിവിങ് ഇൻ ഫിയർ. അല്ലെ, ഓരോ സോൾജേഴ്സിൻ്റെ പുറകിൽ ഒരു അമ്മ കാത്തിരിക്കുന്ന ഒരു അമ്മ ഉണ്ടാവും,
ഉണ്ടാവും, പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനുണ്ടാവും, അതുപോലെ തന്നെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലി ഉണ്ടാവും. പിന്നെ എന്താണ് വാറിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യുക. അവസാനം താങ്ക് യു, ലെറ്റ് us റെസ്പെക്ട് അവർ സോൾജേഴ്സ് ആൻഡ് വർക്ക് ടുവേർഡ്സ് എ വേൾഡ് വിത്തൗട്ട് വാർ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചേക്കുന്നു. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നരേഷിന് ഹെഡിങ് വേണമെന്നില്ല കേട്ടോ, നരേഷിന് ഹെഡിങ് വേണമെന്നില്ല. അടുത്ത ടോപ്പിക് എന്താണ്? ദ ഡേഞ്ചേഴ്സ് ഓഫ് ഫാൾസ് അക്യൂസേഷൻസ്. നമ്മുടെ ഹൗസ് കോമിൻ്റെ ചാപ്റ്ററിലുള്ളതാണ് കേട്ടോ. ഫാൾസ് അക്യൂസേഷൻസിൻ്റെ ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. റെസ്പെക്റ്റഡ് എൽഡേഴ്സ് ആൻഡ് ഡിയർ വില്ലേജേഴ്സ്, ഐ സ്റ്റാൻഡ് ബിഫോർ യു today to speak about the dangers of false accusations. The false charge may begin as a small doubt, but it can destroy an honest person's life. Okay, അങ്ങനെ പറഞ്ഞിട്ട് ഹൗസ് കോമിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. റെഡി? ഇത്രയും കാലം സ്പീച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കോണ്ടന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടന്റ് ആണ് വേണ്ടത് കേട്ടോ. അപ്പം മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു. ഇനി തോട്ട്സ് ആണ്. തോട്ട്സ് ഈസിയാണ്. തോട്ട്സും ഡയറിയും ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. ഒരേ പാറ്റേൺ ആണ്. ഡയറിക്ക് കുറച്ച് ഫോമാറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓൾഡ് മാൻ്റെ ആ ഒരു സ്റ്റൗട്ട് മാൻ പറയുന്നത് കേട്ടിട്ടുള്ള തോട്ട്സ് ആണ് കേട്ടോ. നോക്കിക്കേ, വൈ ആർ മൈ ടിയേഴ്സ് നോട്ട് സ്റ്റോപ്പിംഗ്? എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണുനീര് നിൽക്കാത്തത്? അതേഴ്സ് ആർ സഫറിങ് ടു. മറ്റുള്ളവരും സഫർ ചെയ്യുന്നുണ്ട്. യെറ്റ് ദേ സ്പീക്ക് സോ ബ്രേവ്ലി. എന്നിട്ടും അവർ ഇത്രയും ബ്രേവായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? വളരെയധികം എന്താണ് ബ്രേവായിട്ട് സംസാരിക്കുന്നത്. ദിസ് മാൻ ടോക്സ് അബൌട്ട് ഹിസ് സൺസ് ഡെത്ത് വിതൗട്ട് ക്രൈങ്. ഈ മനുഷ്യൻ നോക്കുക, അയാളുടെ മകൻ്റെ മരണത്തെപ്പറ്റി കരയാതെയാണ് സംസാരിക്കുന്നത്. ഈസ് ദിസ് വാട്ട് കറേജ് ലുക്ക് ലൈക്ക്? ഇതിനാണോ ധൈര്യം എന്ന് പറയുന്നത്? മേ ബി ഐ എം ടു വീക്ക്. ചിലപ്പോൾ ഞാൻ ഭയങ്കര വീക്കായിരിക്കും. മേ ബി എ മദർ മസ്റ്റ് ലേൺ ടു ബി സ്ട്രോങ്. ചിലപ്പോൾ ഒരു അമ്മ എന്തായാലും സ്ട്രോങ് ആയിട്ടിരിക്കാൻ പഠിക്കണം. അവർ സൺസ് ഡു നോട്ട് ലിവ് ഓൺലി ഫോർ അസ്. നമ്മുടെ സൺസ് എന്താണ് നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്. ദേ ലിവ് ഫോർ ദ കൺട്രി ടു. അവർ കൺട്രിക്ക് വേണ്ടി കൂടിയാണ് ജീവിക്കുന്നത്. ബട്ട് മൈ ഹാർട്ട് സ്റ്റിൽ ഏക്സ്. പക്ഷേ എൻ്റെ ഹൃദയം എപ്പോഴും വേദനിക്കുന്നു. ഹൗ ക്യാൻ എ മദർ ലെറ്റ് ഹെർ ചൈൽഡ് ഗോ ടു ഡേഞ്ചർ? എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് തൻ്റെ കുട്ടിയെ ഡേഞ്ചറിലേക്ക് തള്ളിവിടാൻ പറ്റുക? ഹൗ ക്യാൻ വൺ സ്മൈൽ വെൻ ഡെത്ത് ഈസ് സോ ക്ലോസ്? എങ്ങനെയാണ് ഡെത്ത് ഇത്രയും ക്ലോസ് ആകുമ്പോൾ ഒരാൾക്ക് ചിരിക്കാനായിട്ട് സാധിക്കുക? ഐ വാണ്ട് ടു ബിലീവ് ഹിസ് വേർഡ്സ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വേർഡ്സിനെ വിശ്വസിക്കണമെന്നുണ്ട്. ഐ വാണ്ട് ടു റൈസ് അബവ് മൈ ഫിയർ. എനിക്ക് എൻ്റെ ഫിയറിൻ്റെ മേലേക്ക് പറന്നുയരണമെന്നുണ്ട്. ഈ ഡീപ്പ് ഇൻസൈഡ്. എന്നിട്ടും എൻ്റെ ഉള്ളിൽ ഐ എം സ്റ്റിൽ എ മദർ. ഞാൻ എപ്പോഴും ഒരു അമ്മയാണ്. എഫ്രൈഡ്, പേടിയുള്ള, ബ്രോക്കൺ, തകർന്ന, ആൻഡ് പ്രേയിങ് ദാറ്റ് മൈ സൺ വിൽ റിട്ടേൺ അലൈവ്. എൻ്റെ മകൻ ജീവനോട് തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മ മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ കേട്ടോ. തോട്ട്സ് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഹോഷ് കോമിൻ്റെ തോട്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഡൗട്ട് അടിക്കും. എല്ലാവരും ഡൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തോട്ട്സ് എന്തായിരിക്കും? വൈ ആർ ദേ സ്റ്റിൽ ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് ദിസ്? എന്തിനാണ് ഇവരൊക്കെ എന്നെ ഇപ്പോഴും ഇങ്ങനെ നോക്കുന്നത്? ദ പോക്കറ്റ് ബുക്ക് ഹാസ് ബീൻ ഫൗണ്ട്. പോക്കറ്റ് ബുക്ക് കിട്ടി. ദ ട്രൂത്ത് ഇസ് ക്ലിയർ. ട്രൂത്ത് ഇപ്പോൾ ക്ലിയർ ആണ്. ദെൻ വൈ ഡു ദേ ലാഫ്? ഓക്കെ, എന്നിട്ടും അവർ തന്നെ ലാഫ് ചെയ്യുന്നത്, ചിരിക്കുന്നത്. ഈസ് ഓണസ്റ്റി സോ വീക്ക്? ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും വീക്കാണോ? ഈസ് ട്രൂത്ത് സോ യൂസ്ലെസ്? ട്രൂത്ത് എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആണോ? ഐ ഹാവ് ടോൾഡ് മൈ സ്റ്റോറി 100 times. ഞാനൊരു 100 തവണ എൻ്റെ കഥ പറഞ്ഞതാണ്. ഈച്ച് വേർഡ് കെയിം ഫ്രം മൈ ഹാർട്ട്. ഓരോ വേർഡ്സും എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വന്നത്. സ്റ്റിൽ എന്നിട്ടും ദേ ഡൗട്ട് മീ. അവരെന്നെ ഡൗട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം പറയുമോ? അത് തന്നെ മിസ് ഇതെടുക്കട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ദേ തിങ്ക് ഐ പ്ലാൻഡ് എവറിത്തിങ്. ഓക്കെ, അവർ പറയുന്നത് വിചാരിക്കുന്നത് എന്താ? ഞാനാണ് എല്ലാം പ്ലാൻ ചെയ്തതെന്നാണ്. ദേ തിങ്ക് ഐ ആം ക്ലെവർ ആൻഡ് ഡിസോണസ്റ്റ്. അവർ വിചാരിക്കുന്നത് ഞാൻ ക്ലെവറും ഡിസോണസ്റ്റ് ആണെന്നാണ്. ദേ ഡു നോട്ട് സീ മൈ പെയിൻ. അവരെൻ്റെ പെയിൻ കാണുന്നില്ല. ദേ ഡു നോട്ട് ഹിയർ മൈ സഫറിങ്. അവരെൻ്റെ സഫറിങ് കേൾക്കുന്നില്ല. മൈ നെയിം ഇസ് റൂയിൻഡ്. എൻ്റെ പേര് നശിച്ചുപോയി. മൈ ഓണർ ഇസ് ബ്രോക്കൻ. ഓക്കെ, എൻ്റെ ഓണർ നശിച്ചു. വെർ എവർ ഐ ഗോ ഐ ഫീൽ ദർ ഐസ് ഓൺ മൈ ബാക്ക്. ഞാൻ എവിടെ പോയാലും അവരെന്നെ നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ദർ വിസ്പർ ഫോളോ മീ ലൈക്ക് ഷാഡോസ്. അവരുടെ വിസ്പർ എന്താണ്? എന്നെ ഷാഡോസ് പോലെ പിന്തുടരുന്നുണ്ട്. ഐ എം ടയേർഡ് ഓഫ് എക്സ്പ്ലെയിനിങ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ടയേർഡായി ഞാൻ. ടയേർഡ് ഓഫ് പ്രൂവിങ് മൈ ഇന്നസെൻസ്. ഞാൻ എൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്തുകൊണ്ട് ടയേർഡായി. എ പീസ് ഓഫ് സ്ട്രിങ് ഹാസ് ബിക്കം ഹെവിയർ ദാൻ മൈ ലൈഫ്. എൻ്റെ ലൈഫിനേക്കാളും ഹെവിയർ ആയിട്ടുണ്ട് ഈ ഒരു പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. അതിനിപ്പോൾ എൻ്റെ ലൈഫിനേക്കാളും ഭാരമുണ്ട്. ഇഫ് ഓൺലി ദേ ബിലീവ്ഡ് മീ വൺസ്. ഇഫ് ഓൺലി ട്രൂത്ത് മാറ്റേർഡ് മോർ ദാൻ സസ്പീഷൻ. ഒരിക്കലെങ്കിലും അവരെന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ, ഒരിക്കലെങ്കിലും ഈ സംശയത്തിനേക്കാളും വലുതാ ട്രൂത്തായിട്ട് മാറിയിരുന്നെങ്കിൽ, ദെൻ മൈ ഹാർട്ട് വുഡ് ഫൈനലി ബി അറ്റ് പീസ്. എനിക്ക് അപ്പോഴേ സമാധാനം കിട്ടൂ എന്നാണ് പറയുന്നത്. ഹോഷ് കോമിൻ്റെ ഈ ഒരു തോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എടുക്കാൻ പോകുന്നു. നമ്മുടെ പോർഷൻസ് തീരാറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അർജുൻ സാറിനെ വിളിക്കാം കേട്ടോ. ക്യാരക്ടർ സ്കെച്ചാണ്. ഇതിൽ മിസ് റാങ്ക് ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഹോഷ് കോമിൻ്റെ ചാപ്റ്ററിൽ നിന്ന്. ഹോഷ് കോം, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗട്ട് മാൻ, നമ്മുടെ ദുഷ്യന്തൻ. ഓക്കെ, കിങ്, സ്റ്റൗട്ട് മാൻ്റെ നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ,
സ്റ്റൗട്ട് മാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്പീക്കറാണ്. ബോൾഡായിട്ട് സംസാരിക്കുന്നു വോറിനെ പറ്റിയിട്ടും ഡ്യൂട്ടീനെ പറ്റിയൊക്കെ പേടിയില്ലാതെ. പക്ഷേ ഉടായ്പായിരുന്നു അല്ലേ, ആദ്യം തന്നെ അഭിനയിക്കുന്നതാണ്. ഓക്കെ, he believes that children do not belong only to their parents but also to their country. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് കുട്ടികൾ എന്ന് പറയുന്ന പാരൻസിൻ്റെ മാത്രമല്ല, പിന്നെയോ കൺട്രിയുടെയും കൂടെയാണെന്ന് പറയുന്നു. ഹി ഫീൽസ് ദാറ്റ് യങ് മാൻ ഷുഡ് ഗോ ടു വാർ വില്ലിംഗ്ലി ടു പ്രൊട്ടക്ട് ദ നേഷൻ. നേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വില്ലിംഗ്ലി പോകേണ്ടതാണ് എന്ന് പറയുന്നു. ഹി സേസ് പാരൻസ് ഷുഡ് നോട്ട് ക്രൈ ബിക്കോസ് ദെയർ സൺ ഡൈ പ്രൗഡ്ലി ഫോർ ദെയർ കൺട്രി. അവർ പറഞ്ഞ പാരൻസ് കരയാൻ പാടില്ല, അവരുടെ മകൻ വളരെ പ്രൗഡായിട്ട് എന്താണ് കൺട്രിക്ക് വേണ്ടി മരിച്ചതാണെന്ന് പറയുന്നു. ഔട്ട്വേർഡ്ലി ഹി അപ്പിയേഴ്സ് ബ്രേവ്, ഫേം ആൻഡ് പ്രൗഡ്. പുറത്തേക്ക് എന്താണ് അദ്ദേഹം വളരെ ബ്രേവ് ആയിട്ടും പ്രൗഡായിട്ടൊക്കെ കാണാൻ പറ്റുന്നു. He does not wear morning dress ഒന്നും ക്ലോത്ത്സ് ഒന്നും ധരിച്ചിട്ടില്ല. ഷോയിങ് ദാറ്റ് ഹി ട്രൈസ് ടു ആക്സെപ്റ്റ് ഹിസ് സൺസ് ഡെത്ത് വിത്ത് കറേജ്. ധൈര്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണം അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹി ടോക്സ് ആസ് ഇഫ് ഹി ഹാസ് ഫുൾ കൺട്രോൾ ഓവർ ഹിസ് ഇമോഷൻസിൻ്റെ മേൽ മുഴുവൻ കൺട്രോൾ അദ്ദേഹത്തിനുള്ളതായിട്ട് അദ്ദേഹം പറയുന്നു. അതർ പാസഞ്ചേഴ്സ് ആർ ഇംപ്രസ്ഡ് ആൻഡ് അഗ്രി വിത്ത് ഹിസ് വ്യൂസ്. മറ്റ് പാസഞ്ചേഴ്സ് അഗ്രി ചെയ്യുന്നുണ്ട്, ഇംപ്രസ്ഡ് ആണ്. ഹൗവർ ഉള്ളിൽ എന്താണ് ഇൻസൈഡ് ഹീസ് ഡീപ്ലി ഇമോഷണൽ ആൻഡ് ബ്രോക്കൺ ആണെന്ന് മനസ്സിലാവുന്നു. When the old woman asks if his son is really dead, his strength collapses. അല്ലെ, ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ഒക്കെ പോയി പോകുന്നത്. This shows that his bravery was a mask hiding his pain. ഓക്കെ, ഇത് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബ്രേവറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെയിൻ കാണാതിരിക്കാനുള്ള ഹൈഡ് ചെയ്യുന്ന ഒരു മാസ്ക് ആയിരുന്നു. Thus the stout man is a complex character. ഈ സ്റ്റൗട്ട് മാൻ എന്താണ്, ഒരു കോംപ്ലക്സ് ക്യാരക്ടറാണ് എന്നാണ് പറയുന്നത് കേട്ടോ. യെസ്, സ്ട്രോങ് ആണ് വേർഡ്സിൽ, പക്ഷെ വീക്ക് ആണ് ഹേർട്ട് വൈസ്. ഓക്കെ, ഹി റെപ്രസെൻറ്റ്സ് ദ ഡീപ്പ് സഫറിംഗ് ഓഫ് പാരൻസ് ഡ്യൂറിംഗ് വാർ ആൻഡ് ഷോസ് ഹൗ ഗ്രീഫ് ക്യാൻ ബി ഹിഡൻ ബിഹൈൻഡ് പ്രൈഡ് ആൻഡ് പാട്രിയോട്ടിസം. ഓക്കെ, പാട്രിയോട്ടിസത്തിനൊക്കെ എന്താണ് അടിയിലായിട്ട് ഈ പറഞ്ഞ ഹ്യൂജ് ആയിട്ടുള്ള വളരെ വലിയ ഗ്രീഫ് അത് ഒളിപ്പിച്ച് വെക്കുന്ന ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവാണ് നമ്മുടെ ഈ ഒരു സ്റ്റൗട്ട് മാൻ എന്ന് പറയുന്നത്. ഓക്കെ, തെരേസേൻ്റെ ക്യാരക്ടർ സ്കെച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, തെരേസ. യെസ്, അപ്പോൾ ഇത് ഡിസ്ക്രിപ്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളിത് വായിച്ച് നോക്കുക. നമ്മൾ നേരത്തെ നോക്കിയതാണ്, അതുകൊണ്ടാണ് മിസ് ഇപ്പോൾ രണ്ടാമത് വായിക്കാത്തത് കേട്ടോ. ഇത് വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഹോഷ്കോമിൻ്റെ എന്താണ്, സിമ്പിളാണ്, ഓണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, ഹാർഡ് വർക്കിംഗ് പെസൻ്റ് ആണ്. പിന്നെ ഹി ബിലീവ്സ് ദാറ്റ് ഈവൻ സ്മോൾ യൂസ്ഫുൾ തിങ്സ് ഷുഡ് നോട്ട് ബി വേസ്റ്റഡ്. അതായത് ചെറിയ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ പോലും എന്ത് ചെയ്യരുത്, വേസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. തെരേസ ഉണ്ട് കേട്ടോ, തെരേസൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് വെക്കുക കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് നോട്ട് അയക്കുമ്പോൾ വയ്ക്കും. ഹിസ് ആക്ട് ഓഫ് picking up a piece of string shows his careful nature. He is innocent ആണ്, പക്ഷേ എന്താണ്, becomes a victim of suspicion because of his enemy മെലാൻഡിൻ കാരണം കൊണ്ട് അദ്ദേഹം എന്താണ്, ഒരു വിക്ടിമായിട്ട് മാറുന്നു. സെൻസിറ്റീവ് ആണ്, ഡീപ്ലി അഫക്റ്റഡ് ആണ് ബൈ പബ്ലിക് ഒപ്പീനിയൻ. വെൻ പീപ്പിൾ ഡൗട്ട് ഹിം ഹി റിപ്പീറ്റഡ്ലി ട്രൈസ് ടു പ്രൂവ് ഹിസ് ഇന്നസെൻസ്. വീണ്ടും എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് മോക്കറിയും ഡിസ്ബിലീഫും അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ്. ഓക്കെ, സ്പിരിറ്റിന് ബ്രേക്ക് ചെയ്യുന്നു, ഡിപ്രഷനായി പോകുന്നു അല്ലേ ആള്. In the end, his inability to clear his name destroys his peace and health. പീസും ഹെൽത്തും പോകുന്നു. അങ്ങനെ എന്താണ്, അദ്ദേഹം എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഹൗ സൊസൈറ്റി ക്യാൻ ക്രഷ് ആൻ ഇന്നസെൻറ്റ് പേഴ്സൺ ത്രൂ ഫാൾസ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ക്രുവൽറ്റി എന്നുള്ളതിൻ്റെ എക്സാമ്പിളായിട്ട് അദ്ദേഹം മാറുന്നു. ഓക്കെ, ഇനി ശകുന്തള ഒരു ഫോസ്റ്റർ ഡോട്ടറാണ്, സേജ് കൺവേൻ്റെ, ആൻഡ് ലിവ്സ് ഇൻ എ പീസ്ഫുൾ ഹെർമിറ്റേജിലാണ് ജീവിക്കുന്നത്. ജെൻറ്റിലാണ്, കൈൻഡ് ആണ്, അതുപോലെ തന്നെ പ്യുവർ ആണ്. ലവ്സ് പ്ലാന്റ്സ്, ട്രീസ് ആൻഡ് ആനിമൽസ് ലൈക്ക് ഹെർ ഓൺ ഫാമിലി. ഓക്കെ, സ്വന്തം ഫാമിലി പോലെയാണ് ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്ന നേച്ചർ ലവറാണ് അല്ലേ. വാട്ടേഴ്സ് ദ ട്രീസ് ലവിംഗ്ലി ആൻഡ് ട്രീറ്റ്സ് ദം ലൈക്ക് സിസ്റ്റേഴ്സ്. ശകുന്തള സിമ്പിളാണ്, ഹമ്പിളാണ്, പിന്നെന്താണ്, ഓർണമെൻറ്റ്സ് ഒന്നും ധരിക്കുന്നില്ല. ലിവ്സ് എ ലൈഫ് ക്ലോസ് ടു നേച്ചറിനോട് ക്ലോസ് ആയിട്ടാണ്. ഗ്രാമർ നാളെയാണ് മോനെ, നാളെ രാവിലെ 5 മണിക്ക് കേട്ടോ. ഓക്കെ, നമ്മളെല്ലാം പഠിക്കും, ഗ്രാമർ എല്ലാം പഠിക്കും, പേടിക്കണ്ട. believes in doing good deeds without expecting any reward. ഓക്കെ, പിന്നെ സെൻസിറ്റീവ് ആണ്, ഇമോഷണൽ ആണ്. ട്രീസും പ്ലാന്റ്സും ഒക്കെ സംസാരിക്കാൻ പറ്റുന്നു, ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നു അവൾ വിശ്വസിക്കുന്നു. ഇമാജിനേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, പിന്നെന്താ, വെരി ബ്യൂട്ടിഫുൾ, പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടിയാണ്, ഇന്നസെൻ്റ് ആണ്. കിങ് അവളെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്, കമ്പയർഡ് ടു ഫ്ലവേഴ്സ് ആൻഡ് ടെൻഡർ ക്രീപ്പേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡ്സ് പെർഫെക്റ്റ്ലി വിത്ത് ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഓഫ് ദ ഹെർമിറ്റേജ്. ഷീസ് പ്ലേഫുൾ ആണ്, ഫ്രണ്ട്ലി ആണ് വിത്ത് ഹെർ കമ്പാനിയൻസ്. അനസൂയ ആൻഡ് പ്രിയമവദ ആക്സെപ്റ്റ്സ് ദർ ടീസിങ് വിത്ത് എ സ്മൈൽ ആൻഡ് നെവർ ഗെറ്റ്സ് ആംഗ്രി. ഓക്കെ, ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല അല്ലേ. പിന്നെ എന്താ, ഓവറോൾ ശകുന്തള റെപ്രസെൻറ്റ്സ് പ്യൂരിറ്റി,
പ്യൂരിറ്റീനെയും ഗ്രേസിനെയും ആൻഡ് ഹാർമണി വിത്ത് നേച്ചർ ഇതിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ ആൻഡ് നാച്ചുറൽ ബ്യൂട്ടിനെയും ഗുഡ്നെസ്സിൻ്റെയും സിംപ്ലിസിറ്റിൻ്റെയും ഒരു സിമ്പിളാണ് ആര് ശകുന്തള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഡിസ്ക്രിപ്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട് മിസ്സ്. കിങ് ദുഷ്യന്തനെ പറ്റിയിട്ട് ഒരു പവർഫുൾ ലീഡറാണ്, ബ്രേവ് ആണ്, പവർഫുൾ റൂളറാണ്, റെസ്പെക്ട്ഫുൾ ആണ് അല്ലേ, പിന്നെ ഫിയർലെസ് ആണ്, ഹണ്ടിങ്ങിലൊക്കെ ഉണ്ട്, സ്കിൽഡ് ഇൻ ഹണ്ടിങ്, കൈൻഡ് ഹാർട്ടഡ് ആണ്, കമ്പാഷനേറ്റ് ആണ്, പിന്നെന്താണ് ആ ഒരു ഡിയർ ഹെമിറ്റേജിലാണെന്ന് അറിയുമ്പോൾ നിർത്തുന്നുണ്ട്, റെസ്പെക്ട്ഫുൾ ടുവേർഡ്സ് സേജസ് ആൻഡ് ഹോളി പ്ലേസസ്, പിന്നെന്താ ഹി ബോസ് ബിഫോർ ദ ഹെർമിറ്റ്സ് ആൻഡ് ഫോളോസ് ദെയർ അഡ്വൈസ് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്, ഹിസ് ഹംബിൾ ഡിസ്പൈറ്റ് ബീങ് എ കിങ് ആണെങ്കിലും ഹംബിൾ ആണ്, റിമൂവ്സ് ഹിസ് റോയൽ ഓർണമെൻറ്റ്സ് ആൻഡ് വെപ്പൺസ് ബിഫോർ എൻറ്ററിങ് ദ ഹെർമിറ്റേജ്, ഹി ലവ്സ് പീസ് ആൻഡ് ഡസ് നോട്ട് വിഷ് to disturb the calm atmosphere of the hermitage. ഇത് കാണിക്കുന്ന എന്താ ഡിസിപ്ലിനും സെൽഫ് കൺട്രോളിങ് കൺട്രോൾ ഉണ്ടെന്ന് അറിയാം, സെൻസിറ്റീവ് ആണ് ബ്യൂട്ടിയോട് നേച്ചറിനോട്, പ്യൂരിറ്റി ഓഫ് ദ ഹെർമിറ്റേജ് ആൻഡ് അഡ്മയർസ് ഇറ്റ്സ് സറൗണ്ടിങ്സ് അതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ജെൻറ്റിൽ ആണ്, റെസ്പെക്ട്ഫുൾ ആണ് ശകുന്തളയുടെ കേസിലൊക്കെ, പിന്നെ എന്താണ് അവരെ വളരെ ക്വയറ്റ് ആയിട്ട് ഇൻട്രപ്റ്റ് ചെയ്യാണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, ഒരു പോയറ്റിക് ആൻഡ് ഇമാജിനേറ്റീവ് മൈൻഡ് ഉണ്ട്, കമ്പയർസ് ശകുന്തള ടു ഫ്ലവേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ആൻഡ് ടെൻഡർ ഷൂട്ട്സ്. ഓവറോൾ കിങ് ദുഷ്യന്ത ഒരു ഐഡിയൽ കിങ് ആണ്, ബ്രേവ് ആണ്, നോബിൾ ആണ്, അതുപോലെ തന്നെ റെസ്പെക്ട്ഫുൾ ആണ്, മോറൽ വാല്യൂസും സ്പിരിച്വൽ വാല്യൂസും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്യാരക്ടർ സ്കെച്ചിൽ നോക്കണം. തെരേസേൻ്റെ ക്യാരക്ടർ സ്കെച്ച് മിസ്സിൽ വെക്കാം കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്കത് ഡിസ്ക്രൈബ് ചെയ്ത് തരണമെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ അതും ചെയ്യാം. നാളെ രാവിലെ നമുക്ക് വേഗം തന്നെ അതും കൂടെ ചെയ്യാം കേട്ടോ. യെസ്, ലെറ്റർ. ദ സ്റ്റൗട്ട് മാൻ വാണ്ട്സ് ടു റൈറ്റ് എ ലെറ്റർ. ലെറ്റർ എങ്ങനെ എഴുതേണ്ടത്? നമ്മൾ ഒരു ഫോമാറ്റ് ഉണ്ട്, ആ ഒരു ഫോമാറ്റിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇൻഫോർമൽ ആണോ ഫോർമൽ ആണോ നോക്കുക, എന്നിട്ട് വേണം. സ്റ്റൗട്ട് മാൻ ഒരു ലെറ്റർ എഴുതണം ഫ്രണ്ടിന്. ഓക്കെ, യെസ്. അപ്പോൾ ഫ്രമും ഇതൊക്കെ കൊടുത്തു, ഡേറ്റ് കൊടുത്തു. ഡിയർ ഫ്രണ്ട്, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ വിത്ത് എ ഹെവി ഹാർട്ട് ഡ്യൂറിങ് മൈ ട്രെയിൻ ജേർണി. ഞങ്ങൾ സംസാരിച്ചു, എൻ്റെ മകൻ മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ഇമെയിൽ കണ്ടില്ല, അതേ കോണ്ടന്റ് തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ ഹോഷ്കോം ഒരു ലെറ്റർ എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ സഫറിങ്, എന്നെ തെറ്റിദ്ധരിക്കുന്ന എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതുന്നതാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ഫോമാറ്റ് കറക്റ്റായിട്ട് എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രം എന്നൊന്നും എഴുതണ്ട കേട്ടോ. ഹോഷ്കോം അഡ്രസ്സ് എഴുതുന്നു. ഡിയർ ഫ്രണ്ട്, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ വിത്ത് എ ഹെവി ഹാർട്ട്. ഓക്കെ, സങ്കടമുള്ളതിനൊക്കെ ഹെവി ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഐ പിക്ഡ് അപ്പ് എ സ്മോൾ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദ റോഡ് തിങ്കിങ് ഇറ്റ് വാസ് യൂസ്ലെസ് ടു ലീവ് ഇറ്റ് ദർ. ദാറ്റ് സ്മോൾ ആക്ട് ഹാസ് ഡിസ്ട്രോയിഡ് മൈ ലൈഫ്. എൻ്റെ ലൈഫ് അത് നശിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ലെറ്ററിൽ. ഓക്കെ, യെസ്. പിന്നെ നമ്മുടെ ഡയറി ഉണ്ട്. ഡയറി നമ്മൾ നേരത്തെ തോട്ട്സ് നോക്കിയ പോലെ തന്നെ കേട്ടോ. ഇതിന് ഫോമാറ്റ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ഒരു ബോക്സ് വരച്ചിട്ട് എഴുതാം. പിന്നെയോ ഡേറ്റ് വേണം, ഡേ വേണം. ഓക്കെ, പിന്നെ ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ എന്തെങ്കിലും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാവാം, സങ്കടമാവാം, എന്തും ആവാം. ഓക്കെ, ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് പാസ്റ്റ് ടെൻസിൽ എഴുതുക. അതുപോലെ തന്നെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ, എക്സ്പ്രഷൻ ഇട്ടിട്ട് എഴുതുന്നതല്ല. ക്ലാസ് എപ്പോൾ തീരുമെന്ന് അറിയാമോ? ഇപ്പോൾ 9 മണിയാകുമ്പോൾ എന്തായാലും മിസ്സിൻ്റെ 9:50 ഒക്കെ ആകുമ്പോൾ 9:40 മിസ്സിൻ്റെ ക്ലാസ് തീരും. പിന്നെ അർജുൻ സർ വന്നിട്ട് ഒരു 1.5 മണിക്കൂർ മാക്സിമം ഉണ്ടാവുള്ളൂ. ഓക്കെ, യെസ്. ഹോഷ്കോമിൻ്റെ എക്സാമിന് ചോദിച്ച കാരണം കൊണ്ട് ചാൻസ് കുറവാണ്. ചാൻസ് കുറവാണ്. ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് തെരേസ അല്ലെങ്കിൽ നമ്മുടെ യെസ് ഏതായിരുന്നു മിസ് പറഞ്ഞത്? തെരേസയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹോഷ്കോമിൻ്റെ തെരേസേൻ്റെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. സ്റ്റുഡൻറ്റിൻ്റെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് എന്തായാലും രണ്ടും എഴുതി തരാം, രണ്ടും തരാം കേട്ടോ. നിങ്ങൾക്ക് നോട്ട്സ് തരാം. സ്റ്റുഡൻറ്റിൻ്റെ വരുമെന്നല്ലേ. ഇവൻ്റ് ഇൻവിറ്റേഷൻ ഉണ്ടാകുമോ? ഇവൻ്റ് ഇൻവിറ്റേഷനും ഇതുപോലെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല മിസ്. എന്നാൽ അതിൻ്റെയും കൂടെ എല്ലാത്തിൻ്റെയും നോട്ടും കൂടെ വെച്ച് തരാം, പേടിക്കണ്ട കേട്ടോ. ഗ്രാമർ എടുക്കൂ. ഗ്രാമർ നാളെ രാവിലെയാണ് കൂട്ടാ. ഓക്കെ, അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഒക്കെ എഴുതുന്നു. തോട്ട്സ് തന്നെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹോഷ്കോമിൻ്റെ അന്നത്തെ ഒരു ദിവസത്തെ ഡയറി ആണെങ്കിലോ നമ്മളെങ്ങനെ എഴുതും? ഇതുപോലെ ഡേറ്റ് ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ
This night feels longer than all the others. My heart is heavy and sleep refuses to come. Today at the market I was laughed at and insulted like a criminal. I picked up only a small piece of string, yet people look at me as if I had stolen a fortune. My honesty has become my greatest punishment എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, പേടിക്കേണ്ട ചത്തു എന്നോ മിസ്. ഓൾഡ് വുമൺ ഓർ മോർണിംഗ് വുമൺ വിൽ കം ഇൻ. ക്യാരക്ടർ സ്കെച്ചിലല്ലേ ഓൾഡ് വുമണിൻ്റെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓൾഡ് വുമൺ നമുക്ക് നാളത്തെ നോട്ട്സിൽ മിസ് അതും കൂടെ വെച്ചിട്ട് അയക്കാം കേട്ടോ. അപ്പോൾ പേടിക്കണ്ട, നിങ്ങൾക്ക് അതും കൂടെ കാണിച്ചു തന്നിട്ടുണ്ട് നാളത്തെ ഇതിൽ. സ്റ്റൗട്ട്മാൻ്റെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് വെക്കും. തെരേസ സ്റ്റുഡൻറ്റ്, അതുപോലെ തന്നെ ഓൾഡ് വുമൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേട്ടോ, പേടിക്കണ്ട. യെസ്, അപ്പോൾ നമ്മളെ ഡയറി എഴുതുന്ന ഈസിയാണ്. നിങ്ങൾ തോട്ട്സിൽ എഴുതുന്ന പോലെയൊക്കെ തന്നെ ആകെ തന്നെ കുറച്ച് എക്സ്പ്രഷൻസ് നിങ്ങൾ നോക്കി വെക്കണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ബ്ലോഗ് എഴുതുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, മൈ എക്സ്പീരിയൻസ് ഓഫ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗ്. ഓക്കെ, അങ്ങനെ എഴുതും. ഹെഡിങ് ഒക്കെ കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ ബൈ എന്ന് പറഞ്ഞിട്ട് ആരാണ് എഴുതുന്നത് എന്നുള്ളതൊക്കെ പറയും, ഡേറ്റ് ഒക്കെ എഴുതും. ഓക്കെ, bird watching in India is peaceful yet exciting with so many birds. Every trip can bring new discoveries. Real life bird behavior is often different from what we read in books. Bird watching can be risky too. In South India, I once encountered a wild tusker and had to run for safety. On a Himalayan trail, I almost stepped off a cliff while observing. ഇതൊക്കെ നമ്മുടെ ചാപ്റ്റർ പഠിച്ചിട്ടുള്ള മക്കൾക്കാണെങ്കിൽ വേഗം അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ ഇതും എന്താ ബോക്സിൽ തന്നെ എഴുതാം കേട്ടോ. പിന്നെ പ്രൊഫൈൽ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ പ്രിപ്പോസിഷൻസ് ശ്രദ്ധിക്കണം എഴുതുമ്പോൾ. ഹെഡിങ് നേരത്തെ കാണിച്ചെന്നില്ലേ, അതുപോലെ ടൈറ്റിൽ വേണം. പിന്നെ ക്രൊണോളജിക്കൽ ഓർഡർ വേണം, ജനിച്ചത് അങ്ങനെ. ഓക്കെ, പിന്നെ എക്സ്ട്രാ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അറിയുന്നത്. ഇൻഫർമേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വേണം. പ്രോപ്പറായിട്ടുള്ള ഒരു എൻഡിങ്ങും കൂടെ വേണം. ഓക്കെ, സാലിം അലീൻ്റെ ഒരു പ്രൊഫൈൽ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊരു പ്രൊഫൈൽ എഴുതാൻ പറഞ്ഞത് ഡോക്ടർ സാലിം അലി. ഇതിന് 1 മാർക്കാണ്. ഈ ഒരു ടൈറ്റിൽ ഇടുന്നതിന് 1 മാർക്കാണ്. പിന്നെന്താണ്, ബേർഡ്മാൻ ഓഫ് ഇന്ത്യ വാസ് എ പയനിയർ. കണ്ടോ, അത് ആരാണെന്ന് പറഞ്ഞു. പയനിയറിങ് ഓർണിത്തോളജിസ്റ്റ് ആൻഡ് നാച്ചുറലിസ്റ്റ്. ഹി വാസ് ബോൺ ഇൻ, കണ്ടോ ഡേറ്റ് അല്ല അവിടെ ഇയർ ആണ് കൊടുത്തത്, അതുകൊണ്ട് ഇന്ന് വെച്ചു, 1896 ഇൻ ബോംബെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഡേറ്റ് ആണെങ്കിൽ അതിന് മുമ്പ് എന്ത് കൊടുക്കണം, ഓൺ കൊടുക്കണം. ഇയർ ആണെങ്കിൽ അതിന് മുമ്പ് എന്ത് കൊടുക്കണം, ഇന്ന് കൊടുക്കണം. പ്ലേസ് ആണെങ്കിൽ അതിന് മുമ്പ് എന്ത് കൊടുക്കണം, ഇന്ന് കൊടുക്കണം. ഓക്കെ, ഇതാണ് പ്രിപ്പോസിഷൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പിന്നെ അവോർഡഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് അവാർഡ്സ് കൊടുക്കുക. ഓക്കെ, യെസ്, യങ് ഏജ് ഹിസ് വർക്ക്സ് ഫോക്കസ്ഡ് ഓൺ. പിന്നെ നമ്മളിത് പഠിച്ച കാരണം നമുക്ക് എക്സ്ട്രാ ഡീറ്റെയിൽസ് അറിയാം, അപ്പോൾ അതും കൂടെ വെച്ചിട്ട് എഴുതാം. പിന്നെ ഏതാ വേണ്ടത് നിങ്ങൾക്ക്, സ്ക്രിപ്റ്റ് അല്ലേ, പോഡ്കാസ്റ്റിൻ്റെ സ്ക്രിപ്റ്റ്. പോഡ്കാസ്റ്റിൻ്റെ പേരുണ്ടാവും അല്ലേ, ടൈറ്റിൽ ഉണ്ടാവും. ഓക്കെ, പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ ഉണ്ടാവില്ലേ, അത്. ഓക്കെ, യെസ്, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റിലേക്ക്, നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കാറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, ജിംഗിൾസ് പറയോ. യെസ്, ഇപ്പം ഇത് പറയട്ടെ കേട്ടോ. വെൽക്കം ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേര് എഴുതും. ഓക്കെ, ആ ഒരു പോഡ്കാസ്റ്റിൻ്റെ പേര് പറയും. എന്നിട്ട് ടുഡേ വി ആർ ഹാവിങ് എ സ്പെഷ്യൽ ഗസ്റ്റ് വിത്ത് അസ്. എ സ്പെഷ്യൽ ഗസ്റ്റ് വിത്ത് അസ്. It is none other than ഇപ്പം ഇതിൻ്റെ മുമ്പ് തന്നെ ആളെ പറ്റിയിട്ട് കുറച്ച് പ്രത്യേകതകൾ പറയണം കേട്ടോ. എന്നിട്ട് ആളുടെ പേരെഴുതുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ
നമ്മൾ ആങ്കർ ആണല്ലേ, നമ്മൾ സംസാരിക്കുന്നു. എ, ഹലോ സർ, വെൽക്കം ടു ദ ഷോ, അല്ലെങ്കിൽ വെൽക്കം. അപ്പോൾ ഗസ്റ്റ് പറയും താങ്ക് യു. അപ്പോൾ നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങുന്നു, ഗസ്റ്റ് മറുപടി പറയുന്നു. ഓക്കെ, ഇതേ രീതിയിൽ കേട്ടോ. എന്നിട്ട് അവസാനം എന്താണ്, ലെറ്റ്സ് റാപ്പ്, എന്താണ് പറയുന്നത്, നമ്മൾക്കിത് വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളത്, സെഷൻ വൈൻഡപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കേട്ടോ വൈൻഡപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ ഓക്കെ, ഇനി വേറെ ഏതാ ഡൗട്ടുള്ളത്? യെസ്, ജിങ്കിൾസ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഇതാണ്. അതിൽ നോക്കി കിറ്റ് കാറ്റിൻ്റെ എന്താ, ഗിവ് മീ എ ബ്രേക്ക്, ബ്രേക്ക് മീ ഓഫ് എ പീസ് ഓഫ് ദാറ്റ് കിറ്റ് കാറ്റ് ബാർ. പിന്നെ ടോയ്സ്, അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ പരസ്യത്തിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ജിങ്കിൾസ് ഒക്കെ ഇല്ലേ, അതുപോലെ നിങ്ങൾ എഴുതുക. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ, വെള്ളം കുടിക്കുന്നില്ലേ അച്ചടാ, യെസ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതനുസരിച്ചിട്ട് ആ സമയത്ത് എഴുതേണ്ടി വരും കേട്ടോ. നിങ്ങൾ ഒരു ഷോർട്ടായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഈ പ്രാസം ഒപ്പിച്ച് എഴുതില്ലേ, റിത്തമിക്കായിട്ട് എഴുതാൻ നോക്കുക. ഓക്കെ, പിന്നെ ഷോർട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. വേർഡ്സ് നോക്കുമ്പോൾ എന്താ, ടിങ് ചിൽ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളില്ലേ, കുറച്ചും കൂടി മെമ്മറബിൾ ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് പാടാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, നോക്കട്ടെ കേട്ടോ. ആഡ്സ് 26. ഓക്കെ, ആഡ്സ് ഇതിൽ കാണില്ല. യെസ്, ഇനി എന്താണ്, മക്ഡൊണാൾഡ്സിൻ്റെ എന്തായിരുന്നു, ഐ ആം ലവിങ് ഇറ്റ് ഒക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ജിങ്കിൾസ് ആണ്, കുഞ്ഞു സാധനങ്ങൾ. യെസ്, ഓക്കെ. പോഡ്കാസ്റ്റ് എന്താണ്, പോഡ്കാസ്റ്റ് ഒരു ഗസ്റ്റിനെ വിളിച്ചിട്ട് നമ്മൾ ഓൺലൈനായിട്ട്, നമുക്ക് അറിയില്ല, ഇങ്ങനത്തെ വലിയ മൈക്കൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. യെസ്, എനിക്ക് അന്ന് അങ്ങനെയാണ്, ഐ കാൺട്ട് ബിലീവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കില്ലേ, അതാണ് പോഡ്കാസ്റ്റ് കേട്ടോ. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ് ഫോർ എക്സാം, നന്നായിരിക്കും. ഓക്കെ, അതാണ് പോഡ്കാസ്റ്റ്. അതിൻ്റെ സ്ക്രിപ്റ്റാണ് നിങ്ങളുടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, അത്രയേ ഉള്ളൂ. മോട്ടിവേഷൻ മക്കളെ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ല, നമ്മുടെ ഡിസ്കോഴ്സും അറിയില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് പൊട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നോക്കുക, പഠിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്തിടുക. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച് നാളെ നോക്കുക കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് ഏറ്റവും ഡൗട്ടുള്ള ഗ്രാമർ പോർഷൻസ് ഒന്ന് പറഞ്ഞേ, മിസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വല്ലതും വേണമെങ്കിൽ നാളത്തെ ലൈവിന് മുമ്പ് സെറ്റാക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ഫീൽസ് ഹംഗ്രി, ഗ്രാബ് എ സ്നിക്കേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. എന്താണ് അലിട്രേഷൻ എന്താണ്, മിസ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ, എപ്പോഴും ഉണ്ടാവും. അലിട്രേഷൻ വേണം, ഫ്രേസൽ വേർബ് വേണം, അത് അർജുൻ സാർ എടുത്ത് തരും കേട്ടോ. ഓക്കെ, അത് പേടിക്കണ്ട. റിപ്പോർട്ടഡ് സ്പീച്ച് മിസ് സെറ്റാക്കി തരും. വുഡ് റാദർ വേണം അല്ലേ, വുഡ് റാദർ മിസ് ഒന്ന് എഴുതട്ടെ. നിങ്ങളിപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന പോലെയുണ്ട്. വുഡ് റാദർ, ഹാഡ് ബെറ്റർ ഈസിയാണ് കേട്ടോ, ഹാഡ് ബെറ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്. ഓക്കെ, ഇഫ് ക്ലോസ്, എഡിറ്റിങ്, WH ക്വസ്റ്റ്യൻസ്, ഇഡിയംസ് അർജുൻ സാർ എടുക്കും കേട്ടോ. WH ക്വസ്റ്റ്യൻസ്, ഹോമോനിംസും അർജുൻ സാർ എടുക്കും. ഓക്കെ, നീദർ നോർ അർജുൻ സാർ എടുക്കും. കോൺവെർസേഷൻ കംപ്ലീഷൻ മിസ് എടുത്ത് തരും. കോൺവെർസേഷൻ കംപ്ലീഷൻ, ക്വസ്റ്റ്യൻ ടാഗ് മിസ് എടുത്ത് തരും കേട്ടോ. പ്രിപ്പസിഷനും വേണമെങ്കിൽ എടുത്തുതരാം.
ക്വസ്റ്റ്യൻ ടാഗ്. കഴിഞ്ഞില്ലേ? വെർബ് ഫ്രേസ്, നൗൺ ഫ്രേസ്, പോർട്ട്മാനി വേർഡ്സ് അല്ലേ? യെസ്, അത് അർജുൻ സാർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അത് ഇതിൽ തന്നെ പെടുത്താം. യെസ് ഓർ നോ. കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സെറ്റാക്കും കേട്ടോ. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. ഇതിനാണോ ടെൻഷൻ അടിക്കുന്നത്? ഇത് നമ്മൾ പഠിക്കും. നൗൺ ഫ്രേസ് ഉണ്ട്, അതാണ് NPVP കേട്ടോ. NPVP ഇട്ടിട്ടുള്ളത്. നോക്കുക, കഴിഞ്ഞു. നിങ്ങളൊന്നും പേടിക്കണ്ട, സമാധാനമായിട്ടിരുന്നോ. നാളെ നമ്മൾ ഇത് പഠിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്സിൽ ഡൗട്ട് ഉണ്ടോ? നമുക്കിനി അർജുൻ സാറിനെ വിളിച്ചാലോ എന്നാ? അർജുൻ സാറിൻ്റെ കുറേ പോർഷൻസ് ഉണ്ട്, ആ കൺജങ്ഷൻസും അർജുൻ സാർ എടുക്കും കേട്ടോ. ഓക്കെ, യെസ്, അപ്കമിങ് കൺജങ്ഷൻസ്. ഓക്കെ, സെറ്റാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നിട്ടുള്ള നോട്ട്സിലൊക്കെ പഠിക്കുക. അലിട്രേഷൻ എന്താണ്? അലിട്രേഷൻ എന്ന് വെച്ചാൽ എന്താ? ഓരോ ലൈൻസിൽ ഓരോ വേർഡ്സ് ഉണ്ടാവില്ല, ആ വേർഡ്സിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ലെറ്റേഴ്സ് ഒരുപോലെ വരുന്നത്. സീഷെൽ, ഷീ സെൽസ് സീഷെൽ ഓൺ ദ ഷോർ. ശബ്ദം വന്നു അല്ലേ? അപ്പം അത് എന്താണ്? ബേർഡ് വാച്ചിങ് അർജുൻ സാർ പറയൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അലിട്രേഷൻ എക്സാമ്പിളാണ്. വുഡ് യു മൈൻഡ് ഗിവിങ് മീ ദാറ്റ് പെൻ? വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ING ഫോം വന്നു. വുഡ് റാദർ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഐ വുഡ് റാദർ യു റിട്ടേൺഡ് ദിസ്. ഐ വുഡ് റാദർ എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഇങ്ങനെ ചെയ്യാനാണ് എന്നാണ് പറയുന്നത്. ഐ വുഡ് റാദർ യു എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ, ഞാൻ പ്രിഫർ ചെയ്യുന്നത്. റിട്ടേൺഡ്, പിന്നെയുള്ളത് പാസ്റ്റ് ടെൻസിൽ പറയാം. ഓക്കെ, ഫ്രേസൽ വേർബ് തെറ്റിക്കുന്നു. ഫ്രേസൽ വേർബ് പഠിക്കണമെങ്കിൽ നിങ്ങൾ കുറേ എക്സാമ്പിൾസ് നോക്കണം. എന്നാൽ തന്നെയാണ് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ തന്നെയേ പറ്റുള്ളൂ കേട്ടോ. യെസ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം ഭയങ്കര ക്രൂഷ്യലാണ്. ഓക്കെ, മോട്ടിവേഷൻ ഒന്നും അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാരൻസ് അല്ലേ, നിങ്ങൾ എന്തിനാണ് അവർ പഠിക്കാൻ വിടുന്നത് അല്ലേ? അവരെ കൊണ്ട് ചോദിപ്പിക്കേണ്ട അവസ്ഥ വരരുത്. നിന്നെ ഇതിനാണോ മാർക്ക് കണ്ടിട്ട് ചോദിക്കേണ്ട അവസ്ഥ വരരുത് അല്ലേ? നിന്നെ ഇതിനായിരുന്നോ പഠിക്കാൻ വിട്ടത്? ഈ മാർക്ക് വാങ്ങിക്കാനാണോ? അങ്ങനത്തെ സാധനം തോന്നരുത്. അവർക്ക് പ്രൗഡായിട്ട് തോന്നണം. എന്ത്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ പഠിച്ച് ഇപ്പം നോക്കിക്കേ, എല്ലാവരുടെ മുന്നിലും ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചില്ലാണ്ടാവാനല്ല പറയുന്നത്. നമുക്ക് നമ്മളെ പ്രൂവ് ചെയ്യാൻ ഇഷ്ടമല്ലേ ശരിക്കും? നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഈ വർഷം വരെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ തന്നെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുവാണ്. ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാവരും കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യും, നല്ല റിസൾട്ട് ആണെങ്കിൽ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നല്ല രസമാണ് ശരിക്കും. എക്സാം എഴുതുക എന്ന് പറയുന്നത്, മാർക്ക് കിട്ടുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല പരിപാടിയാണത്. ഇഡിയംസ് ഒക്കെ പഠിപ്പിച്ചാടാ. കൺജങ്ഷൻ എന്ന് വെച്ചാൽ വേർഡ്സിന് നമ്മൾ ഓരോ സെൻറ്റൻസിൻ്റെ ഇടയിലൊക്കെ കൺജങ്ഷൻസ് ആൻഡ് ഒക്കെ ചേർക്കൂലേ? രണ്ട് സെൻറ്റൻസിൻ്റെ രണ്ട് പാർട്ടിനൊക്കെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അതിനെയാണ് കൺജങ്ഷൻ എന്ന് പറയാം കേട്ടോ. മിസ്സിന് വേണ്ടി താങ്ക് യു സോ മച്ച്. അപ്രീസിയേഷൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്രീസിയേഷനൊക്കെ മിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും നോട്ടിൽ കേട്ടോ. അപ്രീസിയേഷൻ നോട്ട് എങ്ങനെ എഴുതേണ്ടത്? നമ്മൾ അതിന് തന്നെ ഹെഡിങ് എഴുതുന്നു. ഇപ്പം another day in paradise. ഓക്കെ, ഇങ്ങനെ എഴുതും. അതിൻ്റെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ മനസ്സിലാക്കി എന്നിട്ട് ഇതിന് ഹെഡിങ് എഴുതും. അപ്രീസിയേഷൻ, another day in paradise. ആരാണ് എഴുതിയെന്നുള്ളത് പറയുന്നു. ബൈ ഫിൽ കോളിൻസ്. ഇറ്റ്സ് എ ടച്ചിങ് റിമൈൻഡർ ഓഫ് ദ സ്ട്രഗിൾസ് ഓഫ് ദ ഹോംലെസ് ആൻഡ് ദ പുവർ. ദ സെൻട്രൽ തീം കണ്ടോ, പിന്നെ തീമാണ് പറയുന്നത് കേട്ടോ. സോഷ്യൽ ഇൻഡിഫറൻസ് ആണ് ഇതിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ പീപ്പിൾ ലിവിങ് ഇൻ കംഫർട്ട് ഓഫൻ ഇഗ്നോർ ദോസ് ഹൂ സഫർ ഓൺ ദ സ്ട്രീറ്റ്സ്. ദ വുമൺ ഇൻ ദ സോങ് ഇസ് ഹോംലെസ് ആണ്, കോൾഡ് ആണ്. പിന്നെന്താണ്, അതിൻ്റെ സമ്മറിയാണ് പിന്നെ എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പോയറ്റിക് ഡിവൈസസ് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോയറ്റിക് ഡിവൈസസ് എഴുതാം. മനസ്സിലായോ? ലാസ്റ്റ് നമ്മൾ പവർഫുൾ മെസ്സേജാണ്, സോഷ്യൽ മെസ്സേജാണ് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഗ്രാമർ വർക്ക്ഷീറ്റ് കിട്ടുമെന്ന് അല്ലേ? എന്തിൻ്റെ വർക്ക്ഷീറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇഫ് ക്ലോസിൻ്റെ വേണോ, എന്താണ് വേണ്ടത്? മിസ് എന്നാൽ നോട്ട്സിൻ്റെ കൂടെ അതും കൂടെ വയ്ക്കാം. പേഴ്സണിഫിക്കേഷൻ എന്താണ്? പേഴ്സണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ജീവനില്ലാത്തൊരു വസ്തു അല്ലേ? ജീവനില്ല. ആ ഒരു ഫ്ലവറിന് ജീവനുണ്ടോ? ഇല്ല, ജീവനില്ല. അപ്പോൾ ഫ്ലവർ ഡാൻസ് ചെയ്യോ? ഇല്ല, അതിന് ജീവനില്ല എന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഡാൻസ് കളിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഡാൻസിങ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വാളിറ്റിയിലെ ആ ക്വാളിറ്റി ആ ഫ്ലവർ ചെയ്യുന്നതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്വാളിറ്റീസ് നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ്? അത് പേഴ്സണിഫിക്കേഷൻ ആണ്. അത്രയേ ഉള്ളൂ. പ്രിപ്പസിഷൻ എന്താണ്? പ്രിപ്പസിഷൻ എന്ന് വെച്ചാൽ എന്താ? ഓണ്, ഇന്ന്, അങ്ങനത്തെ കാര്യങ്ങളില്ലേ. ഇപ്പോൾ ഡേറ്റിന് മുന്നിൽ ഓൺ വെക്കണമെന്ന് പറഞ്ഞു, ഇയറിൻ്റെ മുന്നിൽ ഇന്ന് വെക്കണമെന്ന് പറഞ്ഞു, അത് പ്രിപ്പസിഷൻ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു സ്ഥാനം, ഓണ്, സ്ഥലം, മുട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു സ്ഥാനം വെച്ചു, ഓൺ. ഓക്കെ. പിന്നെ എന്താണ്? എഡിറ്റിംഗ് ഒക്കെ നാളെ പഠിപ്പിച്ചു തരും. അപ്രീസിയേഷൻ മിറർ ആണ്. അങ്ങനെ ഉറപ്പിച്ച് പറയില്ല നിങ്ങൾ. അപ്പോൾ ഒരെണ്ണം പഠിക്കുള്ളൂ, അങ്ങനെയല്ല. മിററും നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കുക, അതുപോലെ തന്നെ സ്വാൻസും ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അത് മതി. നോട്ട്സ് ഇന്ന് കിട്ടുമോ? എൻ്റെ നോട്ട്സ് ഇന്ന് തന്നെ കിട്ടുന്നുണ്ടാവും കേട്ടോ. ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അർജുൻ സാറിൻ്റെയും കൂടെ ആയിട്ട് അയക്കുന്നുണ്ടാവും, പേടിക്കണ്ട. ഓക്കെ അല്ലേ? വിഷ്വൽ ഇമേജറി എന്താണ്? നമുക്ക് കണ്ടതുപോലെ ഫീൽ ചെയ്യുന്ന സാധനങ്ങളില്ലേ, ചില വരികൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടതുപോലെ ഫീൽ ചെയ്യും. ഓക്കെ. അപ്പോൾ അതിനെയാണ് എന്ത്, നമ്മുടെ വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത് കേട്ടോ. റെഡി? ഓഡിറ്ററി ഇമേജറി എന്ന് കേട്ടതുപോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. കുക്കുവിൻ്റെ സൗണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്രീസിയേഷൻ ഓഫ് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ തന്നിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾ ഇൻസ്റ്റയുള്ള ആൾക്കാർ, യെസ്, റെഡിയാ? ഓക്കെ, വന്നോളൂ കേട്ടോ. 2 മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. 45 യെസ്. ചോദിച്ചു മിസ് പറഞ്ഞുതരാം. നോക്കിക്കേ. എക്സാം വിന്നർ SSLC ഈ ഒരു ഇൻസ്റ്റഗ്രാം ID പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. നമ്മുടെ പോയറ്റിക് പോം അപ്രീസിയേഷൻ അതിലുണ്ട് കേട്ടോ. പോം അപ്രീസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മിസ്സ് ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിനെ പറ്റി ജനറലായിട്ട് പറഞ്ഞുകൊണ്ട് കുറച്ച് റീൽസ് ചെയ്തിട്ടുണ്ട് ഈ അക്കൗണ്ടിൽ. അല്ലാതെ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് കിട്ടണമെങ്കിൽ ഇവിടെ പോയാലും മതി. ഓക്കെ. യെസ്, കേട്ടോ? യെസ്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും അപ്രീസിയേഷൻ നോട്ട് കിട്ടും. എല്ലാത്തിൻ്റെയും ഫ്രണ്ട്സ്, റോമൻസിൻ്റെയും അതിൽ മിസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ പോയി എല്ലാം കിട്ടും കേട്ടോ. യെസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് എല്ലാം കിട്ടും. കിട്ടിയോ? രണ്ടും ക്ലിയർ ആയില്ലേ? ഇപ്പം തന്നെ ഒന്ന് ഇപ്പം ചെക്ക് ചെയ്യണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുക. അടുത്ത ഇവിടെ ഒരാൾ ചോദിച്ചു സിമിലി മെറ്റഫറൊക്കെ വേണമെന്ന്. ഓക്കെ, സിമിലി പറഞ്ഞുതരാം. സിമിലി എന്താണ്? സിമിലി പോലെ, പോലെ എന്ന് പറയുന്നത് അല്ലേ. അതായത് ലൈക്ക്, ആസ്, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഓക്കെ. ഷീ സ്മൈൽഡ് ആസ് ദ മൂൺ. അവൾ മൂണിനെ പോലെ ചിരിച്ചു. എന്തുപോലെ? മൂണിനെ പോലെ. കണ്ടോ? ഇത് സിമിലിയാണ്. അടുത്തത് നിങ്ങൾ പറയുന്നത് മെറ്റഫർ വേണം അല്ലേ. മെറ്റഫർ ഇതാ പിടിച്ചോ. ഷീ ഈസ് ദ മൂൺ. ഷീ ഈസ് ദ മൂൺ. ഇവിടെ എന്താ പറഞ്ഞത്? അവൾ തന്നെ മൂണാണ് അല്ലേ. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഷീ എന്ന് പറയുന്നതും മൂൺ എന്ന് പറയുന്നതും ഒരുപോലെയാണോ? അല്ല, അല്ലല്ലോ, അല്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്നത് ഇത് തന്നെയാണ് അത് എന്ന് പറഞ്ഞു നമ്മൾ. ഓക്കെ. അപ്പോൾ അതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെയോ ഷീ എന്ന് പറയുന്ന വേറെ, മൂൺ എന്ന് പറയുന്ന വേറെ. പക്ഷേ ഇവിടെ മര്യാദയ്ക്ക് എന്താ അതുപോലെ ഉണ്ട് ഇത് എന്നാണ് പറഞ്ഞത്, പോലെ എന്ന് വെച്ചു. ഓക്കെ. അപ്പോൾ അതാണ് സിമിലി, ഇത് മെറ്റഫറാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇമെയിലോ? ഇമെയിൽ മിസ് എടുത്തില്ലേ? ഇമെയിൽ ഐ തിങ്ക് അർജുൻ സാറിൻ്റെ ആണ്. അർജുൻ സാറിൻ്റെ ആണേ. അപ്പം അർജുൻ സാറിൻ്റെ ചോദിച്ചാൽ മതി. കിട്ടിയോ? ഇനി വേറെ ഏതാ ഉള്ളത്? അർജുൻ സാർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, വേറെ ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ആർട്ടിക്കിളോ? ആർട്ടിക്കിളും ഐ തിങ്ക് അർജുൻ സാറിൻ്റെ ആണ്. ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ ഹെഡിങ് കൊടുക്കണം, ടൈറ്റില്. പിന്നെ ഇത് മാഗസിനിലൊക്കെ വരുവാണെങ്കിൽ അങ്ങനത്തെ ആർട്ടിക്കിളാണ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ബൈ എന്ന് പറഞ്ഞിട്ട് ആളുടെ പേരും കൂടെ എഴുതേണ്ടി വരും. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതൊരു നോക്കി ബോക്സിലാണ് എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു ബോഡി, പിന്നെ കൺക്ലൂഷൻ. ഈ ഒരു ഓർഡറിൽ എഴുതാം.
ഈ ഒരു ഓർഡറിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം പാരഗ്രാഫ് തിരിച്ചിട്ട് ഇങ്ങനെ എഴുതുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഹെഡിങ്സ് ആയിട്ട് കൊടുക്കണ്ട. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ച് മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തെരേസൻ്റെയും സ്റ്റുഡൻറ്റിൻ്റെയും നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റൗട്ട് മാൻ, ഓൾഡ് വുമൺ അവരുടെ നോക്കണം. ദുഷ്യന്തൻ്റെ ഇനി ഇതാ ഇവൻ്റ് ഇൻവിറ്റേഷൻ ഇതുപോലെ തന്നെ ലെറ്ററിനൊക്കെ നമ്മൾ എഴുതുന്ന പോലെ പ്രൊഫൈൽ മിസ് പറഞ്ഞു കഴിഞ്ഞു കൂട്ടാ. ന്യൂസ് റിപ്പോർട്ടൊക്കെ സാറായിട്ട് എടുക്കുന്നത്. അനഫറ എന്താണ്? അനഫറ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫ്രേസാണ് കേട്ടോ. അതിനാണ് അനഫറ എന്ന് പറയുന്നത്. A word or group of words repeated at the beginning of two or more clauses, phrases or sentence. നോക്കി, ഓ ലോഡ് 2 തവണ വന്നു. അത് അനഫറയാണ്. ഓക്കെ, മാനസക്കുട്ടി റിപ്പോർട്ടഡ് സ്പീച്ച് നാളെ പഠിപ്പിച്ചു തരാം. ദ മോർ അത് നമുക്ക് നാളെ പഠിപ്പിക്കാം കേട്ടോ. ദ മോർ യു ഡു ദിസ്, ദ മോർ യു അതല്ലേ പറയുന്നേ, അത് നാളെ കേട്ടോ. ഗ്രാമർ നാളെ. ഗ്രാമർ മിസ്സാണോ? എന്താ വേണ്ടത്? ഗ്രാമർ മിസ് എടുക്കണോ? മിസ് എടുക്കാം കേട്ടോ, പേര് വിളിക്കാം. അപ്പോസ്ട്രഫി എന്ന് വെച്ചാൽ ഇവിടെ ഫിസിക്കലി പ്രസൻ്റ് അല്ലാത്ത ഒരാളെ പറ്റിയിട്ട് അയാളെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെയാണ് അപ്പോസ്ട്രഫി എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഓ ലോഡ് എന്ന് പറഞ്ഞു, അവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഡയറക്റ്റ്ലി എന്താണ് അഡ്രസ്സ് ചെയ്യാണ് ചെയ്യുന്നത്? അവിടെ ഇല്ല. അപ്പം അപ്പോസ്ട്രഫി. യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെറ്ററിൻ്റെ ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത്. എന്താണ് ശ്യാം? ഇഫ് ക്ലോസ് ഒക്കെ നാളെ പഠിപ്പിച്ചെന്നാ പോരെ. ഐറണി എന്ന് വെച്ചാൽ എന്താ? ഇപ്പം മിസ് പറഞ്ഞുതരാം. വെർബൽ ഐറണി അത് നമ്മുടെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെനിൽ വരുന്നതാണ് അല്ലേ. എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മളൊരു കാര്യം പറയുന്നു, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളെ പഠിച്ചു കഴിഞ്ഞോ? അപ്പം നിങ്ങൾ പറയാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് രമണി ലീലാമണി ക്വസ്റ്റ്യൻസ് ഒക്കെ നാളെ രാവിലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ പറയുന്നതൊന്നും ഉദ്ദേശിക്കുന്നത് വേറൊന്നും. അതാണ് ഐറണി എന്ന് പറയുന്നത്. ഇംഗ്ലീഷാണ് ഫസ്റ്റ് കേട്ടോ. ഇംഗ്ലീഷ് ഫസ്റ്റ്. 5 മണിക്ക് ഇംഗ്ലീഷ്. മുനീറെ കണ്ണ് ജിമ്മ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അർജുൻ സാറിൻ്റെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർജുൻ സാർ ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, റെഡി? യെസ്. ഓക്കെ മക്കളെ, ഒന്ന് മിസ് ഇറങ്ങുന്നുണ്ട്. മിസ് ഇത്ര നേരം ചെയറിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അർജുൻ സാർ വന്നിട്ട് പാസീവും ആക്റ്റീവ് വോയിസും വേണോ നിങ്ങൾക്ക്? ഓക്കെ, സെറ്റ് കേട്ടോ. ഓക്കെ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അർജുൻ സാറിന് വേണ്ടിയിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് വേഗം തന്നെ നമ്മുടെ ഫയർ ഇമോജീസോ നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു റെഡ് ഹാർട്ട്സോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ മിസ് എന്തായാലും ഇനി +1 പോയിട്ട് ജോയിൻ ചെയ്യട്ടെ. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. സാറ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സാർ വരും എന്നിട്ട്.
ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. യെസ്, എല്ലാവരും എത്തിയോ മക്കളെ? സാറ് പോയിട്ടൊന്നുമില്ല, സാറ് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് തീയൊക്കെ ഇട്ട് കത്തിക്ക് മക്കളെ, ചാറ്റ് ബോക്സ്. സാറ് വരട്ടെ. പേരൊക്കെ വിളിക്കാം. ശ്യാമേ, യെസ്, ഓൾ സെറ്റ്. എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ കാര്യങ്ങൾ? മോഡൽ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ എവിടെ എത്തി? അടിപൊളി. ഗുഡ് ഈവനിങ് മക്കളെ. ഒറ്റ സെക്കൻഡ്, ഞാൻ നോട്ടൊന്ന് എടുത്തോട്ടെ. നോട്ടൊക്കെ കാണുന്നുണ്ടല്ലോ, സെറ്റായിട്ട് കാണുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട് കാണുന്നുണ്ടല്ലോ. കാണുന്നില്ലേ? നോട്ടൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മുഴുവൻ ക്ലാസ്സുകളും റെക്കോർഡറായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബുക്കുകളൊക്കെ, +1 പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഓൾറൈറ്റ്, ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അഗ്നി ബാച്ചിലേക്ക് ഇപ്പോഴേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൗജന്യമായിട്ട് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓൾറൈറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. സോ ഈ ഒരു ചാൻസ് നിങ്ങൾ ലിമിറ്റഡ് ഓഫർ പീരീഡായിട്ട് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എല്ലാവർക്കും ഇടയിൽ എത്തിക്കുക. ഓൾറൈറ്റ്, നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വരുന്ന പുസ്തകങ്ങളാണ് അടുത്ത വർഷത്തേക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ വില കുറവിൽ ഭയങ്കരമായിട്ട് കിട്ടുന്നതാണ്. ഓൾറൈറ്റ്, അങ്ങനെയാണ് നമ്മൾ നേരെ നമ്മുടെ ഓരോ ചാപ്റ്ററുകളായിട്ട് പഠിച്ചു പോയാലോ. ആദ്യം നമ്മുടെ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് ഗൈഡ് ഈ മോപ്പസൻ്റ് എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ്. ഗൈഡ് ഈ മോപ്പസൻ്റ് എഴുതിയിട്ടുള്ള ഒരു നല്ല രസകരമായിട്ടുള്ള കഥയാണ്. ഇതിനകത്ത് നമ്മുടെ സമൂഹം എങ്ങനെയാണ് ഒരു പാവം മനുഷ്യനെ കള്ളനാക്കി മാറ്റുന്നത്, സത്യസന്ധനായ ഒരു മനുഷ്യനെ എങ്ങനെയാണ് സമൂഹം കള്ളനാക്കുന്നത് എന്നത് ബേസ് ചെയ്തിട്ടൊരു കഥയാണുള്ളത്. ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് നമ്മുടെ ആരാണ് ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ്? ടെൽ മീ, ഹൂ ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി? ആരാണ്? ആരാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം? യെസ്, ഹോച്ച്കോം ആണല്ലേ. ഹോച്ച്കോം ആണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ആൾ. കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ഹോച്ച്കോമാണ്. ഹോച്ച്കോമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മാലന്റൈൻ എന്ന് പറയുന്ന ഇയാൾക്ക് ഇഷ്ടമല്ല. നമ്മുടെ ഹോച്ചിക്കോമിനെ ഇഷ്ടമല്ല മാലന്റൈൻ എന്ന് പറയുന്ന ആൾക്ക്. അപ്പം ഹോച്ചിക്കോം പാവം ദരിദ്രന് ഒരു കഷ്ണം കയറ് കിട്ടും. അത് കിട്ടിയ സമയത്ത് അയാൾ എന്ത് ചെയ്യാണ്? അതെടുത്തിട്ട് വരുന്ന സമയത്ത് ആരോ മാലന്റൈൻ പറഞ്ഞു കൊടുക്കും, നഷ്ടപ്പെട്ട പേഴ്സ് ഇയാൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ ഈ മനുഷ്യനെ എത്ര തന്നെ പരിശോധിച്ചിട്ടും ഇയാളുടെ ശരീരത്തിൽ നിന്നും ഒരു പേഴ്സും സാധനങ്ങളും കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നീട് എന്താണ്? അങ്ങനെ ഒരു സാധനമേ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നു. എന്നിട്ട് എന്ത് മനസ്സിലാക്കുന്നു? ഇയാൾ തന്നെയാണ് കള്ളൻ എന്ന് വെറുതെ ആളുകൾ പറയണം. അപ്പോൾ ഇയാൾ സത്യസന്ധനായിട്ട് കൂടി സമൂഹം ഇയാളെ കള്ളനാക്കി മാറ്റുകയാണ്. അതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമുക്ക് അതാണ് ബേസ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. പിന്നെയോ അവസാനം ഇയാൾ സങ്കടത്തോടു കൂടി മരിക്കുകയാണ്. ഓൾറൈറ്റ്, ഹോച്ച്കോം അച്ചപ്പം കൊള്ളാം, സത്യല്ലേ? അങ്ങനെ ഈ കഥ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശാകുന്തളമാണ്. ശാകുന്തളം എന്ന് പറയുന്ന കഥയിൽ നമുക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ ദ കോ എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹ്യൂമൻസ്. മനുഷ്യനും അതുപോലെ തന്നെ പ്രകൃതിയും തമ്മിലുള്ള ആ ഇടകലർന്ന ജീവിതമുണ്ടല്ലോ, അത് ബേസ് ചെയ്തിട്ട് ഈ കഥ പോണത്.
ഞാനത് വളരെ സ്പീഡ് പറയുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്ററുകളൊക്കെ വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പോയതാണ്. ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലേ. സമ്മറിക്ക് നമുക്ക് വളരെ സ്പീഡിൽ പെട്ടെന്ന് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. സോ ഈ കഥയിൽ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഇത്ര പെട്ടെന്നൊരു പാഠം തീർന്നോ? ഇത്ര പെട്ടെന്ന് സ്പീഡിൽ പോയാൽ പോരെ? നിങ്ങൾക്കിപ്പോൾ 10 മണിയിലെ മക്കളെ, നിങ്ങൾക്ക് നാളെ പരീക്ഷ എഴുതണ്ടേ? മോർണിംഗ് ബൂസ്റ്ററൊക്കെ കത്തിക്കാൻ വരണ്ടേ നാളെ? അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ സാർ ഇത് പറഞ്ഞുതരാം. ഞാൻ ഏറ്റവും ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. ശാകുന്തളം എന്താണ്? നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് ഒരിക്കൽ കാട്ടിലൂടെ വരികയാണ്. ദുഷ്യന്ത മഹാരാജാവ് കാട്ടിലൂടെ വരുന്ന സമയത്ത് അദ്ദേഹം 2 മാനുകളെ വേട്ടയാടാൻ പോവാ. മാനുകളെ വേട്ടയാടാൻ പോയ സമയത്ത് എന്ത് സംഭവിച്ചു? 2 ഹെർമൈറ്റ്സുകൾ വന്നിട്ട് പറഞ്ഞു, ഇത് ആശ്രമത്തിലെ മാനുകളാണ്, ഇതിനെ എന്ത് ചെയ്യരുത്? വേട്ടയാടരുത് എന്ന് പറഞ്ഞു. കേട്ടോ അനിതേ? മുഫി പറഞ്ഞോ കേട്ടോ? വേട്ടയാടരുത് എന്ന് പറഞ്ഞ സമയത്ത് ഇവർ ആശ്രമം അന്വേഷിച്ച് പോവാണ്. അങ്ങനെ ആശ്രമം അന്വേഷിച്ച് പോകുന്ന വഴിക്ക് എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയും അവളുടെ കൂടെ 2 പെൺകുട്ടികളും, സുന്ദരിയായ പെൺകുട്ടിയും അവളുടെ കൂടെ 2 പെൺകുട്ടികൾ അനസൂയയും പ്രേംവതയും ചേർന്ന് ഇവരുടെ കൂടെ വരികയാണ്. എന്നിട്ട് ഇവരിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു മാവിൻ്റെ മേലെ മുല്ലവള്ളി ഇങ്ങനെ പടർന്ന് പിടിച്ചത് കാണും. മുല്ലവള്ളി ഇങ്ങനെ പടർന്ന് പിടിച്ചത് കാണുന്ന സമയത്ത് പറയാണ്, ഈ മുല്ലവള്ളി മാവിനെ അതിൻ്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുകയാണ് എന്നൊക്കെ അവർ തമാശയൊക്കെ ഇങ്ങനെ പറഞ്ഞു വരിക. അപ്പോൾ ഇവരെല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് വാട്ട് ഹാപ്പൻഡ്? ലാസ്റ്റ് നമ്മുടെ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു വണ്ടി ഇങ്ങനെ ഇവളെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങനെ പറന്ന് വരിക, ശകുന്തളയെ ശല്യം ചെയ്യാനായിട്ട് പറന്ന് വരാം. അപ്പം അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ശകുന്തള പറയുന്നുണ്ട്. ശകുന്തള അങ്ങനെ പറയുമ്പോൾ അവളുടെ കൂടെയുള്ള കൂട്ടുകാരികൾ പറയുന്നത്, നീ പോയി ദുഷ്യന്ത മഹാരാജാവിനോട് പറയൂ. കാര്യം ഈ കാടിൻ്റെയൊക്കെ ഓണർ, ഉടമസ്ഥൻ അദ്ദേഹമല്ലേ, ആ രാജ്യത്തെ രാജാവാണ് ദുഷ്യന്ത മഹാരാജാവ്. അപ്പോൾ എന്താണ്? ദുഷ്യന്ത മഹാരാജാവാണ് ഈ കാടിൻ്റെ ഓണർ. അപ്പോൾ അയാളോട് പോയി പറയുന്ന പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ശാകുന്തളം എന്ന് പറയുന്ന കഥ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ തന്നെ സാറ് പറഞ്ഞു തരാം. കഥ 2 സ്പീഡിൽ സാറ് പറഞ്ഞു പോയിരുന്നു. ഓക്കെ, ഈ സ്പീഡ് മതിയോ മക്കളെ, അതോ സ്പീഡ് കുറയ്ക്കണോ? എന്താണെന്ന് വെച്ചാൽ മക്കൾ പറ. സ്പീഡ് ഇതന്നെ സ്പീഡ് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് ഫയർ ഇമോജി ഇട്ടാൽ മതി. കാര്യം നമുക്ക് ഡിസ്കോസുകളൂടെ പഠിക്കാനുണ്ട്. ഓൾറെഡി നമ്മളിപ്പം 8 മണിക്ക് തുടങ്ങിയ ലൈവാണ്, 2 മണിക്കൂർ ടച്ച് ചെയ്യാനായി. ഓക്കെ, നമുക്ക് 100-110 നമുക്ക് എന്ത് ചെയ്യണം? സ്പീഡിൽ കത്തിച്ച് വിടണം. കഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഈ കഥ ഇതേ ഫോർമാറ്റിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് തംസപ്പ് ഇടാം. സ്കൈവിങ് പോരെ? 2 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടർ സ്കെച്ചിന് ദുഷ്യന്തന് സാധ്യത കൂടുതലാണ്. പ്രൊട്ടാഗനിസ്റ്റ്, കേന്ദ്ര കഥാപാത്രം നമ്മുടെ ദുഷ്യന്തനല്ലേ? ഓക്കെ, ഈ സ്പീഡിൽ തന്നെ പോയാൽ മതി. ഇനി നമ്മുടെ ഡോക്ടർ സാലിം അലി, പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സാലിം അലിയുടെ കഥയുണ്ട് പഠിക്കാം അല്ലേ? ഈ കഥയിൽ എന്താ പഠിക്കാനുള്ളത്? ഡോക്ടർ സാലിം അലിയുടെ കഥയിൽ നമ്മൾ അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകൻ, പക്ഷി നിരീക്ഷണം ഇതെന്താ നമ്മളെന്താ വിളിക്കുക? വാട്ട് ഡു യു കോൾ ദാറ്റ് വേർഡ്? ഓർണിത്തോളജി. വെരി ഗുഡ്, ഓർണിത്തോളജി. നല്ല ട്രിൽസ് ആൻഡ് ട്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ. ഇതെന്താണെന്ന് വെച്ചാൽ ഡോക്ടർ സാലിം അലി അദ്ദേഹത്തിനുണ്ടായ 2 അനുഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായിട്ട് 2 അനുഭവങ്ങളാണ്. ഒന്നാമത്തെ അനുഭവം എന്താണ്? ഈ നോട്ട് കിട്ടും കേട്ടോ, നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഞാൻ അത്ര നേരം വൈകിയതുകൊണ്ടാണ് പെട്ടെന്ന് കത്തിച്ച് വിടുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു പക്ഷി നിരീക്ഷകനാണ്. അപ്പോൾ പക്ഷികളെ ഇങ്ങനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം. അതിൻ്റെ ഇടയിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഇയാളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. സോ അതിൽ പ്രധാനപ്പെട്ട 2 ഇൻസിഡൻ്റാണ് സാലിം അലി പറയുന്നത്. ഇദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ കാട്ടിലൂടെ പല വെറൈറ്റി പക്ഷികളെയും നോക്കി നടക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു ആനയെ അദ്ദേഹം എവിടെ വെച്ച് കാണുകയാണ്? നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അല്ലേ, കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ, പണ്ടുണ്ടായിരുന്ന പറമ്പിക്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പണ്ടത്തെ ഒരു കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് വെച്ച് ഒരു ആനയെ കാണുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ വേറെയും 2 ആൾക്കാരുണ്ട്. ഇദ്ദേഹം ഒറ്റയ്ക്കല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ വേറെയും 2 ആൾക്കാരുണ്ട്. അവരുടെ പേരാണ്
ബാരോൺ ഒമർ റോൾഫ് ഓസ്ട്രിയൻ ആന്ത്രോപോളജിസ്റ്റ് ആണ്. അപ്പം ഓസ്ട്രിയക്കാരനായിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റ് ബാരോൺ ഒമർ റോൾഫ് ഉണ്ട്. ബാരോൺ ഒമർ റോൾഫ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ്. ആന്ത്രോപോളജി പോലെ തന്നെ വളരെ ഇഷ്ടമുള്ള ഒന്നാണ് പക്ഷി നിരീക്ഷണം. അതുകൊണ്ട് പക്ഷികളെ നിരീക്ഷിക്കാൻ വേണ്ടി നാളെ ഞാനും വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ആലോചിക്കണം, കാട്ടിലാണ്, ആനയുള്ളതാണ്, പുലിയുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടെ ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ദൂരെ നിന്നുണ്ട് ഒരു ആന വരുന്നു. അതും ഒറ്റയാന, അപകടമുള്ള ഒറ്റയാനുണ്ട്. അവിടുന്ന് ദൂരേന്ന് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് വരുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് പേടിയും. അപ്പം ഇയാളുടെ ഗൈഡ് എന്താണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആന എന്നുള്ള സാധനം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നറേഷനിലെ ഹെഡിങ് വേണമെന്നോ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ആന്ത്രപ്പോളജി നരവംശ ശാസ്ത്രജ്ഞൻ, മനുഷ്യന്മാരുടെ ഉൽപ്പത്തിനെ കുറിച്ചൊക്കെയാണ് നരവംശ ശാസ്ത്രജ്ഞർ പഠിക്കുന്നത്. ഓക്കെ, ഇരുന്നാൽ ക്ലിയർ ആവുന്നു. ഓക്കെ, ഏതാകാം. ബയോഗ്രഫിക്കൽ സെർച്ച് എഴുതുമ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കണമെന്നോ? പേര് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. യെസ്. ഇനി നോക്കൂ, ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ആനയെ കണ്ട സമയത്ത് ഇയാൾ ഒമറിനെ വിളിച്ചിട്ട് എന്നിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴേക്കും ഈ ആനയെ കാണാതെ തന്നെ ഇയാൾ പേടിച്ചോടുക. ഒമർ പേടിച്ചോടി. അങ്ങനെ പേടിച്ചോടിയിട്ട് കുറേ ദൂരം ഓടിക്കഴിഞ്ഞ സമയത്ത് സലീം അലി അയാളോട് ചോദിക്കുന്നു, അല്ല നിങ്ങളെന്തിനാ ഇങ്ങനെ സ്പീഡിലോടിയേ എന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞോടുക്ക് എന്താണെന്നറിയില്ല, എന്തോ ഒന്ന് കണ്ടിട്ടാണ് ഞാൻ പേടിച്ചോടിയേ എന്ന് മാത്രം അയാൾ പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ഇൻസിഡൻറ്റ്. ആനയെ കണ്ട് പേടിച്ചോടുകയാണ്. പിന്നെ എന്താണ് രണ്ടാമത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്, ഇയാളൊരു പക്ഷീനെ നിരീക്ഷിച്ച് ഒരു മലയുടെ സൈഡിലെത്തി. എന്നിട്ട് മലയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇയാൾ പക്ഷിയെ കണ്ടു പോയി അവസാനം ഒരു അറ്റത്തെത്തുന്ന സമയത്താണ് മനസ്സിലാവുന്നത് താൻ ഒരു വലിയ അഗാധ ഗർത്തത്തിൻ്റെ താഴെയാണുള്ളത്. സാറിൻ്റെ സൈസ് കൂട്ടുമെന്നോ? എന്തൊക്കെ ആഗ്രഹങ്ങൾ ഓരോരുത്തർക്ക്. ഇത് മതിയില്ലേ മോനെ? സന്തോഷമായോ? കൂട്ടിയുണ്ട്. ഓൾ റൈറ്റ്. അങ്ങനെ അത് താഴോട്ട് വീണ് കഴിഞ്ഞാൽ ചത്തുപോകും. അത്രയും ആഴത്തിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്, ഉയരത്തിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അതാണ് നമുക്ക് പക്ഷി നിരീക്ഷണമായിട്ടുള്ള നരവംശശാസ്ത്രത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി പ്രിഫറൻസ് നാഷണലി എന്ന് പറയുന്നൊരു കുഞ്ഞു കഥയുണ്ട്, നമുക്ക് നോക്കിയാലോ. Preference nationally ഇത്രയേ ഉള്ളൂ. The chapter describes the struggles of a foreign woman living in France who faces discrimination, rejection and identity crisis. ഇതൊക്കെയാണ് gravity is nothing to സാറിനോ? റിവ്യൂ എല്ലാം പറഞ്ഞു തരും. നോക്കൂ, ഫത്തേ ഡോയാമ എഴുതിയിട്ടുള്ള പ്രിഫറൻസ് നാഷണലി എന്ന് പറഞ്ഞ കഥയുണ്ട്. ഇതിലെന്താ പറയുന്നത്? ചാപ്റ്റർ ഡിസ്ക്രൈബ്സ് സ്ട്രഗിൾസ് ഓഫ് എ ഫോറിൻ വുമൺ ലിവിങ് ഇൻ ഫ്രാൻസ് ഹു ഫേസസ് ഡിസ്ക്രിമിനേഷൻ, റിജക്ഷൻ ആൻഡ് ഐഡന്റിറ്റി ക്രൈസിസ്. ഇതൊക്കെയാണ് അവർ നേരിടുന്നത്. ത്രൂ ഹെർ എക്സ്പീരിയൻസസ് ദ ഓതർ ഷോസ് ഹൗ റേസിസം ആൻഡ് അൺഫെയർ ലോസ് മേക്ക് ഇമിഗ്രൻറ്റ്സ് ഫീൽ അൺവാണ്ടഡ് ആൻഡ് എക്സ്ക്ലൂഡഡ്. The new law introduced by Mr. Boles makes it harder for foreign spouses of French citizens to gain citizenship by forcing them to wait for 2 years. The narrator sarcastically says Senegalese cat has papers while she does not, highlighting the injustice and humiliation. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ നാട് വിട്ടുപോകും. എന്തിനാണെന്ന് വെച്ചാൽ ഉയർന്ന ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം നാടൊക്കെ ഉപേക്ഷിച്ച് പോകും. അങ്ങനെ പോകുന്ന ആളുകൾക്ക് പലപ്പോഴും സിറ്റിസൺഷിപ്പ്, അതായത് നമ്മുടെ പൗരത്വം ലഭിക്കാറില്ല. അത് ബേസ് ചെയ്തിട്ട് എഴുതിയ കഥയാണിത്. എന്നിട്ട് ഇതിലെന്താ പറയുന്നത്? മിസ്റ്റർ ബോർഡേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരുപാട് ഓഫീസർമാരെയാണ്. ഇങ്ങനെ ഇമിഗ്രേഷൻ ഓഫീസർമാരായിട്ട് കുറേ പേരുണ്ടാകും. അവർക്ക് ഈ ആളുകൾ കുടിയേറി വരുന്നതൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അവരുടെ നാട്ടിലെ ആളുകൾ തന്നെ നിന്നാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി മാത്രമുള്ള ആൾക്കാരാണ്. അവരെല്ലാം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് മിസ്റ്റർ ബോർഡേഴ്സ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേടിയിരുന്നു. എന്നിട്ട് അവസാനം സാധാരണക്കാരനായ ആളുകൾ പോലും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ഒന്നൊരു ബേക്കറി ചെല്ലുന്നു. ബേക്കറിയിൽ എത്തുന്ന സമയത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേക്കറിയിൽ ആളുകൾ അവരെ പറയുകയാണ്, നിങ്ങൾക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ നിറം കറുത്തതായത് കാരണം നിങ്ങളെ ജോലിക്ക് എടുക്കാൻ പറ്റുന്നതിനുള്ള ചിന്താഗതിയാണ് അയാൾക്കുള്ളത്. അപ്പോൾ അയാൾ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയി ജോലി ചെയ്തോ,
എന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ നൈസായിട്ട് റിജക്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് ഒരു ട്യൂട്ടറിങ് ജോബ്, ടീച്ചർ ജോലിക്ക് വേണ്ടിയിട്ട് ഇവർ അപേക്ഷിക്കുന്ന സമയത്ത് ആദ്യം പറയുന്നത് ഡിഗ്രി ആയാൽ മാത്രം മതി എന്നാണ്. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് പറയുന്നുണ്ട് എൻ്റെ കുട്ടിയെ വേറെ ആരും അങ്ങനെ പഠിപ്പിക്കേണ്ട, യൂറോപ്യൻ സ്റ്റൈൽ വിദ്യാഭ്യാസമാണ് ഞാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അവസാനം വൈറ്റ് ഫ്രണ്ടും കൂടെ കൂട്ടുകാരായിട്ടുള്ള വൈറ്റ് ഫ്രണ്ട് പോലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്. റിജക്ഷൻ, നറേറ്റർ മെയിൻറ്റെയിൻ സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഐഡൻറ്റിറ്റി. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അവർ സെൽഫ് റെസ്പെക്റ്റും ഐഡൻറ്റിറ്റിയും നിലനിർത്തുന്നുണ്ട്. ഓക്കെ, കഥ മനസ്സിലായി മക്കളെ? ഇനി നമ്മളെ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, ഇതിൻ്റെയൊക്കെ നോട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിക്കണേ. യെസ്, ക്രാഷ് കോഴ്സിൻ്റെ കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താണ്. ഇത് ഇത്രയധികം പുസ്തകങ്ങളാണ്. നിങ്ങൾ +1 +2 പഠിക്കേണ്ട പുസ്തകങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗ്രീൻ സ്ക്രീൻ ആയതുകൊണ്ടാട്ടോ ഇതിനിങ്ങനെ പച്ചയിൽ ഇത് പിടിക്കുന്നത്, കാര്യമാക്കണ്ട. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ. ഇത് നിങ്ങൾക്ക് വേണ്ടി പരീക്ഷയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടാതെ ക്രാഷ് കോഴ്സുകളും +1ൻ്റെ ക്രാഷ് കോഴ്സുകളും ഫാസ്റ്റ് ട്രാക്ക് കോഴ്സുകളും എല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ്. സെറ്റല്ലേ? യെസ്. ഇനി നമുക്ക് റൈറ്റപ്പ് എഴുതുന്നത് എങ്ങനെയാ നോക്കാം. സിമ്പിളായിട്ട് നോട്ട്സൊക്കെ ആയിക്കോട്ടോ. സെനഗലീസ് എന്ന് പറഞ്ഞാൽ സെനഗൽ, നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യൻസ് എന്ന് വിളിക്കൂലേ, സെനഗലിൽ നിന്ന ആളുകളെ സെനഗലീസ് എന്ന് വിളിക്കുന്നു, അത്ര തന്നെ. ഓക്കെ, ഇന്ത്യക്കാരെ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നു, പാകിസ്ഥാൻകാരെ പാകിസ്ഥാനീസ് എന്ന് വിളിക്കുന്നു, ശ്രീലങ്കക്കാരെ ശ്രീലങ്കൻസ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ സെനഗലിൽ നിന്നുള്ള ആൾക്കാരെ സെനഗലീസ് എന്ന് വിളിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. റെഡി? ഇനി നമുക്ക് റൈറ്റപ്പ് എഴുതാം. നമുക്ക് റൈറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ല ടൈറ്റിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു നല്ല ടൈറ്റിൽ റൈറ്റപ്പിന് അത്യാവശ്യമാണ്. പിന്നെ സ്റ്റോറി ആണെങ്കിലും ടോപ്പിക് ആണെങ്കിലും നിങ്ങളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആഡ് ചെയ്യുക, ഇൻഫറൻസസ് ഫ്രം സ്റ്റോറി, പിന്നെ കൺക്ലൂഷനും സ്റ്റിക്ക് ടു ദ ടോപ്പിക്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഫോർമാറ്റ് പാലിക്കും. നിങ്ങളൊരു എസ്സേ എഴുതുന്ന പോലെ വേണം റൈറ്റപ്പ് എഴുതാൻ. ഒരു എസ്സേ എഴുതുന്ന പോലെ ഒരു റൈറ്റപ്പ് എഴുതുക, ഒരു സിമ്പിൾ ചുരുങ്ങിയ വരികളിൽ എഴുതുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഈ 2 കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള പോയിന്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന ടോപ്പിക്ക് ചിലപ്പം ഹോണസ്റ്റിനെ കുറിച്ചായിരിക്കും. ഹോണസ്റ്റിയെക്കുറിച്ച് നിങ്ങളൊരു ചെറിയ എസ്സേ പോലെ എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹോച്ചിക്കോമിൻ്റെ കഥയൊക്കെ ഇല്ലേ, ഹോച്ചിക്കോം, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഹോണസ്റ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ നമ്മുടെ പാഠഭാഗങ്ങൾ കുറച്ച് നിങ്ങൾ എഴുതുന്ന റൈറ്റപ്പിൽ എക്സാമ്പിളുകളായിട്ട് ആഡ് ചെയ്യണം. എക്സാമ്പിളുകളായിട്ട് നിങ്ങൾ റൈറ്റപ്പിനകത്ത് നിങ്ങളുടെ പാഠഭാഗങ്ങൾ ആഡ് ചെയ്യുമ്പോൾ മാത്രമേ റൈറ്റപ്പ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ വെൻ യു ആർ റൈറ്റിംഗ് ദ റൈറ്റപ്പ് യു മസ്റ്റ് ഇൻക്ലൂഡ് പാർട്സ് ഓഫ് ദ സ്റ്റോറി ദാറ്റ് യു ഹാവ് ലേൺഡ്. കഥയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ മാത്രമേ റൈറ്റപ്പ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, പിന്നെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും നിങ്ങൾ എഴുതേണ്ടതില്ല. പക്ഷേ പീസ് ഓഫ് സ്ട്രിങ്ങിനെ കുറിച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദ സ്റ്റോറി പീസ് ഓഫ് സ്ട്രിങ് ഇവിടെ പോയി ഗൈഡ് ഹിം ഓപ്പസ് ആൻഡ് ക്ലിയർലി ഷോസ് ഹൗ സൊസൈറ്റി ക്യാൻ റൂയിൻ റെപ്യൂട്ടേഷൻ ഓഫ് എൻ ഓണസ്റ്റ് മാൻ ത്രൂ സസ്പീഷൻ, ഗോസിപ്പ് ആൻഡ് പ്രജുഡീസ്. ആളുകൾക്ക് എങ്ങനെ സസ്പീഷൻ, അതുപോലെ തന്നെ ഗോസിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ, മുൻവിധി തുടങ്ങിയ കാര്യങ്ങളിലൂടെ ആളുകളുടെ ജീവിതം നശിപ്പിക്കാമെന്നത് പറയുന്നു. ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ഹൂ പിക്സ് അപ്പ് എ സ്മോൾ പീസ് ഓഫ് സ്ട്രിങ് ഫ്രം റോഡ്, അയാൾ ആകെ എടുക്കുന്ന ഒരു കഷ്ണം കയറാണ്. ബിലീവ് ദാറ്റ് എവറിത്തിങ് യൂസ്ഫുൾ ഓട്ട് ടു ബി പിക്ഡ് അപ്പ്, അങ്ങനെ എടുക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ പിക്ക് ചെയ്യണം എന്നുള്ള ചിന്തിച്ചെടുക്കുന്നതാണ്. ഫൈനലി വാട്ട് ഹാപ്പൻ, നമ്മുടെ സമൂഹം എത്രത്തോളം ഒരു മനുഷ്യൻ ഗിൽറ്റിയാണ്, അതുപോലെ തന്നെ മീനിങ്ലെസ് ആണ് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. സൊസൈറ്റീസ് ക്രൂവൽ ജഡ്ജ്മെൻറ്റ് ഡിസ്ട്രോയ്സ് ഹോച്ചിക്കം റെപ്യൂട്ടേഷൻ, പീസ് ആൻഡ് മൈൻഡ് ഓഫ് ഫൈനലി ഹിസ് ലൈഫ്. ഇത്രയും കാര്യങ്ങളാണ് അയാൾക്ക് നഷ്ടപ്പെടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ശാകുന്തളത്തിൻ്റെ റൈറ്റപ്പ് ചോദിക്കും. എങ്ങനെയാണ് ശാകുന്തളത്തിൻ്റെ ചോദിക്കുക? പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ. ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ഇടകലർന്ന ജീവിതമുണ്ടല്ലോ, അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, അത് പഠിക്കുക. സോ എഴുതി വെച്ചിട്ടുണ്ട് സാർ ഇവിടെ. പിന്നെ ബേർഡ് വാച്ചിങ്ങിൻ്റെ നമുക്ക് സിമ്പിളായിട്ട് ഒരു നോക്കാം. What messages does the chapter Thrills and Thrills Bird Watching in India give about conserving nature and wildlife? Prepare a write-up. ഇമെയിൽ എല്ലാം എടുത്തിരുത്. ഇമെയിൽ ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ട ഇമെയിൽ ഉണ്ടാവും, റൈറ്റപ്പ്, പാരഗ്രാഫ്, ആർട്ടിക്കിൾ, റിവ്യൂ,
പിന്നെ ഏതാ കോൺവെർസേഷൻ, ഇമെയിൽ, ന്യൂസ് പേപ്പർ എല്ലാം നിങ്ങളെ ഇന്ന് പഠിപ്പിച്ച് തന്ന് സെറ്റാക്കിയിട്ട് നാളെ പരീക്ഷയ്ക്ക് വിടുകയുള്ളൂ. അതുമാത്രമല്ല വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനും ഞാൻ ഇതൊക്കെ ആയിട്ട് ഇതുപോലെ കുറേ കണ്ടൻറ്റുകളായിട്ട് വരുന്നതാണ്. പോരെ, സന്തോഷമായോ? ആൾക്ക് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ് മാത്യു നോട്ടൊക്കെ അയക്കും, ആരായിരുന്നു സാറേ ഇമെയിൽ ചോദിച്ചത്? അംന ഷെറിനാ ചോദിച്ചത്. കിട്ടും കേട്ടോ, നോട്ടൊക്കെ കിട്ടും. ഡയലക്റ്റ് എന്ന് വെച്ചാൽ ആക്സെൻറ്റിങ് ആണ്. ആക്സെൻറ്റില്ല, നമ്മുടെ സംസാര ശൈലി. ഇപ്പോൾ നമ്മൾ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലൊക്കെ രണ്ട് വിധം മലയാളം പറയാറുണ്ട് അല്ലേ? തെക്കിലാണെങ്കിൽ നമ്മളെന്താ പറയുക, എന്ത് എന്നുള്ളത് എൻ്റെ വാ എന്നൊക്കെ പറയാറില്ലേ? എന്നാൽ വടക്കൻ കേരളത്തിലെത്തുമ്പോൾ എന്ത് എന്താ എന്നൊക്കെ ചോദിക്കൂലേ? അതാണ് വ്യത്യാസം അല്ലേ? തൃശ്ശൂരാണ് ഇന്തുട്ട എന്നൊക്കെ ചോദിക്കൂലേ? അതാണ് നമ്മൾ 6 നാട്ടിൽ 100 ഭാഷ. അതന്നെ, ഇത്രയേ ഉള്ളൂ സമയം. ആക്സെൻറ്റ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ ഗിവ് അബൌട്ട് കൺസേർവിങ് നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ്. ഈ ഒരു ടോപ്പിക്കിൽ റൈറ്റപ്പ് ചെയ്താണ് പറഞ്ഞത്. അതായത് നമ്മുടെ പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നത് സംബന്ധിച്ച ഒരു റൈറ്റപ്പ് എഴുതാൻ പറഞ്ഞു. സോ പ്രിപ്പയർ എ റൈറ്റപ്പാ. ക്രിസ് മാത്യു നോട്ട് പെട്ടെന്ന് അയക്കാം, ആദ്യം ഈ ക്ലാസ് ഒന്ന് കഴിയട്ടെ. നോട്ട് മാത്രം കിട്ടണം എന്ന് വെച്ചാൽ എങ്ങനെയാ? പഠിക്കണ്ടേ? നോട്ടിൽ എന്താണെന്നുള്ള അറിയണമെങ്കിൽ ഇവിടുന്ന് കിട്ടണം കേട്ടോ. നോക്കിയാലോ നമുക്ക്. Conservation of nature and wildlife. The chapter strongly highlights the need for conservation of nature. പ്രകൃതി സംരക്ഷണത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. Salim Ali shows how forests, birds and animals are closely connected. The construction of Parambiculam Dam submerged beautiful forest area, reminding us that development often destroys natural habitats. ഇതാണ് വേണ്ടത്. ഓക്കെ, അതായത് എന്താ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്? നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് സംബന്ധിച്ചുള്ളൊരു കാര്യത്തിൽ നമ്മളോട് റൈറ്റപ്പാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ എക്സാമ്പിളുകളായിട്ട് നൽകുന്നത് നമ്മുടെ പറമ്പിക്കുളം ഡാം വന്നത് കാരണമുണ്ടായ പ്രശ്നങ്ങളാണ്. വെൻ ഫോറസ്റ്റ് ഡിസപ്പിയർ, വനം ഇല്ലാതായപ്പോൾ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ലോസ് ദെയർ ഹോംസ്, പക്ഷികൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. ബേർഡ് വാച്ചിങ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ബേർഡ്സ് ബെറ്റർ ആൻഡ് ക്രിയേറ്റ്സ് ലവ് ഫോർ നേച്ചർ. ബേർഡ് വാച്ചിങ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണ്? നമ്മുടെ പ്രകൃതിയോടുള്ള സ്നേഹത്തിനെ കുറിച്ച് ബോധവാന്മാരാക്കി തരും. യെസ്, ജിഞ്ചർ ബ്ലോണ്ട് കളറാണ്, ബ്ലോണ്ട് കളർ എന്ന് പറയും. When people observe birds, they learn to protect trees. പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ മരങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളത്, കാടുകൾ സംരക്ഷിക്കണം, ജലം സംരക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ. സാലിം അലി ലൈഫ് പ്രൂവ്സ് ദാറ്റ് പീസ്ഫുൾ ഒബ്സർവേഷൻ ക്യാൻ ലീഡ് ടു അവയർനെസ് ആൻഡ് കൺസർവേഷൻ. ഈ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിപ്പിക്കുക. പ്രൊട്ടക്റ്റിംഗ് നേച്ചർ മീൻസ് പ്രൊട്ടക്റ്റിംഗ് ലൈഫ് ഇറ്റ് സെൽഫ്. വി മസ്റ്റ് പ്രിസർവ് ഫോറസ്റ്റ്, റെസ്പെക്ട് വൈൽഡ് ലൈഫ് ആൻഡ് ബാലൻസ് ഡെവലപ്മെൻറ്റ് വിത്ത് എൻവയോൺമെൻറ്റൽ കെയർ. ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രകൃതിയിൽ നിന്നും പഠിക്കേണ്ടതെന്ന് പറയുന്നു. ഒറ്റ സെക്കൻഡ് ഇടാം മക്കളെ, സാർ ഇപ്പം വരെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ക്ലാസ് കഴിഞ്ഞില്ല, പോയിട്ടില്ല. നാളെ വരണ്ട, ഇന്ന് തന്നെ നിന്നോ. ക്ലാസ് കഴിഞ്ഞില്ല കേട്ടോ, അപ്പം സെറ്റാക്കി തരാം ബാക്കി. ഓൾ റൈറ്റ്. നമ്മുടെ പ്രിഫറൻസ് നാഷണൽ എന്ന് പറയുന്ന ചാപ്റ്ററില്ലേ, അത് ബേസ് ചെയ്തിട്ട് സ്ട്രഗിൾസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ബിലോങ്ങിങ് എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്കൊരു എസ്സേ തരികയാണെങ്കിൽ, അല്ല റൈറ്റപ്പ് എഴുതാൻ തരികയാണെങ്കിൽ എങ്ങനെ എഴുതണം നോക്കൂ.
The story Preference Nationally by Fatto Diom shows how the deep struggles of a foreign woman trying to live with dignity in a new country. പുതിയ രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് ഉള്ളത്. എന്നിട്ട് നോക്കൂ, though she is well educated and talented, society does not accept her because she is not native citizen. She faces rejection while searching for jobs. അതായത് അവർ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് റിജക്ഷൻ ലഭിക്കുന്നു. And is treated unfairly by people who judge her only by her color and origin. സ്റ്റക്ക് ആവുന്നുണ്ടോ? ഓക്കെ. Story clearly shows how racism and social prejudice can damage person's identity and self-respect. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി, ഞാനായിരിക്കുന്നത് എങ്ങനെ അവസാനിപ്പിക്കും, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ്, ഒരു മനുഷ്യൻ്റെ അന്തസ് എങ്ങനെ ഇല്ലാതാക്കുന്നു, അതിന് ഡാമേജ് വരുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. The narrator begins to feel that her education and intelligence are not valued in the foreign land. അവർക്ക് തോന്നുന്നത് അവരുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കഴിവും ഒന്നും തന്നെ, തലച്ചോറും കഴിവും ഒന്നും തന്നെ വിദേശ രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്നില്ല എന്നവർക്ക് തോന്നുന്നു. യെറ്റ് എന്നിട്ടും ഷീ റിമെയിൻസ് സ്ട്രോങ് ആൻഡ് refuses to lose her dignity. എന്നിട്ടും അവരുടെ അന്തസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. ത്രൂ ഹെർ എക്സ്പീരിയൻസസ്, അവളുടെ അനുഭവങ്ങളിലൂടെ ദ റൈറ്റർ റിമൈൻഡ്സ് അസ് ദാറ്റ്, അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് വെച്ചാൽ ദാറ്റ് എവറി ഹ്യൂമൻ നീഡ്സ് ആക്സെപ്റ്റൻസ്, എല്ലാ മനുഷ്യനും ആക്സെപ്റ്റൻസ് വേണം, റെസ്പെക്റ്റ് ബഹുമാനം വേണം, ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്, എല്ലാവരും ഒരു കൂട്ടത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ചിന്ത വേണം. ദ സ്റ്റോറി ടീച്ചേഴ്സ് ദാറ്റ് നാഷണാലിറ്റി, റേസ് ഓർ അപ്പിയറൻസ് ഷുഡ് നെവർ ഡിസൈഡ്സ് പേഴ്സൺസ് വർത്ത്. Equality, kindness and humanity are essential for a just a peaceful society. ഇത്രയും കാര്യങ്ങളാണ്. പ്ലണ്ടേർഡിൻ്റെ മീനിങ് വെച്ചാൽ കൊള്ള, മോഷണം എന്ന് പറയില്ല നമ്മൾ, അതാണ് പ്ലണ്ടർ. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ മറ്റൊരു റൈറ്റപ്പ്. ഇനി പാരഗ്രാഫ് വളരെ സിമ്പിളാണ്. ഏറ്റവും കുറഞ്ഞ വരികളിലൂടെ നമുക്ക് നല്ല മാർക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ് പാരഗ്രാഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പാരഗ്രാഫ് എപ്പോഴും നിങ്ങളൊരൊറ്റ പാരഗ്രാഫ് എഴുതിയാൽ മതി. നോക്കൂ, ഒരൊറ്റ പാരഗ്രാഫ് എഴുതിയാൽ മതി. അത് ക്ലിയർ ആയിരിക്കണം, പിന്നെയോ കൺസൈസ് ആയിരിക്കണം. നോക്കൂ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ നിങ്ങൾ പറയാം. പിന്നെയോ യൂസ് സിമ്പിൾ ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്താൽ മതി. ഫോക്കസ് ഏരിയ. ഇപ്പം നമ്മൾ പശുവിനെ കുറിച്ചാണ് ഒരു പാരഗ്രാഫ് എഴുതുന്നത് വെച്ചാൽ പശുവിനെ കുറിച്ച് മാത്രം എഴുതിയാൽ മതി. അല്ലാതെ പശുവിനെ കെട്ടുന്ന മരത്തിനെ കുറിച്ച് എഴുതണ്ട. യുദ്ധത്തിനെ കുറിച്ച് എഴുതുമ്പോൾ യുദ്ധത്തിനെ കുറിച്ച് മാത്രം എഴുതുക. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കണം. മാച്ച് ദ ചാപ്റ്റർ ഓർ ലെസൺ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചാപ്റ്ററിലെ കാര്യങ്ങൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തേക്കണം. ക്യാനൺ ഫോഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരങ്കി തീറ്റ എന്ന് പറയും. പീരങ്കിക്ക് ഇട്ട് കൊടുക്കുന്ന മനുഷ്യന്മാർ, പീരങ്കി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ മരിക്കും. അപ്പോൾ ഈ വെള്ളവർഗ്ഗക്കാരെന്ത് ചെയ്യും? ഈ കറുത്ത വർഗ്ഗക്കാരെ പിടിച്ചുകൊണ്ടിട്ട് പീരങ്കിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ യുദ്ധത്തിൽ പീരങ്കികൾക്ക് മരിക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം മരിക്കുകയാണെങ്കിൽ വെള്ളവർഗ്ഗക്കാർ മരിക്കില്ലല്ലോ, പാവപ്പെട്ടവരെ മരിക്കുക. അപ്പോൾ യുദ്ധത്തിൽ ഒരു കവചം കണക്കെ കറുത്ത വർഗ്ഗക്കാരെ കൊണ്ടുപോയി നടാറുണ്ട്. അതാണ് പീരങ്കി തീറ്റ അല്ലെങ്കിൽ ക്യാനൺ ഫോഡർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയാൽ നമുക്ക് യൂസ് പ്രോപ്പർ ക്വസ്റ്റ്യൻ വേർഡ്സ്, കീപ് ദ ലെങ്ത് അപ്രോപ്രിയേറ്റ്. ചുരുക്കി എഴുതുക, ഒരൊറ്റ പാരഗ്രാഫ് എഴുതിയാൽ മതി. ടൈറ്റിൽ വേണ്ട, നോ ടൈറ്റിൽ. ടൈറ്റിൽ ആഡ് ചെയ്യണ്ട. എന്നിട്ടോ യെസ്, റൈറ്റ് പാരഗ്രാഫ് അബൌട്ട് സ്റ്റോറി പീസ് ഓഫ് സ്ട്രിങ്ങിൻ്റെ ഒരൊറ്റ പാരഗ്രാഫ് എഴുതാൻ പറയാണ്. In a piece of string, Gary Maupassant shows how society can destroy honest man's reputation through false judgment and stubborn suspicion. അല്ലേ? എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ അന്തസ്സിന് കളങ്കം വരുത്താൻ സാധിക്കുന്നത്? ത്രൂ ഫോൾസ് ജഡ്ജ്മെൻറ്റ്, തെറ്റായ വിധികൽപ്പികളിലൂടെ, ആൻഡ് stubborn suspicion, വാശി പിടിച്ച ആ സസ്പീഷനിലൂടെ. Hodgcomb, who merely picks up a piece of string, ആകെ ഒരു പീസ് ഓഫ് സ്ട്രിങ് എടുക്കുന്നുള്ളൂ, was wrongly accused to stealing a pocket book. എന്നിട്ട് ഒരു പോക്കറ്റ് ബുക്ക്, ഒരു പേഴ്സ് എടുത്തു എന്ന് പറഞ്ഞാണ് ആ പാവത്തിനെ വേട്ടയാടുന്നത്. Though he tells the truth and lost purse is later found, society refuses to believe him. ആളുകൾ ഇയാളെ വിശ്വസിക്കാൻ മടിക്കുന്നു. People mock him, people ഇയാളെ നോക്കി പരിഹസിച്ചു. Laugh at him, ഇയാളെ നോക്കി ചിരിച്ചു. And accuses him of using an accomplice. ആരുടെയോ സഹായത്തോടു കൂടിയാണ് ഇയാൾ ഇത് ചെയ്തത്.
എന്ന് പറഞ്ഞു. ഹിസ് ഓണസ്റ്റി ഈസ് ക്വസ്റ്റ്യൻഡ് അഗൈൻ ആൻഡ് അഗൈൻ അൺടിൽ ഹി ലൂസസ് ഹിസ് ഡിഗ്നിറ്റി ആൻഡ് പീസ്. അയാളുടെ സമാധാനവും അന്തസ്സും നഷ്ടപ്പെടുന്നത് വരെ അയാൾക്ക് ഇതെല്ലാം നേരിടേണ്ടി വന്നു. ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ഹൗ സൊസൈറ്റീസ് റെഫ്യൂസൽ ടു ആക്സെപ്റ്റ് ട്രൂത്ത് ക്യാൻ കംപ്ലീറ്റ്ലി റൂയിങ് ആൻ ഇന്നസെൻറ്റ് പേഴ്സൺ ലൈഫ്. എങ്ങനെയാണ് ഒരു നല്ലൊരുത്തൻ്റെ ജീവിതം മറ്റുള്ളവർ ചേർന്ന് കുളമാക്കുന്നതിനെ പറ്റിയാണ് ഈ ചാപ്റ്റർ പറയുന്നത്. ഇവിടെ നോക്കൂ, നമ്മളൊരൊറ്റ പാരഗ്രാഫേ എഴുതിയിട്ടുള്ളൂ. ഒറ്റ ഒരു പാരഗ്രാഫേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വളരെ ചുരുക്കി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർമാൻസ് വെച്ചാൽ നിഷ്ക്രിയമായത് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ചുരുക്കി എഴുതിയിട്ടുണ്ട്. പോരാത്തതിന് നമ്മൾ അധികമായ ഹെഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. മൊത്തം കഥയുടെയും സത്ത്, അതിൻ്റെ എസെൻസ് നമ്മൾ ചുരുക്കി എഴുതിയിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ 3 മുതൽ 4 മാർക്ക് വരെ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. 3 മുതൽ 4 മാർക്ക് വരെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഈ സാധനം. അപ്പം 4 മാർക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഒറ്റയ്ക്കൊരു പാരഗ്രാഫ് എഴുതിയാൽ നോക്കൂ, ഇനി കിങ് ദുഷ്യന്ത ശകുന്തളേനെ കണ്ടിട്ടുള്ള ആ സിറ്റുവേഷൻ്റെ ഒരു പാരഗ്രാഫ് എഴുതേണ്ടി വരും. പിന്നെയോ നമ്മുടെ ട്രെയിൻ വാർ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, എങ്ങനെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ പറ്റിയുള്ള ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതേണ്ടി വരും. ഇങ്ങനെയുള്ള കുറച്ച് പാരഗ്രാഫുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടെറേസേൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബോൾസിൻ്റെയും ചാപ്റ്റർ ആൽസേഷ്യൻ മീനിങ് എന്ന് വെച്ചാൽ ആൽസേഷ്യൻ എന്ന് വെച്ചാൽ ജർമ്മനിയുടെയും ഫ്രാൻസിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ആൽസേസ് എന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ആക്സെൻ്റാണ് ആൽസേഷ്യൻ ആക്സെൻറ്റ്. ഓക്കെ, നമുക്ക് ആ ചാപ്റ്ററിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു റൈറ്റപ്പ് നോക്കിയാലോ, ഒരു പാരഗ്രാഫ് നോക്കിയാലോ. ദ സ്റ്റോറി ടെൽസ് അബൌട്ട് ടെരേസ, എ ലോൺലി പോളിഷ് വുമൺ ഹൂ ലിവ്സ് നിയർ എ സ്റ്റുഡൻറ്റ് ഇൻ മോസ്കോ. ഷീ അപ്പിയേഴ്സ് റഫ് ആൻഡ് ഫ്രൈറ്റനിങ്. അവർ എങ്ങനെയുള്ള ആളാണ്? അവർ വളരെ റഫാണ്, അതുപോലെ തന്നെ പേടിപ്പെടുന്ന ക്യാരക്ടറാണ്. ബട്ട് ഇൻസൈഡ് ഷീ ഈസ് വെരി സെൻസിറ്റീവ്. ഉള്ളിൽ അവരുടെ ഒരു പേടിയുള്ള ആളാണ്. ആൻഡ് ലോൺലി, എപ്പോഴും ഏകാന്തത അനുഭവിക്കുന്ന ആളാണ്. ഷീ ആസ്ക്സ് ദ സ്റ്റുഡൻറ്റ്സ് ടു റൈറ്റ് ലെറ്റേഴ്സ് ടു ഹെർ ഇമാജിനറി ലവർ ബോൾസിന് വേണ്ടി കത്തെഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട്. ലേറ്റർ സ്റ്റുഡൻറ്റ് റിയലൈസസ് ദാറ്റ് ബോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ബോൾസ് എന്ന് പറയുന്ന ആളില്ല എന്ന് മനസ്സിലാക്കുന്നു. ടെറേസ ക്രിയേറ്റഡ് ഹിം ടു ഫീൽ ലവ്ഡ് ആൻഡ് ലെസ് ലോൺലി. ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്ത ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ടെറേസ അങ്ങനെ ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് ഫീൽ സിമ്പതി ഫോർ ഹെർ കണ്ടിന്യൂസ് റൈറ്റിംഗ് ലെറ്റർ ഫോർ ഹെർ ഹാപ്പിനെസ്. അവരുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ നിരന്തരം കത്തെഴുതുന്നതിൽ ഇവന് അവരോടൊരു സഹതാപം തോന്നുന്നത്. സ്റ്റോറി ഷോസ് പെയിൻ ഓഫ് ലോൺലിനെസ്, ഏകാന്തതയുടെയും അതുപോലെ തന്നെ ആൻഡ് ഹ്യൂമൻ നീഡ് ഫോർ ലവ് ആൻഡ് കൈൻഡ്നസ്. ഈ കാര്യങ്ങളാണ് കഥ എഴുതുന്നത്. ഈ കഥ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? നിങ്ങൾ പലരും പല തിരക്കിലായിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ വിട്ടുപോയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഇംഗ്ലീഷല്ലേ പിന്നത്തേക്ക് നോക്കി വെക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ച ചാപ്റ്ററല്ലേ ഇത്. പക്ഷേ ഒരൊറ്റ പാരഗ്രാഫിനകത്തുനിന്ന് എന്താണ് ഈ മൊത്തം കഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയില്ലേ? മൊത്തം പാരഗ്രാഫിൽ നിന്നും ഇതെന്ത് കഥയാണെന്ന് നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കിയില്ലേ? അവിടെയാണ് പാരഗ്രാഫ് ജയിക്കുന്നത്. നിങ്ങൾ പാരഗ്രാഫിന് മാർക്ക് കിട്ടണമെങ്കിൽ അത് എത്രയും ചുരുക്കി എഴുതിയാൽ മതിയേ. ഒരു 100 വേർഡ്സിലൊക്കെ എഴുതിയാൽ മതി. ചുരുക്കി എഴുതിയാൽ മക്കൾ എന്ത് ചെയ്യണം? അതിൻ്റെ പറയുന്ന കണ്ടൻറ്റ് കൃത്യമായിട്ട് എഴുതണം. അതിന് കുറച്ച് വഴിയുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ എഴുതണ്ട. റിപ്പീറ്റഡ് ആയിട്ട് സെയിം കാര്യങ്ങൾ എഴുതണ്ട. ഉദാഹരണങ്ങളൊക്കെ വളരെ ചുരുക്കം, ഒരു ഉദാഹരണമൊക്കെ കൊടുത്താൽ മതി, ഒരു എക്സാമ്പിളൊക്കെ കൊടുത്താൽ മതി. എത്രയും ചുരുക്കിയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ പാരഗ്രാഫിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ഇപ്പോൾ ഈ ചാപ്റ്റർ പോലും നമ്മൾ പുതിയ ചാപ്റ്ററാണ്, അധിക പേരൊന്നും ക്ലാസ് അറ്റൻഡ് ചെയ്ത് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എന്താണ് സംഭവം, ഇതിനകത്ത് ക്യാരക്ടർ ആരാണെന്നുള്ളതൊക്കെ നമ്മളല്ലേ, ബോൾസ് ഒക്കെ നമ്മൾ അതുപോലെ തന്നെ ടെറേസ എന്ന് പറയുന്ന ആളൊക്കെ എങ്ങനെയുള്ളതാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയില്ലേ? ഇങ്ങനെയാണ് പാരഗ്രാഫ് എഴുതേണ്ടത്. പാരഗ്രാഫ് സെറ്റായിട്ട് മനസ്സിലായ മക്കളെ, നിങ്ങൾക്ക് ഒറ്റ പാരഗ്രാഫ് എഴുതാൽ മതി, ഒരു ഹെഡിങ് പോലും വേണ്ട. മിനിഷയ്ക്ക് മനസ്സിലായോ? മുൻവിധി, പ്രജുഡിസ് മുൻവിധി. സെറ്റ് എന്നാണ്. കുറച്ച് തീയുടെ ചാറ്റ് ബോക്സ് ഒന്ന് നിന്ന് കത്തട്ടെ മക്കളെ. ഇങ്ങനെ പോയാൽ എങ്ങനെ നമുക്കിപ്പോഴൊക്കെ പഠിച്ച് തീർക്കണ്ടേ? മുയ്മോനും മാർക്കും വാങ്ങണ്ടേ? ഒന്ന് ഫയർ ഇമോജൊക്കെ ഒന്ന് കെട്ടി കത്തിക്കാൻ നിന്ന് ഹൃദയമൊക്കെ ഒന്ന് കത്തട്ടെ. യെസ്. ഇനി ആർട്ടിക്കിൾ റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു വിഷയം തന്നിട്ട് നമ്മളൊരു ലേഖനം എഴുതാൻ പറയും. നമ്മളെന്താ പറയുക? ലേഖനം എന്നൊക്കെ പറയും അല്ലേ? ലേഖനം എഴുതാൻ പറയും. ഫ്ലാബർ ഗാസ്റ്റഡ് എന്നുള്ള മീനിങ് ഒക്കെ ഓക്കെ. ഞാൻ ആകെ ഞെട്ടിത്തരിച്ചു പോയി എന്നാണ് ഫ്ലാബർ ഗാസ്റ്റഡ്. ഐ ഗോട്ട് ഫ്ലാബർ ഗാസ്റ്റഡ്. കിട്ടില്ല വാക്കല്ലേ ഫ്ലാബർ ഗാസ്റ്റഡ്. ആരെങ്കിലും ഇമ്പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. നൈസാ.
നോക്കൂ, ഗിവ് യുവർ ആർട്ടിക്കിൾ എ ക്യാച്ച് ആൻഡ് റെലവൻറ്റ് ടൈറ്റിൽ ദാറ്റ് റിഫ്ലെക്ട്സ് ദ മെയിൻ ഐഡിയ. നിങ്ങൾ എഴുതുന്ന ആർട്ടിക്കിളിന് ഒരു തലക്കെട്ട് കൊടുക്കണം. വിച്ച് മീൻസ് ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിന് തലക്കെട്ട് നിർബന്ധമാണ്. തലക്കെട്ട് നിർബന്ധമായിട്ടും ആർട്ടിക്കിളിന് എഴുതുക. ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക് ആൻഡ് ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക് ഉണ്ടല്ലോ, അത് ഈസി ആൻഡ് സിമ്പിളായിട്ട് ലാംഗ്വേജിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചാടിക്കയറി ആദ്യമേ നിങ്ങളുടെ വിവരം മുഴുവൻ എടുത്ത് എഴുതരുത്. നിങ്ങളൊരു വിഷയത്തിലായിരിക്കും നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ടാവുക. നിങ്ങൾക്ക് എന്ത് വിഷയം തന്നു കഴിഞ്ഞാലും ചാടിക്കയറി ആദ്യമേ അത് എഴുതരുത്. നിങ്ങളൊരു ചെറിയ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോട്ട് വെച്ച് ആരംഭിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ വെച്ചിട്ട് ആരംഭിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇൻക്ലൂഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഫാക്ട്സ്, എക്സാമ്പിൾസ് ഓർ ഒപ്പീനിയൻസ് ഇൻ ദ മെയിൻ ബോഡി. റിസ്റ്റേഷൻ തടയുക. ഓക്കെ, ഇൻക്ലൂഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ആഡ് ചെയ്യുക. ഫാക്റ്റുകൾ, വിവരങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിളുകൾ ഉൾപ്പെടുത്തണം. ഓർ ഒപ്പീനിയൻസ് ഇൻ ദ മെയിൻ ബോഡി. ഇതൊക്കെ ബോഡിയാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് ടൈറ്റിൽ വേണം, പിന്നെ ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, ആൻഡ് അവസാനം കൺക്ലൂഷൻ വേണം. ഈ കൺക്ലൂഷനൊക്കെ വരുന്ന സമയത്തേക്കുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞുതരാം. ഐ വിൽ ടെൽ യു ക്ലിയർലി. സാക്ക് നോക്കൂ, പിന്നെ സിമ്പിൾ ആൻഡ് ക്ലിയർ ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ആൻഡ് വിത്ത് മോറൽ സജഷൻ ഓർ എ തോട്ട് പ്രൊവോക്കിംഗ് ഐഡിയ. നിങ്ങൾക്ക് ഇതെങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി? എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? നിങ്ങളെ അരിജ മിസ് ഇവിടെ വന്ന് നോക്കിപ്പോയതാ. ഓൾറൈറ്റ്, യെസ്. അവിടെ ഇവിടെയൊക്കെ മാറി മാറി ക്ലാസ് എടുക്കല്ലേ. ഇവിടുന്ന് പോയാൽ അവിടെ ഒരു ക്ലാസ്, അവിടുന്ന് പോയാൽ ഇവിടെ ഒരു ക്ലാസ്, എങ്ങനെ ചുറ്റും ക്ലാസ്സുകളാണ്. നെപ്പോട്ടിസം. നെപ്പോട്ടിസം എന്താണെന്നല്ലേ? നെപ്പോട്ടിസം എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. അറിയുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾ നിരന്തരം കേൾക്കുന്ന പറഞ്ഞില്ലേ, അർജുൻ എസ് നായർ പറഞ്ഞു കൊടുത്തു. നെപ്പോട്ടിസം എന്ത് സ്ട്രെസ്, അതൊക്കെ ഒരു ഹരല്ലേ. നെപ്പോട്ടിസം ലബൂബ് പറഞ്ഞു കൊടുത്തേ. തമിഴനാ? ക്ലാസ്സിലാ? എന്താ തമിഴ് എഴുതിയേ? ഞാൻ മലയാളത്തിലാണ് അത് കണ്ണകീന്ന് വായിച്ചേനെ. നെപ്പോട്ടിസം ഇസ് എ ഡേർട്ടി ബിസിനസ്. അത് നാർക്കോട്ടിസം. നാർക്കോട്ടിക്സ് അല്ല, നാർക്കോട്ടിക്സ്. നെപ്പോട്ടിസം അറിയുന്ന ഒരാളുമില്ലേ? ഇത്രയധികം നെപ്പോട്ടിസം കൊട്ടികുത്തി വാഴുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നെപ്പോട്ടിസം എന്താണെന്ന് അറിയുന്നില്ലേ? ആരുമില്ലേ നെപ്പോട്ടിസം അറിയുന്നത്? സാർ പഠിപ്പിക്കുന്നതാണ്. നെപ്പോട്ടിസം ഇസ് പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ടെൽ മീ. നെപ്പോട്ടിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വജനപക്ഷപാതം അല്ല, ഇപ്പം നമ്മുടെ ആളുകളെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നൊരു പരിപാടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സിനിമാ നടനാണെന്ന് കരുതുക. സിനിമാ നടനാണെന്ന് കരുതുക. എൻ്റെ മകനെ ഞാൻ മെല്ലെ സിനിമേൻ്റെ അകത്തോട്ട് കയറ്റും. എന്നിട്ട് അവന് പുതിയ പുതിയ സിനിമയിൽ അവസരങ്ങൾ വാങ്ങിക്കൊടുക്കും. ഞാൻ എൻ്റെ പണവും പവറും ഒക്കെ ഉപയോഗിച്ച് ഓരോ നിലയിലെത്തിക്കും. ഇനി രാഷ്ട്രീയത്തിലുണ്ട് നെപ്പോട്ടിസം. ചില ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ, ചില ആളുകൾ അവരുടെ അച്ഛൻ മന്ത്രിയായിരിക്കും, അതുകൊണ്ട് അവരുടെ മോനും മന്ത്രിയാവും. രാഷ്ട്രീയത്തിലൊക്കെ ഇങ്ങനെ പിന്തുടർച്ച അവകാശം പോലെ ഇങ്ങനെ വരും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലേ, അതിനെ ഈ പിന്തുടർച്ച പോലെ വരുന്നതിനാണ് നമ്മൾ നെപ്പോട്ടിസം എന്ന് പറയുന്നത്. യൂത്ത് പവർ, ഇൻഫ്ലുവൻസ്, ഫേവറിങ് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഇവരൊക്കെ നമ്മുടെ ആൾക്കാരായതുകൊണ്ട് നമ്മളിങ്ങനെ തിരികെ കയറ്റില്ലേ. ഇന്ത്യയിൽ നെപ്പോട്ടിസം എന്ന് പറയുന്ന സാധനം സിമ്പിളായിട്ട് മനസ്സിലാവും. അത് സിനിമയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, എല്ലാ കാര്യത്തിലും നെപ്പോട്ടിസം ഉണ്ട് കേട്ടോ. അത് എവിഡൻ്റ് ആണേ. ഇപ്പോൾ ഒരു ഹരയിലെ പാർട്ടികളൊക്കെ പഠിക്കാൻ നല്ല ഹരം കയറിയില്ലേ, ആൾ കൂടുകയും ചെയ്ത്. ഇങ്ങനെയുള്ള കഥയൊക്കെ പറയുമ്പോൾ എന്താ ഒരു ഉന്മേഷ. ചാറ്റ് ബോക്സ് ഇങ്ങനെ തുരുതുരുന്ന് മെസ്സേജ് വരും. സെറ്റ് ക്ലിയർ ആയില്ലേ? അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ഹോച്ച്കോമിൻ്റെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാനുണ്ടാവും. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ സലീം അലിയുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാനുണ്ടാവും. റേസിസം ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. നമുക്കിത് നോക്കാം. ഓക്കെ, നമുക്ക് റേസിസം ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി ബേസ് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയാലോ?
ക്ലിയർ. അർജുൻ, നമ്മളല്ലെങ്കിൽ അർജുൻ്റെ പേരുള്ളവർക്കൊക്കെ എല്ലാം പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? അർജുൻ്റെ ഇതെനിക്കിഷ്ടമായി, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അർജുൻ തന്നെ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ കോപ്പി അടിക്കും കേട്ടോ, എനിക്കിഷ്ടമായി. നോക്കൂ, റേസിസം ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി, വംശവെറിയും മനുഷ്യൻ്റെ അന്തസ്സും എന്ന കാര്യത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, റേസിസം ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇൻ സൊസൈറ്റി ബിക്കോസ് ഇറ്റ് ഡിനേസ് പീപ്പിൾ ഇക്വാലിറ്റി, റെസ്പെക്റ്റ് ആൻഡ് ബേസിക് ഹ്യൂമൻ ഡിഗ്നിറ്റി. നമ്മൾ ആദ്യമേ എല്ലാ കാര്യവും എടുത്ത് പറയാൻ നിൽക്കരുത്, ഒരു പാരഗ്രാഫായിട്ട് പോകണ്ടേ. അപ്പോൾ എന്താണ്, റേസിസം ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മളൊരു ഫാക്ച്വലായിട്ടുള്ള ഐഡിയ കൊടുത്തു, നമുക്ക് ലോകത്ത് നടക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അറിയാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ബിഗ്ഗസ്റ്റ് പ്രോബ്ലം അങ്ങനെ പറഞ്ഞു സമൂഹത്തിലത്. അതെന്തൊക്കെ ഇല്ലാതാക്കുന്നത്? പീപ്പിൾസ് ഇക്വാലിറ്റി, മനുഷ്യൻ്റെ ഒരു തുല്യത ഇല്ലാതാക്കുന്നു, റെസ്പെക്റ്റ് ബഹുമാനം ഇല്ലാതാക്കുന്നു, ആൻഡ് ബേസിക് ഹ്യൂമൻ ഡിഗ്നിറ്റി, എല്ലാ മനുഷ്യനും അന്തസ്സോട് കൂടി ജീവിക്കണം അല്ലേ? നമുക്ക് ഒരാളുടെയും അടിമയായി ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഭൂമിയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത് അന്തസ്സോടു കൂടി ജീവിക്കാനും സ്വന്തം അഭിപ്രായം പറഞ്ഞ് ജീവിക്കാനും. അതില്ലാതാവുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ് അല്ലേ? വേറൊരാൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ അതെന്തൊരു സങ്കടകരമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള റേസിസം ഒഴിവാക്കണം. അപ്പം എന്താണ്, ഡിഗ്നിറ്റി ഇല്ലാതാക്കുന്നു. പിന്നെയോ, ഇൻ ദ സ്റ്റോറി പ്രിഫറൻസ് നാഷണലി ബൈ ഫത്തർ ഡയം ദ നറേറ്റഡ് ഫേസസ് ഡിസ്ക്രിമിനേഷൻ ബിക്കോസ് ഷീ ഈസ് ഫോറിനർ ആൻഡ് ബ്ലാക്ക്. അവരൊരു ഫോറിനറും അതുപോലെ തന്നെ അവരൊരു ബ്ലാക്ക് കറുത്ത വർഗ്ഗക്കാരിയുമായതിനാൽ അവർ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ആർട്ടിക്കിളുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെന്ന് കരുതുക. നിങ്ങൾക്കിപ്പോൾ ആർട്ടിക്കിൾ എഴുതാൻ അറിയില്ല വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഒരു ഹെഡിങ് കൊടുത്ത് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങളിലെ കഥ, ആ കഥ ഇവൻ്റായിട്ട് ഓരോന്നായിട്ട് എഴുതി, ഓരോ സംഭവങ്ങളും കറക്റ്റ് ഓർഡറിൽ എഴുതി വെച്ചാൽ മതി. കാര്യം അതായിരിക്കും ചോദിക്കുക. കഥ നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ ടെൻഷനേ വേണ്ട. പക്ഷേ ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങളുടെ സ്കില്ല് പോലെ തന്നെ നിങ്ങൾ എഴുതണം. ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഹരമുള്ളതായിട്ട് എഴുതുന്നത് മാർക്ക് കിട്ടാനുള്ള നല്ലൊരു ഉപാധിയാണ്. ഒരു ചെറിയ പൊടിക്കൈ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ആയുർവേദത്തിലൊക്കെ ഉണ്ട്, പൊടിക്കൈ, അതുപോലുള്ള സാധനമാണിത്. This unfair treatment deeply hurts near incident ആവുന്ന കാര്യങ്ങൾ എന്താണ്, the bakery owner refuses to hire her and the cashier rejects her for not being a European type person. ഒരു യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ അല്ലാത്തത് കൊണ്ടും ഒരു ബേക്കറി ഓണറും അതുപോലെ തന്നെ ഒരു കാഷ്യറും ഇവരെ ജോലി റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാണിക്കുന്നത് എന്താ, ദീസ് ഇൻസിഡൻറ്റ് ഷോ ഹൗ പീപ്പിൾ ജഡ്ജ് അതേഴ്സ് ബൈ ദെയർ കളർ. മറ്റുള്ളവരുടെ നിറത്തിൻ്റെ പേരിൽ ആളുകളെ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ തെറ്റായിട്ടുള്ള ചിന്ത അല്ലേ, കറുത്ത വർഗ്ഗക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അതൊരു വലിയ പ്രശ്നമല്ലേ, അതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, എന്നിട്ടോ ദിസ് അൺഫെയർ ട്രീറ്റ്മെൻറ്റ് ഡീപ്ലി ഹേർട്സ് ദ നറേറ്റേഴ്സ് ഡിഗ്നിറ്റി. ഇത് നറേറ്ററിൻ്റെ ഡിഗ്നിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു, അന്തസ്സിനെ ബാധിക്കും അല്ലേ? ഇപ്പം ഞാൻ കറുത്തൊരാളാണെന്ന് ഞാൻ എന്നിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോയ സമയത്ത് പറയാം, നിനക്ക് ജോലി തരാൻ പറ്റില്ല, നീ കള്ളനാ, നീ കറുത്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്താ മനുഷ്യനല്ലേ? എൻ്റെ സത്യസന്ധത എൻ്റെ തൊലിപ്പുറത്തായിരിക്കും ഉണ്ടാവുക. ഒന്നുമല്ല, ഇതുപോലെ ആയിരിക്കും ഇവരുടെ അവസ്ഥ അല്ലേ? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കഥ അറിയാലോ, അതങ്ങോട്ട് ചേർത്ത് എഴുതിയാൽ മതി. നോ സീൻ. ഓക്കെ, വെള്ളം കുടിക്കാനോ? കുടിച്ചോളാം കേട്ടോ, അതൊന്ന് തീർത്തോട്ടെ. അതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെയിൻ. ഓക്കെ, എന്നാലോ അടുത്ത കാര്യങ്ങൾ, അറ്റ് ദ സെയിം ടൈം നറേറ്റർ റിമെയിൻ സ്ട്രോങ് ആൻഡ് റെഫ്യൂസസ് ടു ലൂസ് ഹെർ ഡിഗ്നിറ്റി. അവരുടെ അന്തസ് കളയാൻ അവർ തയ്യാറായിരുന്നില്ല, അവർ ധൈര്യത്തോടു കൂടി നിൽക്കുന്നു. ഷീ ബിലീവ്സ്, അവർ വിശ്വസിക്കുന്നു, ദാറ്റ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ടാലൻറ്റ്, കഴിവ് ആൻഡ് ക്യാരക്ടർ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റേസ് ഓർ നാഷണാലിറ്റി. ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വർണ്ണത്തിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ദേശീയതയേക്കാൾ മുൻഗണന നൽകേണ്ടത്. ത്രൂ ഹെർ പെയിൻഫുൾ എക്സ്പീരിയൻസസ്, ഇവരുടെ ഈ സങ്കടകരമായ എക്സ്പീരിയൻസിൻ്റെയും ആൻഡ് ദ റൈറ്റർ റിമൈൻഡ്സ് അസ് ദാറ്റ്, നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ദാറ്റ് എവ്രി ഹ്യൂമൻ ബീങ് ഡിസേർവ്സ് ഇക്വാലിറ്റി. എല്ലാവർക്കും തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്, റെസ്പെക്റ്റ്, അന്തസ്സിനുള്ള അവകാശമുണ്ട്, പിന്നെയോ കൈൻഡ്നെസ്സിനുള്ള അധികാരമുണ്ട്. നോ വൺ ഷുഡ് ബി ജഡ്ജ് ബൈ കളർ. ആരും തന്നെ കളർ കണ്ടുകൊണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്, ലാംഗ്വേജ് കണ്ട് ജഡ്ജ് ചെയ്യരുത്, ഒറിജിൻ കണ്ട് ജഡ്ജ് ചെയ്യരുത്. The story gives a powerful message that only when society removes prejudice, നമ്മുടെ prejudice, മുൻവിധികൾ, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കറുത്തൊരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ കള്ളനാണ് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. എന്നെ അവിടെ ജോലിക്ക് എടുത്തില്ല, പക്ഷേ എൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ എന്നോട് പറയും പുറത്തവനവൻ കള്ളനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻവിധിയാണ്. അതേ സ്ഥാനത്ത് ഞാൻ അവിടെ ജോലി ചെയ്ത് സത്യസന്ധനായി ജോലി ചെയ്യുകയാണെങ്കിൽ അയാളുടെ മുൻവിധിയൊക്കെ തെറ്റെന്നല്ലേ അർത്ഥം? ഞാൻ വല്ലതും ചെയ്തിട്ടാണ് എന്നെ കള്ളനെ വിളിച്ചു കഴിഞ്ഞാൽ അർത്ഥമുണ്ട്. മുൻകൂട്ടി എന്നെ എൻ്റെ നിറത്തിൻ്റെ പേരിൽ വിളിക്കുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. The story gives a powerful message that only when society removes prejudice and discrimination can true humanity, justice and harmony exist. സാർ ഒന്ന് ചിരിക്കുമോന്നോ? ചിരിക്കാലോ, സന്തോഷമായോ? ഇനി റിവ്യൂ, വിശകലനം. എന്താ റിവ്യൂ എന്ന് വെച്ചാൽ? റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ പോയി. നമ്മളെല്ലാവരും കൂടി ഒരു സിനിമയ്ക്ക് പോയിട്ട് സിനിമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു തോന്നൽ, ഈ സിനിമയെ പറ്റി എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം മനസ്സിലുണ്ടായിക്കഴിഞ്ഞു. നമ്മൾ പറയില്ലേ, ആ സിനിമ നല്ലതായിരുന്നു, അല്ലെങ്കിൽ മോശമായ സിനിമയായിരുന്നു, അതിൻ്റെ ഡയറക്ഷൻ നന്നായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഡയറക്ടർ അങ്ങനെ ഒരു സീൻ എടുത്തത് നന്നായിരുന്നു, അതിലെ ഡയലോഗൊക്കെ സൂപ്പറായിരുന്നു, പ്രൊട്ടാഗണിസ്റ്റായിട്ട് അഭിനയിച്ച കേന്ദ്ര കഥാപാത്രമായിട്ട് നടൻ അഭിനയിച്ച് അടിപൊളിയാക്കിയിട്ട് എനിക്ക് ക്രഷ് അടിച്ചു, ആ നായിക വളരെ സുന്ദരിയായിരുന്നു, അവരെയും കണ്ടപ്പോൾ എനിക്ക് ക്രഷ് അടിച്ചു, എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു, അമേസിങ് സിനിമയായിരുന്നു ഒക്കെ നമ്മൾ തന്നെ ആ സിനിമയെ ഒന്ന് കീറി മുറിച്ച് അനലൈസ് ചെയ്യില്ലേ, വിശകലനം ചെയ്യില്ലേ, അതിനൊരു പോസ്റ്റ്മോർട്ടം നടത്തില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിവ്യൂ എന്ന് വിളിക്കുന്നത്. റിവ്യൂ എന്ന് വെച്ചാൽ നമ്മളെല്ലാം കീറി മുറിച്ച് പഠിക്കുക. എങ്ങനെയാണ് അല്ലേ അതിൻ്റെ ആ സിനിമേൻ്റെ ആട്ടോ ഞാൻ പറയുന്നത്, വേഗം മനസ്സിലായി. സിനിമയാണെങ്കിൽ സിനിമേൻ്റെ കഥ, അതിലെ തമാശകൾ, അതിലെ ഡയലോഗുകൾ, അതിലെ നടൻ്റെ അഭിനയം, ആ ഡയറക്ടറിൻ്റെ ഒരു കഴിവ്, ആ ഡയറക്ടറിൻ്റെ സിനിമയിലെ പാട്ടുകൾ എല്ലാം അടിപൊളിയാണ് നമ്മൾ അങ്ങോട്ട് പറയില്ലേ. ഇതാണ് ചില റിവ്യൂ. മറ്റേ ടീം ഉണ്ടല്ലോ ഞങ്ങൾ, അടിപൊളി സിനിമയാണ്, ഫസ്റ്റ് ഹാഫ് സ്റ്റോറിയാണ്, സെക്കൻഡ് ഹാഫ് കഥയാണ്, ലാലേട്ടൻ ആറാടുകയാണ്, ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ട്, പക്ഷേ ഇത് സൂപ്പർ പടമാണെന്നൊക്കെ കുറേ ഏട്ടന്മാർ വന്നിട്ട് ഇങ്ങനെ പറയാറില്ലേ. അത് റിവ്യൂ ആണെന്ന് എനിക്കറിയൂടാ, പക്ഷേ അതൊരു തരത്തിൽ കീറി മുറിക്കൽ തന്നെയാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, നിങ്ങൾ പരീക്ഷയ്ക്ക് റിവ്യൂ എഴുതുമ്പോൾ പാലിക്കേണ്ട കുറച്ച് നിബന്ധനകളുണ്ട്. മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ടൈറ്റിൽ വേണം. രണ്ടാമത്തത് ബിഗിൻ വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി ആരംഭിക്കുക. റിവ്യൂവിന് മാർക്ക് ശരിയാക്കിയിട്ട് കേട്ടോ. അഫ്രീദേ, സാർ എക്സാമ്പിൾ ഒരു ബസ് വെച്ച് പറയുമോന്നു? അതാരാ ബസ് പ്രേമി? ഇവിടെ മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചുടി, അതാരാ ബസ് പ്രേമി ക്ലാസ്സിലെ? എൻ്റെ മോനെ ഇത് തീർത്തോട്ടെ സാറൊന്ന്. ഓൾറൈറ്റ്, പെട്ടെന്ന് തീർത്തരാം. എക്സ്പ്ലെയിൻ ദ മെയിൻ ഇവൻറ്റ്സ് ഓർ ഐഡിയാസ്. ഇത് ഈ ഒരു കഥയുടെ അല്ലെങ്കിൽ സിനിമയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഇവൻറ്റുകളും സംഭവങ്ങളൊക്കെ നടക്കുന്നില്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളത് വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടമായി എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കുക. ഉദാഹരണങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിന് തന്നെ ആഡ് ചെയ്യുക. സാർ ഞാൻ പ്ലീസ് സാറിനോ? എന്താ മോനെ? കുഴപ്പമില്ല, ശരിയാ കേട്ടോ. ഷെയർ യുവർ ഒപ്പീനിയൻ കേട്ടോ. ഞാൻ ഷെയർ യുവർ ഒപ്പീനിയൻ. നിങ്ങൾ എന്ത് തന്നെ റിവ്യൂ കൊടുക്കുകയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അതിൽ ആഡ് ചെയ്യുക. യൂസ് സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് വിത്ത് എ കൺക്ലൂഷൻ. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജും ഒരു കൺക്ലൂഷനായിട്ട് ആഡ് ചെയ്യാം. സെറ്റല്ലേ? ഓക്കെ, ഇനി റൈറ്റ് എ റിവ്യൂ ഓഫ് ശാകുന്തളം. ശാകുന്തളത്തിൻ്റെ റിവ്യൂ പഠിച്ചു വെക്കണം, ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അഭിജ്ഞാന ശാകുന്തളം ബൈ കാളിദാസ ഇസ് എ ബ്യൂട്ടിഫുൾ. ആദ്യം നമ്മൾ തലക്കെട്ട് കൊടുത്തു കേട്ടോ, ടൈറ്റിൽ. അഭിജ്ഞാന ശാകുന്തളം ബൈ കാളിദാസ ഇസ് എ ബ്യൂട്ടിഫുൾ ക്ലാസിക്കൽ ഡ്രാമ ദാറ്റ് ഷോസ് ദ ഹാർമണി ബിറ്റ്വീൻ ഹ്യൂമൻ ലൈഫ്, നേച്ചർ, ലവ് ആൻഡ് ഡ്യൂട്ടി. ഈ കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമുക്ക് റിവ്യൂ തന്നിരിക്കുന്നത്. This part of the story introduces us to King Dushyanta, the peaceful hermitage, and Shakuntala, whose innocence and beauty are closely linked with nature. നമുക്ക് ദുഷ്യന്ത മഹാരാജാവിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ നമ്മുടെ പീസ്ഫുൾ ഹെർമിറ്റേജ്, ആശ്രമ നിവാസികളെക്കുറിച്ചും പിന്നെ ശകുന്തള, ഇവരിലൂടെയാണ് ഈ ഒരു ശാകുന്തളത്തിൻ്റെ കഥ പോകുന്നത്. എന്നിട്ടോ ദ ഡ്രാമ ബിഗിൻസ് വിത്ത് കിങ് ദുഷ്യന്ത ചേസിങ് എ ഡിയർ ഡ്യൂറിങ് എ ഹണ്ട്. ഒരു വേട്ടയ്ക്ക് സമയത്ത് ഒരു മാനിനെ വേട്ടയാടുന്നതായിട്ടാണ് കഥ ആരംഭിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് കിങ്ങിൻ്റെ അടുത്ത് ആര് വന്നു? 2 ഹെർമിറ്റ്സ് വന്നിട്ട് സ്റ്റോപ്പ് ഹിം ആൻഡ് റിമൈൻഡ് ഹിം ദാറ്റ് ഡിയർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ്. ഈ മാനുകൾ ഹെർമിറ്റേജിൻ്റെതാണെന്ന് പറഞ്ഞു. പിന്നെ അത് കിങ് ഇമീഡിയറ്റ്ലി ഒബേസ് ദ റിക്വസ്റ്റ്. കിങ് ഉടനെ തന്നെ ഇവരുടെ റിക്വസ്റ്റ് ഒബേ ചെയ്തു.
scenes. This scene highlights the importance of compassion and respect for life. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ശകുന്തളയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, റിവ്യൂവിൽ പറയുന്നുണ്ട്. നോക്കൂ, in the hermitage Shakuntala, King sees Shakuntala and her friends Anasuya and Priyamvada watering plants. ചെടിക്ക് വെള്ളം നൽകുന്നു. Shakuntala treats plants like her own family. അവരുടെ സ്വന്തം കുടുംബമായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. ഷോയിങ് ഹെർ ഡീപ്പ് ലവ് ഫോർ നേച്ചർ. പ്രകൃതിയോടുള്ള അവളുടെ സ്നേഹം ഭയങ്കരമായിട്ട് കാണിച്ചു തരുന്നു. The girl talks playfully about trees, vines and flowers, blending human emotions and nature. അതായത് ഗേൾസ് ടോക്ക് പ്ലേഫുള്ളി അബൌട്ട് ട്രീസ്, മരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, വൈൻസ് അതിൻ്റെ വള്ളികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഫ്ലവേഴ്സ് പുഷ്പങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ബ്ലെൻഡിങ് ഹ്യൂമൻ ഇമോഷൻസ് വിത്ത് നേച്ചർ. പ്രകൃതിയെ മനുഷ്യൻ്റെ വികാരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുന്നു, അല്ലെങ്കിൽ മനുഷ്യ വികാരങ്ങളെ പ്രകൃതിയുമായിട്ട് ഇടകലർത്തി സംസാരിക്കുന്നു. ജാസ്മിൻ വൈൻ ആൻഡ് മാംഗോ ട്രീസ് ആർ കമ്പയർഡ് ടു എ ലവിങ് കപ്പിൾ. അവരൊരു സ്നേഹത്തിലായ കപ്പിളാണെന്ന് പറയുന്നു. പിന്നെയോ ജസ്റ്റ് ആസ് ശകുന്തള ഹെർസെൽഫ് ഇസ് കമ്പയർഡ് ടു എ ഡെലിക്കേറ്റ് ഫ്ലവർ. എന്നിട്ട് ശകുന്തളയെ ഒരു ഡെലിക്കേറ്റ് ഫ്ലവറായിട്ട്, നമ്മളെ ശകുന്തള ഫ്ലവറാണ്, ഫയറല്ല. ശകുന്തള എങ്ങനെയാണുള്ളതാ? ഡെലിക്കേറ്റ്, വളരെ മൃദുവായിട്ടുള്ള പുഷ്പമാണ്. ത്രൂ ദിസ്, ഇതിലൂടെ ദ പ്ലേ ഷോസ് ഹൗ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ ലിവ് ഇൻ ഹാർമണി, എങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ള കാര്യം കാണിച്ചു തരുന്നു. ദ ക്യാരക്ടേഴ്സ് ആർ ജെന്റിൽ, അതിന് നമ്മുടെ അഭിപ്രായം കേട്ടോ. ദ ക്യാരക്ടേഴ്സ് ആർ ജെന്റിൽ ആൻഡ് കിങ് ദുഷ്യന്ത ഷോൺ ആസ് ബ്രേവ് യെറ്റ് കമ്പാഷനേറ്റ്. അദ്ദേഹം എങ്ങനെയാണ്? വളരെ ധൈര്യവാനും എന്നാൽ കമ്പാഷനേറ്റ്, കരുണയുള്ളവനുമാണ്. ശകുന്തള ഇസ് ഇന്നസെൻറ്റ്. ശകുന്തള എങ്ങനെയുള്ള ആളാണ്? ഇന്നസെൻ്റ് ആണ്. ശകുന്തള ഇന്നസെൻ്റ് ആണെന്ന് വെച്ചാൽ നിഷ്കളങ്കയാണ്, കെയറിങ്, പരിഗണിക്കുന്നവളാണ്. ആൻഡ് ക്ലോസ്ലി കണക്റ്റഡ് ടു നേച്ചർ, പ്രകൃതിയുമായി ഇടകലർന്ന് ജീവിക്കുന്നവളാണ്. ഹെർ ഫ്രണ്ട്സ് ആർ ചെയർഫുൾ ആൻഡ് ലവിങ്, അവരുടെ കൂട്ടുകാരികൾ ലവിങ് ആണ്. അതുപോലെ തന്നെ ആഡിങ് വാംത്ത് ആൻഡ് ഹ്യൂമർ ടു ദ സീൻ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. ഈവൻ നേച്ചർ സീംസ് അലൈവ് ആൻഡ് എക്സ്പ്രസീവ്. പ്രകൃതി എങ്ങനെയാണ്? പ്രകൃതി എക്സ്പ്രസീവായിട്ടും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് എനി അതർ ക്യാരക്ടർ ഇൻ ദ പ്ലേ, ഒരുപോലെ പ്രകൃതിയും ഇതിലെ ഒരു കഥാപാത്രം കണക്കെയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇൻ മൈ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ, ദിസ് ഡ്രാമ ഇസ് വെരി സൂതിങ് ആൻഡ് മീനിങ് ഫുൾ. ഈ ഡ്രാമ എങ്ങനെയുള്ളതാണ്? വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള തന്നെ, സൂതിങ്, അങ്ങ് മനോഹരമായി ഇഷ്ടപ്പെടുന്നതുമാണ്. ഇറ്റ് ടീച്ചേഴ്സ് us വാല്യൂസ് ലൈക്ക് കൈൻഡ്നെസ്, നമ്മളെ കരുണ പഠിപ്പിക്കുന്നു. റെസ്പെക്ട് ഫോർ നേച്ചർ, നമ്മളെ പ്രകൃതിയെ സ്നേഹിക്കണം, ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഹ്യൂമിലിറ്റി, നമ്മൾ സഹകരണം പഠിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ആൻഡ് സെൽഫ്ലെസ് ലവ്, നമ്മൾ മനുഷ്യനാണ്, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ഒരുപോലെ തുല്യമായി ഇഷ്ടപ്പെടണം എന്നുള്ള കാര്യം പറയുന്നു. ദ ലാംഗ്വേജ് ഇസ് പോയറ്റിക് യെറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇതെങ്ങനെയുള്ളത്? വളരെ പോയറ്റിക് ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. ആൻഡ് ദ സീൻസ് ആർ കാം ആൻഡ് ബ്യൂട്ടിഫുൾ, അത് വളരെ ശാന്തവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനുകൾ കാണിച്ചു തരുന്നു. കാളിദാസസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചർ മേക്സ് ദ പ്ലേ വിവിഡ് ആൻഡ് മെമ്മറബിൾ. കാളിദാസൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, എഴുത്തെങ്ങനെയാണുള്ളത്? പ്ലേ വിവിഡ് ആൻഡ് മെമ്മറബിൾ, വളരെ മനോഹരമായി വർണ്ണശബളമായതും അതുപോലെ തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്നതും കൂടിയാണ്. ഇൻ കൺക്ലൂഷൻ, അഭിജ്ഞാന ശാകുന്തളം ഇസ് എ ടൈംലെസ് ഡ്രാമ ദാറ്റ് ബ്യൂട്ടിഫുള്ളി ബ്ലെൻഡ്സ് ലവ്, നേച്ചർ ആൻഡ് മോറൽ വാല്യൂസ്. എങ്ങനെയാണ്? എന്തൊക്കെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്? ബ്ലെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലണ്ടർ അല്ല, ബ്ലണ്ടർ. നമ്മൾ മിക്സിയില്ലേ, മിക്സിനൊക്കെ ബ്ലണ്ടർ എന്ന് വിളിക്കും. കാര്യം എന്താ? അതിനകത്തേക്ക് കുറേ സാധനം അല്ലേ, നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മിക്സി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് തേങ്ങ ചിരകിയിടും, പിന്നെ മുളക്, ചെറിയ ഉള്ളി, കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളത് എന്നിങ്ങനെ മിക്സ് ചെയ്യൂലേ. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കൂടി കലർന്ന് വരുമല്ലോ, അടർന്ന് ഒച്ചയിൽ ഇതിങ്ങനെ കലർന്ന് വരുമല്ലോ, അതിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അതുപോലെ പ്രകൃതിയെയും സ്നേഹത്തെയും മോറൽ വാല്യൂസിനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിയിട്ടാണ് കാളിദാസൻ ഈ കഥ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദിസ് പാർട്ട് ഓഫ് പ്ലേ ക്രിയേറ്റ്സ് പീസ്ഫുൾ മൂഡ് ആൻഡ് പ്രിപ്പയർസ് ദ റീഡർ ഫോർ ഡീപ്പർ ഇമോഷൻ ജേർണി. എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ഈ ഒരു കൃതി അല്ലെങ്കിൽ ഒരു നാടകം പീസ്ഫുൾ മൂഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിപ്പയർസ് ദ റീഡർ ഫോർ ഡീപ്പർ ഇമോഷണൽ ജേർണി, എല്ലാവർക്കും വളരെ ഇമോഷണലായിട്ട് അടുപ്പിച്ച് എല്ലാവരും ചേർന്ന് നിർത്തുന്ന കാര്യങ്ങൾ. ബട്ട് ഇറ്റ് ഈസ് ട്രൂലി മാസ്റ്റർ പീസ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇന്ത്യൻ ലിറ്ററേച്ചർ ഒരു മാസ്റ്റർ പീസാണ് ഇത്. പറഞ്ഞ് അവസാനിപ്പിച്ച മാർക്ക് കിട്ടും. ഈ വരിയൊക്കെ എന്ന് പറഞ്ഞാൽ ചില്ലറ. ഇപ്പോഴേ നമ്മളെ ഈ പ്രായത്തിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആരാ? ക്ലാസ് ഇപ്പം കഴിയുന്നോ? ഇപ്പം കഴിയും പോലെ, നോട്ട് കഴിയുന്നു, ക്ലാസ് കഴിയുന്നു. നമ്മുടെ ബേർഡ് വാച്ചിങ്ങിൻ്റെ ട്രിൽസിൻ്റെ ഒരു നമ്മുടെ ഇത് ചെയ്യേണ്ടി വരും, റിവ്യൂ ചെയ്യേണ്ടി വരും. അത് എഴുതി വെച്ചിട്ടുണ്ട്, മക്കൾക്ക് നോട്ട് കിട്ടുന്നതാണ്, പഠിക്കണേ.
ലൂയിജി പിരാൻഡോളിൻ്റെ വാറുണ്ട്, പീസ് ഓഫ് സ്ട്രിങ്ങിൻ്റെ റിവ്യൂ ഉണ്ട്. എല്ലാ റിവ്യൂ മക്കൾക്കായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പ്രിഫറൻസ് നാഷണലിൻ്റെ റിവ്യൂ ഉണ്ട് സാറ് തരാം. പ്രിഫറൻസ് നാഷണലെ ഫത്തോ ഡയമണ്ടിയാണ്. ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ ഓവറോൾ പ്രിഫറൻസ് നാഷണലെ മീനിങ് ഫുൾ, റിയലിസ്റ്റിക് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ്. ഇറ്റ് മേക്സ് റീഡേഴ്സ് reflect on social injustice and the importance of equality and compassion. The story teaches that every human deserves respect. എന്ത് വേണം? എല്ലാ മനുഷ്യന്മാർക്കും റെസ്പെക്റ്റ്, ഡിഗ്നിറ്റി, അന്തസ്സ് വേണം. അതുപോലെ തന്നെ തുല്യ അവകാശം വേണം. ഈ കാര്യങ്ങളാണ് ബേസിക്കലി പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ പോകുന്നത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. പഠിക്കണേ, സിമ്പിൾ ചാപ്റ്ററാണ്. പ്രിഫറൻസ് നാഷണലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രസംഗത്തിനൊക്കെ കിട്ടണം. സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ കത്തിച്ചോണം, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പ്രിഫറൻസ് നാഷണലി എന്ന് പോലുള്ള ചാപ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നോക്കിക്കേ. അഥവാ നമ്മളെന്താ പറയുക, വർണ്ണവെറി എന്നൊക്കെ പറയില്ലേ, റേസ്, കാസ്റ്റ്, പിന്നെയോ റിലീജിയൻ, ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് കുറേ വേർതിരിക്കൽ നമ്മുടെ ഇടയിലുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നതാണ് ഈ കഥ. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ക്രിമിനേഷൻ സെറ്റല്ലേ? ഒന്ന് പറയടോ സെറ്റാണെങ്കിൽ. സെറ്റാണ്. ഇനി നമുക്ക് കോൺവെർസേഷൻ എഴുതാൻ പഠിച്ചാലോ? എങ്ങനെയാണ് കോൺവെർസേഷൻ എഴുതുക? രമ്യ മേത്തി അതൊക്കെ കണ്ടുപിടിച്ചു അല്ലേ? ഇല്ല. ഓക്കെ, സെറ്റ്. പേര് വിളിക്കാനോ? ധനുഷൊക്കെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? തമ്പി സൗഖ്യമാ? തമ്പിങ്ങ. ഓക്കെ, കോൺവെർസേഷൻ എഴുതുക എങ്ങനെയാ? അത് ഗ്രാമറൊക്കെ രാവിലെ കിട്ടും കേട്ടോ. ഇല്ല അമ്മേ. കോൺവെർസേഷൻ എഴുതേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സംഭാഷണം എന്ന് മലയാളത്തിൽ പറയും. എന്തെങ്ങനെയാണ്? റൈറ്റ് ദ നെയിംസ് ഓഫ് ദ സ്പീക്കേഴ്സ്. സ്പീക്കറുടെ പേര് എഴുതുക. 2 പേരുടെ പേര് തന്നെ എനിക്ക് സിമ്പിൾ 2 പേരുള്ള ആരാ? പാറൂഹ്, പാറു. അത് വേണ്ട, ചെറിയ പേര് എന്തെങ്കിലും കേട്ടോ. ജെറി ഉണ്ട്, ജെറി. പിന്നെ ആരാ? ഫായിസ്. ഇവർ 2 പേരും സംഭാഷണം നടത്താമെന്ന് വിചാരിക്കുക. ഇവർ 2 പേര് സംഭാഷണം. സോ നമ്മൾ ആദ്യം എന്ത് വേണം? റൈറ്റ് ദ നെയിംസ് ഓഫ് ദ സ്പീക്കേഴ്സിൻ്റെ 2 പേര്, ജെറിൻ്റെയും ഫായിസിൻ്റെയും പേര് എഴുതി. എന്നിട്ടോ യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ സെൻറ്റൻസുകൾ. ഇവർ 2 പേരും അല്ലേ സിമ്പിൾ കാര്യങ്ങളെ സംസാരിക്കുള്ളൂ. എന്തൊക്കെയായിരിക്കും സംസാരിക്കുക? കുഴിമന്തിനെ പറ്റി സംസാരിക്കും, അല്ലെങ്കിൽ സ്വർണത്തിന് വില കൂടുന്നതിനെ പറ്റി സംസാരിക്കും, അല്ലെങ്കിൽ ചൂടുകാലം വന്നതിനെ പറ്റി സംസാരിക്കും അല്ലേ. അല്ലാതെ ഇവരൊന്നും അനാവശ്യമായിട്ട് ആഗോളതാപനത്തിൻ്റെയും അതുപോലെ തന്നെ ഉപരിവിപ്ലവമായി നടക്കുന്ന വിപ്ലവങ്ങളെക്കുറിച്ചൊന്നും, അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനെക്കുറിച്ചോ ഒന്നും പറയില്ലല്ലോ, ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആഡ് ചെയ്യുക. സിമ്പിളായിട്ടെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക് ഉണ്ടല്ലോ, അത് ബേസ് ചെയ്തിട്ട് എഴുതുക. ഇപ്പം പശുവിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് വെച്ചാൽ പശുവിനെക്കുറിച്ച് എഴുതുക. അല്ലാതെ പശുവിനെ കെട്ടിയ മരത്തിനെ കുറിച്ചോ തെങ്ങിനെ കുറിച്ചോ എഴുതരുത്. അതേതോ ബസ്സുകാരൻ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. ഹോൺ അടിച്ചേ മോനെ എങ്ങനെയാണ് ഹോൺ അടിക്കുക? ബസ്സിൻ്റെ ഒന്ന് കാണിച്ചു തന്നെ ഇവിടെ. ഒരു സന്തോഷമായിക്കോട്ടെ ബസ് പ്രേമി. ഇല്ല അമ്ന ഷെറിൻ CS4PD. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റേ ഓൺ ദ ഗിവൺ ടോപ്പിക്. തന്നിരിക്കുന്ന വിഷയത്തിൽ മാത്രം എഴുതുക. ടേക്ക് ടേൺസ് വൈൽ ടോക്കിംഗ്. ഒരാൾ സംസാരിച്ചതിന് ശേഷം ജെറി കഴിഞ്ഞാൽ ഫായിസ. പിന്നെ ആരാ വരണ്ടേ? പിന്നെ ജെറി എഴുതണം. പിന്നെ ആരാ? പിന്നെ ഫായിസ് വരണം. ഫായിസ് ജെറി ഫായിസ്, അങ്ങനെ അതെ. JF ഇങ്ങനെ വേണം നിങ്ങൾ എഴുതി പോകണം. അപ്പം ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ എഴുതുക. പിന്നെയോ യൂസ് പ്രോപ്പർ പഞ്ച്വേഷൻസ്. ഇപ്പം നമ്മൾ ജെറി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ വിട്ടുപോരുത്.
ഇനി നമ്മുടെ ഫായിസ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ഒരു എക്സ്ക്ലമേറ്ററി ഇടാനൊന്നും മറന്നു വരുത്. സോ കൃത്യമായ പങ്ക്ച്വേഷൻ. ഇപ്പോൾ ഫായിസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോപ്പൊക്കെ ഇടുക. ചോദ്യമാണ് ചോദ്യചിഹ്നം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും. ഈ ആൻസർ പേപ്പർ നോക്കുന്ന ആൾക്ക് നിങ്ങൾ ചോദ്യം ചോദിച്ചതാണോ എന്ന് മനസ്സിലാവണ്ടേ? അപ്പോൾ മനസ്സിലാവണം. ആ രീതിയിൽ നിങ്ങൾ എഴുതുക. കീപ് ഗുഡ് മാനേഴ്സ് ഇൻ സ്പീച്ച്. സ്പീച്ചിൽ എന്ത് ചെയ്യുക? ഗുഡ് മാനേഴ്സ് കീപ്പ് ചെയ്യുക. ബിഗിൻ ആൻഡ് എൻഡ് പ്രോപ്പർലി. കൃത്യമായിട്ട് തുടക്കം അവസാനം ആഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഹോച്ച് കോമിൻ്റെ ഒരു കോൺവെർസേഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹോച്ച് കോമും മേയറും തമ്മിൽ നടത്താൻ സാധ്യതയുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. സാലിം അലിയും ഒമറും തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ നമുക്ക് നോക്കിയാലോ. ഫായിസ് സ്കോർ ചെയ്ത് നോക്കി. ഓക്കെ, നമ്മുടെ സാലിം അലിയും ഒമറും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുകയാണെങ്കിൽ ഒമർ, വാട്ട് വാസ് ദാറ്റ്? സലീമേ അതെന്തായിരുന്നു? സലീം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. വൈൽഡ് ടസ്കർ കൊമ്പനാന, യു റാൻ ഫാസ്റ്റർ ദാൻ ഐ ഹാവ് എവർ സീൻ എനി വൺ റൺ. കണ്ടോ, നീ ഓടിയതുപോലെ ഞാൻ ഇന്ന് വരെ വേറൊരാളും ഓടുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കിട്ടും. പിന്നെയോ ഓമർ, ഐ ഡിഡ്ന്റ് ഈവൻ തിങ്ക്, ഐ ജസ്റ്റ് റാൻ. ഞാൻ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ ഓടി, ഞാൻ ജീവനും കൊണ്ട് ഓടി. പിന്നെയോ സാലിം, ഫോർച്യുനേറ്റ്ലി ദ എലിഫന്റ് വാസ് മോർ പീസ്ഫുൾ ദാൻ വി ഫിയർഡ്. നമ്മൾ പേടിച്ചതിനെ അത്രയൊന്നുമില്ല, അത് വളരെ ശാന്തനായിട്ടുണ്ടായിരുന്നു. ഇൻഡീഡ് നേച്ചർ ഓൾ ബേർഡ് വാച്ചിങ് ഈസ് മോർ അഡ്വഞ്ചറസ് ദാൻ ഐ ഇമാജിൻ. എക്സ്ക്ലമേറ്ററി അല്ലേ, ഞാൻ വിചാരിച്ചതിലും അധികം അഡ്വഞ്ചറാണ് ശരിക്കും എന്ത് ബേർഡ് വാച്ചിങ്. കണ്ട എക്സ്ക്ലമേറ്ററി ഒക്കെ ഇടുന്നത്. ഇൻഡീഡ് നേച്ചർ ഓൾവേസ് ഹാസ് സർപ്രൈസസ്. നേച്ചർ എന്താണ്? എപ്പോഴും ഒരുപാട് സസ്പെൻസുകളും സർപ്രൈസുകളും നിറഞ്ഞ ഒരാളാണ്. ഓക്കെ, സോ ബസ് എക്സാമ്പിൾ പറയില്ല, ഇവൻ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ, എന്ത് എക്സാമ്പിൾ കൊടുക്കുക? അപ്പോൾ സലീം അലി കാട്ടിലല്ലേ, സലീം അലിക്ക് ബസ് ഓടിച്ച് കാട്ടിൽ പോകാനൊന്നും പറ്റൂലല്ലോ, കാട്ടിൽ ആനയ്ക്ക് ബസ് ഓടിക്കാൻ അറിയില്ല, നീ ഒന്ന് കാത്തിരി, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരാം കേട്ടോ. സങ്കടപ്പെടല്ലേ. ഇനി ഇമെയിൽ. ഇപ്പോൾ നിങ്ങൾ ഇത് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ക്യാരക്ടറിൻ്റെ പേരുകൾ എഴുതുക. പിന്നെ ക്ലിയർ ആൻഡ് സിമ്പിൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുക. സ്റ്റേ ഓൺ ദ ഗിവൺ ടോപ്പിക്. ഗിവൺ ടോപ്പിക്കിൽ നിൽക്കുക. ടേക്ക് ടേൺസ് വൈൽ ടോക്കിംഗ്. ഒരാൾ സംസാരിച്ചാൽ അടുത്ത ആൾ സംസാരിക്കുക, ഒരാൾ സംസാരിച്ചാൽ അടുത്ത ആൾ സംസാരിക്കുക. ആ രീതിയിൽ എഴുതുക. യു കീപ് ഗുഡ് മാനേഴ്സ് ഇൻ സ്പീച്ച്. യൂസ് പ്രോപ്പർ പഞ്ച്വേഷൻസ്. മറന്നു വരുതേ. പിന്നെയോ ബിഗിൻ ആൻഡ് എൻഡ് പ്രോപ്പർലി. തുടക്കം കൊടുക്കാൻ കൃത്യമായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്നാലും നേരെ ഇമെയിൽ എഴുതാൻ പോവാണേ. ഇമെയിൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ലെറ്റർ റൈറ്റിങ്ങിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇമെയിൽ റൈറ്റിംഗാണ്. നോക്കിയാലോ, ഇമെയിൽ റൈറ്റിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ബോക്സ് വരയ്ക്കണേ. ഇമെയിലിന് ആരോ ഒരു കൂട്ടുകാരൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇമെയിൽ സാറ് പറഞ്ഞുതരാം, സെറ്റായിട്ട് സാറ് പറഞ്ഞുതരാം കേട്ടോ. എന്താണ്? ഒരു ബോക്സ് നല്ല മെനയിൽ വരയ്ക്കാം. ശരി. നോക്കിക്കേ, ഈ ബസ്സിൻ്റെ പ്രശ്നം ഇന്നത്തോട് കൂടി സോൾവ് ചെയ്യാണ്. ഒരു ഇമെയിൽ നമ്മൾ ബോക്സ് വരച്ചോ. 2, എങ്ങോട്ടാണോ ആർക്കാണോ അയക്കേണ്ടത്? റെസിപ്പിയൻറ്റിൻ്റെ ഇമെയിൽ അഡ്രസ്സാണ്. ഇപ്പം ഞാൻ ബസ്സുകാരനാണ് ഇമെയിൽ അയക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പം ബസ്സുകാരന് ഞാൻ ഇമെയിൽ അയക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? bus.gmail.com എന്നൊരു ഇമെയിൽ അഡ്രസ്സ് വെച്ച് കൊടുക്കാം. പിന്നെയോ സബ്ജക്റ്റ് എന്തിനെ കുറിച്ചാണ്? അബൌട്ട് യുവർ ബസ്, അല്ലെങ്കിൽ അബൌട്ട് യുവർ ഡ്രൈവിംഗ് സ്കിൽസ് എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഡിയർ സാർ അല്ലേ, നമുക്ക് ഡിയർ ബസ്സുകാരൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആരംഭിക്കാം. എന്ത് ചെയ്യാണ്? സല്യൂട്ടേഷൻ കൊടുത്ത് ആരംഭിച്ചു. സോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. ബോക്സ് വരച്ചോ. നമ്മൾ 2, ആർക്കാണോ അയക്കുന്നത് അവൻ്റെ ഇമെയിൽ. ഇപ്പോൾ സാലിം അലിക്കാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത്, സാലിം അലിയുടെ ഇമെയിൽ വയ്ക്കുക. ഇനി സാലിം അലിൻ്റെ സുഹൃത്തിനാണ് ഇമെയിൽ അയച്ചാൽ ചുമ്മാ നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ ഇമെയിലൊക്കെ ഉണ്ടാക്കുക. ഹോച്ച് കോമിന് നിങ്ങൾ മെയിൽ അയക്കുകയാണെങ്കിൽ ഹോച്ചിക്കോമിൻ്റെ ഇമെയിൽ വയ്ക്കാം. ഇത് വരിക സബ്ജക്റ്റ്. എന്ത് വിഷയത്തിനാണോ നിങ്ങൾ ഇമെയിൽ എഴുതുന്നത്, ഈ മൊത്തം കണ്ടൻറ്റും എന്തിനെക്കുറിച്ചാണെന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ എഴുതുക. ഡിയർ സാർ ഓർ നെയിം, ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് മെയിൻ ബോഡിയിലോട്ട് വരിക. അതെ, നിങ്ങൾക്ക് നേരെ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സിമ്പിൾ ലാംഗ്വേജിൽ എഴുതുക. വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവാം. ആൻഡ് ഫൈനലി അവസാനം കൺക്ലൂഡ് ചെയ്യുക. ആൻഡ് ക്ലോസിങ്ങിൻ്റെ അവിടെ നിങ്ങൾക്ക് വിത്ത് ലവ്, വാം റിഗാർഡ്സ്, യുവേഴ്സ് ലവിംഗ്ലി എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ നൈസായിരിക്കും. കൺക്ലൂഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതി കൂടെ പ്ലീസ് റിവേർട്ട് മീ ബാക്ക്, അല്ലെങ്കിൽ കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇമെയിലിൻ്റെ ഒരു പ്രധാന ഭാഗമായി.
ഓൾറൈറ്റ്, ഇത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇമാജിൻ യു ആർ സാലിം അലി. നമ്മളാണ് സാലിം അലി എന്ന് കരുതുക. റൈറ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ബേർഡ് വാച്ചിങ്. ബേർഡ് വാച്ചിങ്ങിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള അനുഭവം നമ്മൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. സോ നമ്മളാണ് കേട്ടോ സാലിം അലി എന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ടോ ദാ friend@example.com, ഡിയർ ഫ്രണ്ട് ത്രില്ലിംഗ് ഡേ ഇൻ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോക്സ് വരച്ച് അതിനകത്ത് എഴുതുക. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഹോച്ച്കോം എഴുതുന്നു, പിന്നെ ഫത്തേ ഡയോം എഴുതുന്നു നോക്കാം അല്ലേ. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഫത്തേ ഡയോം വുഡ് റൈറ്റ് ടു ഹെർ ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ഹെർ എക്സ്പീരിയൻസ് ഓഫ് ജോബ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹൗ ഷീ ഫീൽ അബൌട്ട് ഇറ്റ്. എങ്ങനെയാണ് ക്ലാസ് ഇപ്പം തീരും കേട്ടോ. നമ്മുടെ ഫത്തേ ഡയോം അവരുടെ സുഹൃത്തിന് അയക്കുന്ന ഒരു ഇമെയിൽ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെറ്റല്ലേ മക്കളെ? വെളിച്ചില്ലേ? ഇരുണ്ട് കിടക്കുന്നുണ്ടോ? വേണമെന്നില്ല, അങ്ങനെ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ അർജുൻ, അങ്ങനെ ആഡ് ചെയ്യണമെന്നില്ല. എനിക്കൊക്കെ വീടോ ഇരുന്നു, ഇതൊന്നും അറിഞ്ഞില്ല. ഓക്കെ, എന്നാൽ നമുക്ക് ഫത്തേ ഡയാമിൻ്റെ ഇമെയിൽ നോക്കിയാലോ. ദാ നമ്മൾ ആദ്യം തന്നെ ഒരു ബോക്സ് വരച്ചു, എന്നിട്ട് 2 എഴുതിയിട്ട് നമ്മൾ നേരെ ഫത്തേ ഡയാമിൻ്റെ ഫ്രണ്ടിൻ്റെ ഇമെയിൽ അഡ്രസ്സ് വെച്ചു. നോക്കൂ, myfriend@email.com. എന്നിട്ടോ സബ്ജക്റ്റ് ഫേസിങ് ജോബ് ഡിസ്ക്രിമിനേഷൻ. ഈ പറയുന്ന കണ്ടൻറ്റ് മുഴുവൻ ജോബ് ഡിസ്ക്രിമിനേഷൻ നേരിട്ടത് സംബന്ധിച്ചാണ് എന്ന കാര്യമാണ്. അതെ, ഞാൻ ജോബ് ഡിസ്ക്രിമിനേഷൻ നേരിട്ടിട്ടുണ്ട് എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ ബോഡി പാർട്ട് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഒറ്റ വരിയിൽ എഴുതി. ഫേസിങ് ജോബ് ഡിസ്ക്രിമിനേഷൻ. എന്നിട്ടോ ഡിയർ ഫ്രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. ഐ ആം റൈറ്റിംഗ് ടു ഷെയർ എ റീസെൻറ്റ് ആൻഡ് പെയിൻഫുൾ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ വളരെ വേദനാജനകവും അതുപോലെ തന്നെ ഈ അടുത്ത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ ദോ ഐ ആം വെൽ ക്വാളിഫൈഡ് ആൻഡ് കേപ്പബിൾ, ഞാൻ വളരെ കേപ്പബിളാണ്, കഴിവുള്ള ആളാണ്, അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആണ്. ഐ വാസ് റിജക്റ്റഡ് ഫ്രം 2 ജോബ്സ്. 2 ജോലികളിൽ നിന്നാണ് എന്നെ റിജക്റ്റ് ചെയ്ത് പിരിച്ചു വിട്ടതും കൂടെയല്ല, ജോലി തരില്ല എന്ന് പറഞ്ഞത്. ദ റീസൺ വാസ് നോട്ട് മൈ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഓർ സ്കിൽ ബട്ട് ദ ഫാക്ട് ദാറ്റ് ഐ ആം എ ഫോറിനർ. എനിക്ക് കഴിവില്ലാത്തതോ വിദ്യാഭ്യാസം കുറഞ്ഞതോ ഒന്നുമല്ല, ഞാനൊരു വിദേശിയാണ് എന്നുള്ളത് കാര്യമാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. പീപ്പിൾ ജഡ്ജ് മീ ഓൺലി ബൈ മൈ കളർ ആൻഡ് നാഷണാലിറ്റി. എൻ്റെ നിറത്തിനാലും എൻ്റെ നാഷണാലിറ്റിയും കാരണമാണ് ആളുകൾ എന്നെ ജഡ്ജ് ചെയ്തത്. ഇൻസ്റ്റെഡ് ഓഫ് റെക്കഗ്നൈസിങ് മൈ എബിലിറ്റി, എൻ്റെ കഴിവല്ല അവിടെ പരിഗണിക്കുന്നത്, ആൻഡ് ഹാർഡ് വർക്ക്, എൻ്റെ കഠിനാധ്വാനവുമല്ല. Thus made me feel deeply hurt. ഇതിനെ ആഴത്തിൽ സ്പർശിച്ചു, ഡിസപ്പോയിൻറ്റഡ്, നിരാശനാക്കി, ഐസൊലേറ്റഡ്, ഒറ്റപ്പെടുത്തി. ഹൗവർ, എന്നിരുന്നാലും ദിസ് എക്സ്പീരിയൻസ് ഹാസ് നോട്ട് ബ്രോക്കൺ മൈ സ്പിരിറ്റ്. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണോ, സാരമില്ല കേട്ടോ. എന്താണ് എൻ്റെ സ്പിരിറ്റ്, എൻ്റെ സ്പിരിറ്റ് നമ്മൾ പറഞ്ഞല്ലേ, ഒരു കാര്യം നേടിയെടുക്കാൻ നമ്മളെ ഉത്തേജിപ്പിച്ച് നിർത്തുന്ന ആ ഘടകത്തെ ഇല്ലാതാക്കി. ഐ ഹാവ് ഡിസൈഡ് ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് ഹോപ്പ്ഫുൾ. ഇല്ലാതെ ഹാസ് നോട്ട് ബ്രോക്കൺ, തകർത്തില്ല. ഞാൻ എപ്പോഴും കരുത്തുറ്റവനായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഐ ട്രൂലി ബിലീവ് ദാറ്റ് ടാലൻറ്റ്, കഴിവ്, സിൻസിയറിറ്റി, പിന്നെയോ ആൻഡ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം വിൽ വൺ ഡേ റെക്കഗ്നൈസ് ആൻഡ് റിവാർഡ്, എനിക്ക് റിവാർഡ് നൽകും. ഡിഫിക്കൽട്ട് ടൈംസ് may test us but they also make us strong and more determined. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നൽകുന്നുണ്ട്. ത്രൂ ദിസ് എക്സ്പീരിയൻസ്, ഈ എക്സ്പീരിയൻസിലൂടെ ഐ ഹാവ് അണ്ടർസ്റ്റുഡ്, ഞാൻ മനസ്സിലാക്കി ഹൗ ഇമ്പോർട്ടൻറ്റ് കൈൻഡ്നസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യത ആൻഡ് ഹ്യൂമാനിറ്റി ആർ ഇൻ ലൈഫ്, ഇതിനൊക്കെ എത്ര പ്രാധാന്യമുണ്ട്. നോ വൺ ഷുഡ് ബി ട്രീറ്റഡ് അൺഫെയർലി ബിക്കോസ് ഓഫ് ദെയർ റേസ്. ആരുടെയും നിറം കണ്ട് ആരെ ജഡ്ജ് ചെയ്യരുത്, അവരുടെ വർണ്ണം കൊണ്ട്, ഒറിജിൻ, ജനിച്ച സ്ഥലം കൊണ്ട്. ലെറ്റ് us ട്രീറ്റ് അതേഴ്സ് വിത്ത് റെസ്പെക്ട്, കമ്പാഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. മറ്റുള്ളവരെ നമുക്ക് ബഹുമാനത്തോടു കൂടിയും അനുകമ്പയോടുകൂടിയും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടിയും നമുക്ക് എന്ത് ചെയ്യാം, നിലനിർത്താം. വിത്ത് ലവ്, ഫത്തേ ഡയോം. ഈ കാര്യം കൂടെ പറഞ്ഞ് എൻഡ് ചെയ്താൽ മതി. സാർ ഇമെയിലിൻ്റെ ഫോർമാറ്റ് പറഞ്ഞതാ, ഇമെയിലിൻ്റെ ഫോർമാറ്റാണ് മോനെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചതാണ്. ഇമെയിലിൻ്റെ ഫോർമാറ്റ് കണ്ടോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ നീ. ഓക്കെ, ഇനി ഇത് പ്രധാനപ്പെട്ടൊരു സാധനമാണ് ന്യൂസ് റിപ്പോർട്ട്, പത്രവാർത്ത. ഇത് ശരിക്കും പത്രവാർത്ത ടഫാണോ നിങ്ങൾക്ക്? ടഫ് അല്ലെങ്കിൽ നിങ്ങൾ തംസപ്പ് ഇട്ടോ, ടഫ് ആണെങ്കിൽ തംസ് ഡൗൺ ഇട്ടോ. കാര്യം അവസാനം എത്തിയില്ല മക്കളെ, നമുക്കിത് പെട്ടെന്ന് തീർക്കണ്ടേ.
ബസ് വെച്ച് ബസ് മറിഞ്ഞെന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്താലോ എന്നാൽ സിമ്പിളാണ് അല്ലേ? പത്രവാർത്ത, ന്യൂസ് റിപ്പോർട്ട്. കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണെങ്കിൽ തംസ് ഡൗൺ ആട്ടോ. ബുദ്ധിമുട്ടല്ലെങ്കിൽ ഈസി ആണെങ്കിൽ നിങ്ങൾ തംസ് ഇട്ടാൽ മതി, അപ്പിട്ടാൽ മതി. ഇത് രണ്ടും കൂടെ ഇട്ടുണ്ടല്ലോ. കുറേ പേര് എളുപ്പമാണ്. സീനില്ല, അത് എളുപ്പമല്ലേ? പത്രവാർത്ത, ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, ഒരു ഹെഡ്ലൈന് വേണം, ഒരു തലക്കെട്ട് വേണം, പിന്നെയോ ബൈലൈന് വേണം. ആരാണോ വാർത്ത തയ്യാറാക്കിയത്, പ്ലേസ്, ഡേറ്റ് നിർബന്ധമായിട്ട് ആഡ് ചെയ്യണം. ഇൻട്രൊഡ്യൂസിങ് പാരഗ്രാഫ്, ബോഡി, കൺക്ലൂഷൻ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വാർത്ത എന്താണ്? ബസ്സുകാരനല്ലേ? ബസ് മറിഞ്ഞു എന്നുള്ളത് നമ്മുടെ തലക്കെട്ട്. ബസ് മറിഞ്ഞു അല്ലേ? ബസ് ആക്സിഡൻറ്റ് നമ്മൾ കൊടുത്തു. എന്നിട്ടോ ബൈലൈൻ എന്താണ്? ആരുടെ പേരാണ്? നമുക്കവിടെ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുക്കാം. സ്റ്റാഫ് റിപ്പോർട്ടർ. പ്ലേസ്, ഡേറ്റ് എവിടെയാ? നമ്മൾ സുൽത്താൻ ബത്തേരിയിലാണ് ബസ് പറഞ്ഞത്. പ്ലേസ് സുൽത്താൻ ബത്തേരി. ഡേറ്റ്, ഒരു ഡേറ്റ് അങ്ങോട്ട് കൊടുക്കുക, ചുമ്മാ കൈ നിടുക കേട്ടോ. എന്നിട്ട് ഇൻട്രൊഡ്യൂസിങ് പാരഗ്രാഫിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ 5W1H ആണ് കേട്ടോ. 5W1H. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യണം. ഏതൊക്കെയാ? ഹു, ആരാ സംഭവം എന്നുള്ളത് അല്ലേ? ബസ് ഡ്രൈവർ ആയിരിക്കും കാരണക്കാരൻ. വാട്ട്, എന്താ സംഭവം? ബസ് മറിഞ്ഞു എന്നുള്ളത് വാർത്തയാണ് അല്ലേ? ബസ് ആക്സിഡൻറ്റ്. വെൻ, യെസ്റ്റർഡേ മോർണിംഗ്, ഇന്നലെ പുലർച്ചെ. വേർ, അറ്റ് സുൽത്താൻ ബത്തേരി ടൗണ്. വൈ, എങ്ങനെയാണ് മറിഞ്ഞത്? എന്താണ്, ബ്രേക്ക് പോയി, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഹൗ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത്, ചുരം ഇറങ്ങുന്ന സമയത്താണ് ബ്രേക്ക് പോയത്, എന്നിട്ട് ബസ് മറിഞ്ഞു. എന്തായാലും ഒരു അപകടം പിടിച്ച വാർത്തയൊക്കെ എൻ്റെ വായിൽ വരുന്നത്. സാരമില്ല, കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയാലോ അത്ര മതി. സോ നിങ്ങളുടെ പാരഗ്രാഫിനകത്ത് നോക്കൂ, ഹൂ, ആരാണ് എന്നുള്ളത്. ഇപ്പോൾ ഹോച്ച്കോമിൻ്റെ കേസ് ആണെങ്കിൽ ഹോച്ച്കോം. വാട്ട്, എന്താ സംഭവം? ഹി വാസ് ഇൻട്രോഗേറ്റഡ് ബൈ പോലീസ്. പിന്നെ വെൻ, എപ്പോഴായിരുന്നു സംഭവം? യെസ്റ്റർഡേ, അല്ലെങ്കിൽ യെസ്റ്റർഡേ നൈറ്റ് എന്നൊക്കെ. വേർ, എവിടെ വെച്ച സംഭവം? സ്ക്വയറിൽ വെച്ചായിരുന്നു. വൈ, എന്തുകൊണ്ടാണ് സംഭവം? ഒരു പേഴ്സ് നഷ്ടമായ തപ്പുകയായിരുന്നു. ഹൗ, ഇയാൾ എടുക്കുന്നത് കണ്ടു എന്നുള്ള കാര്യം പറഞ്ഞ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക. ആദ്യത്തെ പാരഗ്രാഫിനകത്ത് 5W ഒരു H വന്നു കഴിഞ്ഞാൽ വാർത്തയുടെ ഇൻട്രൊഡ്യൂസിങ് പാരഗ്രാഫായി. പിന്നെ ഈ സാധനം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ബോഡി പാർട്ടും ആയി കഴിഞ്ഞു. ആൻഡ് ഫൈനലി കൺക്ലൂഷൻ. ഈ വാർത്ത എത്രത്തോളം ചുരുക്കി നിങ്ങൾക്ക് ഏറ്റവും അവസാനം അനാവശ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കൂ, ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ 5W1H. നമ്മുടെ ശ്രീകാന്ത് വല്ലയുടെ വാർത്ത. പിന്നെയോ നമ്മുടെ വിങ്ഡ് മാൻ, ചിക്കൻ കൂപ്പ് ഡ്രോസ്, മിക്സ്ഡ് റിയാക്ഷൻ, കോസ്റ്റൽ വില്ലേജ്. പിന്നെ നമ്മുടെ ശ്രീനാഥ് ബൊല്ല. എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് സാർ ഇവിടെ നൽകിയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മക്കൾ നോക്കുക. ഇനി സാറിന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിബേറ്റാണ്. ഡിബേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിബേറ്റ് എന്ന് വെച്ചാൽ, ഡിബേറ്റിൻ്റെ മലയാളം എന്താ മക്കളെ? ഡിബേറ്റിൻ്റെ മലയാളം പറഞ്ഞേ. ഡിബേറ്റിൻ്റെ മലയാളം എന്താ? വാദിക്കുക, അല്ലെങ്കിൽ എന്താണ്? ബാക്കി പറ. സംവാദം. ഓക്കെ, സംവാദം. ഓക്കെ, സംവാദം നമ്മൾ പറയും. എന്താ സംവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിഷയത്തിൽ നമുക്കൊരു ടോപ്പിക്ക് തരും. ഒരു ടോപ്പിക്ക് നമ്മൾ അനുകൂലിച്ചുകൊണ്ടോ പ്രതികൂലിച്ചുകൊണ്ടോ സംസാരിക്കണം അല്ലേ? സോ റെലവൻസ് ഓഫ് വാർ, യുദ്ധത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത്. ഇപ്പോൾ ടെക്സ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഡിബേറ്റ് എന്ന് തരും. വെറും ഡിബേറ്റ് എന്ന് മാത്രം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് ഒരു 3-4 അല്ലെങ്കിൽ ഒരു 3-4 പോയിൻറ്റുകളായിട്ട് എഴുതാം. ഓക്കെ, ഒന്ന് പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. അല്ല നിങ്ങൾക്ക് പാരഗ്രാഫ് ആണെങ്കിൽ പാരഗ്രാഫ്. ഓക്കെ, രണ്ടും നിങ്ങൾക്ക് എഴുതാം. എന്നിട്ടോ പിന്നെ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് ഡിബേറ്റിന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അനുകൂലിച്ചുകൊണ്ടും ഫോറും അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് പ്രതികൂലിച്ചുകൊണ്ടും ഈ കാര്യങ്ങൾ എഴുതണം. അനുകൂലിച്ചുകൊണ്ട് പോയിന്റുകൾ എഴുതണം. അതുപോലെ തന്നെ ഒരു 4 എണ്ണമൊക്കെ മതി കേട്ടോ. ഒരു 4 അനുകൂലിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഒരു 4 പ്രതികൂലിച്ചുകൊണ്ടും എഴുതുക. വെറും
ഡിബേറ്റിൽ നിന്ന് മാത്രം തരികയാണെങ്കിൽ ഇങ്ങനെ എഴുതണം. വെറും ഡിബേറ്റിൽ നിന്ന് മാത്രം തരികയാണെങ്കിൽ ഇങ്ങനെ എഴുതുക. ചിലപ്പോൾ നിങ്ങളോട് അനുകൂലിച്ചുകൊണ്ട് വാദം എഴുതാൻ പറയും, അപ്പോൾ നിങ്ങൾ അനുകൂലിച്ചുകൊണ്ട് വാദം എഴുതുക. ഇനി പ്രതികൂലിച്ചുകൊണ്ട് വാദം എഴുതാൻ പറഞ്ഞാൽ പ്രതികൂലിച്ച് ചെയ്തുകൊണ്ടുക. ഇനി അതല്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അനുകൂലിക്കുക, പ്രതികൂലിക്കുന്നുണ്ടെങ്കിൽ പ്രതികൂലിക്കുക. ഇഫ് യു ആർ ഫോർ ദെൻ റൈറ്റ് അബൌട്ട് ദ റൈറ്റ് ഓർ ഗിവ് ആർഗ്യുമെൻറ്റ്സ്, ആൻഡ് ഇഫ് യു ആർ അഗെയിൻസ്റ്റ് ദെൻ ഗിവ് ആർഗ്യുമെൻറ്റ്സ് ഫോർ ദാറ്റ്. That's it. So, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ നോക്കുക, ഡിബേറ്റ്, റെലവൻസ് ഓഫ് വാർ. വാർ is sometimes necessary to protect nations' freedom and safety. Soldiers defend their country from enemies. Without war, injustice and aggression may continue unchecked. Patriotism and sacrifice help preserve national identity. Against war ആണെങ്കിലോ, war causes immense suffering and loss of life. Families are torn apart and parent loses their children. Emotional pain lasts forever. Peaceful solution should always be preferred over violence. War destroys humanity and moreover than on protect more than it protects it. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക. ഓക്കെ, ഓൾറൈറ്റ്. ക്ലാസ് ഇഷ്ടമായ മക്കളെ? യെസ്. അങ്ങനെയാണ് ഈ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം കൂടെ സാറ് മക്കളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രാഷ് കോഴ്സ് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ പരീക്ഷ കഴിയുന്നവരെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്കുണ്ട്. ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും, റിവിഷൻ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. വർക്ക്ഷീറ്റും മോഡൽ എക്സാമുകളും ലഭിക്കുന്നതാണ്. പിന്നെ ലിമിറ്റഡ് ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് പുസ്തകങ്ങളും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം പറയാനുള്ളൂ. അപ്പോൾ മക്കൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ +2 ഒക്കെ ആകുമ്പോഴേക്കും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഈ ചിത്രങ്ങൾ കാണുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് വരാൻ ആഗ്രഹിക്കുന്നില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഫുൾ A+ ഒക്കെ എല്ലാവർക്കും കിട്ടട്ടെ. നാളത്തെ പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിക്കട്ടെ. എല്ലാവരും ഈ വീഡിയോൻ്റെ അവസാനം ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്തേക്ക്. മോഡൽ എക്സാം ആണെങ്കിലും എന്താ, ഒരു ട്രയൽ അല്ലേ? ഇത് നമുക്കൊരു ട്രയൽ, ഒരു വാമപ്പ് മാച്ചാണ്. നമുക്ക് നമ്മുടെ സെമി എങ്ങനെ ഉണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാം നമ്മൾ സ്കോർ ചെയ്തു അല്ലേ? അപ്പോൾ ഇനി വരാൻ പോണ ഫൈനൽ നമുക്ക് തൂക്കാനുള്ളതാണ്. അത് നമ്മൾ ഇപ്രാവശ്യം അടിക്കും. ഓക്കെ, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ സാർ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട ഹൃദയങ്ങൾ, നിങ്ങളുടെ സ്നേഹങ്ങൾ ഫയർ ഇമോജിയുടെയും അതുപോലെ തന്നെ ബ്ലൂ ഹാർട്ട്സിൻ്റെ ഇമോജിയിലും ആ കത്തുന്ന ഹൃദയത്തിൻ്റെ രൂപത്തിൽ ഇനി ഇങ്ങനെ ഇമോജി ആണെങ്കിലും ഇങ്ങനെ ഇമോജി ആണെങ്കിലും ഒക്കെ അങ്ങോട്ട് ഇട്ടോളൂ. സന്തോഷം എന്ന് അറിയിക്കുക. എല്ലാവരും ഓൾ ദ ബെസ്റ്റ് ഒക്കെ വീഡിയോൻ്റെ അവസാനം ഒന്ന് എല്ലാവരും ഒന്ന് അറിയിക്കുക. ഡിബേറ്റിന് ഫോർമാറ്റില്ല. ഡിബേറ്റ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെ ആർഗ്യുമെൻറ്റുകൾ കൊടുക്കേണ്ടി വരും. എവിടെ പോയി ആർഗ്യുമെൻറ്റുകൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നോട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ബോക്സ് വേണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ സാർ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ മക്കളെ. ഓക്കെ, all the best all guys, see you in the next class. Let's wind up for today. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.